ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സുനാക്ക് എന്ന കാര്യം അവിടെ ചെന്നാൽ ചിരിപ്പിൽ റീച്ച് കിട്ടുന്നൊരു തെറ്റിദ്ധാരണയിലാണ് ഇതൊക്കെ പാഞ്ഞേറി അങ്ങോട്ട് ചെല്ലുന്നത്. മഞ്ഞുപിള്ളയുടെ മോളുടെ പ്രോഗ്രാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് തള്ളിപ്പോയതാ. അതിൻ്റെ ഇടയ്ക്ക് ആരുടെ ഐഡിയ പറഞ്ഞു കൊടുത്ത് അങ്ങോട്ടൊന്ന് പോയി എത്തി നോക്കി കഴിഞ്ഞാൽ ഇച്ചിരി പൂല റീച്ച് കിട്ടും, നീയും കൂടെ വെച്ച് പിടിച്ചു എന്ന്. അങ്ങനെ എല്ലാം കൂടെ അങ്ങോട്ട് തള്ളിപ്പോയതാ കുണ്ടംപുരികൾ. അതോടുകൂടി ആ ഒരു സംഗതിയുടെ വാല്യൂ തന്നെ പോയി. ഈ തൈക്കളവികളും മുതുക്കളവികളും പോയിട്ട് വേണോ ജെൻസിക്ക് സപ്പോർട്ട് പറയാൻ? നിങ്ങളുടെ കാലിന് എന്ത് പറ്റിയതാ? എൻ്റെ കാലിന് ഒരു കുഴപ്പമില്ല. എൻ്റെ കാലിന് എന്ത് പറ്റായിരിക്കുന്നു? എൻ്റെ കാലം നല്ലപോലെ ഇരിക്കുന്നു. ഷെഫീന, ഞാൻ വരാം. എവിടെ? ഹായ് ഷെഫീന. ഹായ് ഹായ് ഓമന വസു. നേരത്തെ പുതിയ എന്തെങ്കിലും കണ്ടുപിടുത്തം കൊണ്ട് വരണ്ട. ഞാൻ പുതിയ കണ്ടുപിടുത്തം കൊണ്ടല്ല, എല്ലാ ഞായറാഴ്ച വരുന്ന ഒരു ലൈവ്, ഒരു നോർമൽ ലൈവ്, അത്രമാത്രം. സുരേന്ദ്രൻ്റെ വീട് എനിക്കറിയാം. സത്യം. കോണ്ടാക്ട് മീ. ഹായ് ഷെഫീന. പ്രൊട്ടസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്ന പേരിൽ പോകും. കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുക്കും. എന്നിട്ട് 5 സ്റ്റാർ ഹോട്ടലിൽ സ്റ്റേ ആക്കി ഡൽഹിയൊക്കെ ഒന്ന് കറങ്ങി തെറിച്ചു നാട്ടിൽ പോകും. ഷുന മെഹറൊക്കെ വെറും നാറികൾ. ഹായ്. സജീനയുടെ വീട് അറിയുമോ? ഞാൻ അന്വേഷിച്ചിട്ടില്ല, നാട്ടിലൊന്നും അന്വേഷിച്ചതേ ഉള്ളൂ, എനിക്ക് കൂടുതൽ ഡെപ്തിൽ അറിയത്തില്ല. മടവൂരാണ് സജീന. ആണോ? ഇത്ത ആൾക്കാർ വരുന്നതിന് മുമ്പ് നമുക്ക് തീറ്റ കേസുകൾ, കടപ്പുറം വിഷയങ്ങൾ പറഞ്ഞു തീർക്കാം. ജസ്റ്റിൻ. ശ്രീകുമാർ എന്ന ആളാണ് അവരുടെ ഭർത്താവ്. അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. 3-ാമത്തെ ആളാണെന്ന്. അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. മെലഡീസ് ചോക്ലേറ്റി. വെരി ഈസ് യുവർ ഹോം? എൻ്റെ വീട് ഞാൻ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരെല്ലാവരും വന്ന് ട്രസ്പാസ് ചെയ്യും. അതുകൊണ്ട് ശ്രീകുമാർ എന്ന ആളാണ് അവരുടെ ഭർത്താക്കളൊക്കെ. എൻ്റെ വിശേഷം എന്താ? വിശേഷം സുഖം. നിങ്ങളുടെ ഈ മംഗ്ലീഷ് വായിക്കുക എന്നുള്ളതുകൊണ്ട് വലിയ ടാസ്ക്കാണ്. ഇറ്റ്സ് എ വെരി ബിഗ് ടാസ്ക് ആണോ? ആ മെഹർ ജെൻസി ആണ് എന്നും പറഞ്ഞ് നടക്കുക. എന്തോ ആയിത്താ സുഖമാണോ? അത് ജെൻസി എന്നതിനപ്പുറമേ അത് ഡോക്ടേഴ്സിൻ്റെ ഒരു ഫൈറ്റ് അല്ലേ, അതവർ വിൻ ചെയ്തല്ലോ, അവരുദ്ദേശിച്ചിടത്തേക്ക് എത്തി. അത് മാത്രമല്ല, നീറ്റ് എക്സാം വേണ്ടടേ, അതൊരു കഷ്ടപ്പെട്ട പരിപാടിയാണ്. നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. നീറ്റ് എക്സാം വേണ്ട, എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. ഇത്തടെ എങ്ങ ചൈൽഡ് പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്തു. എന്തിനീ? അത് കുഞ്ഞല്ലേ, അതിനാ അതിനകത്ത് പ്രൊട്ടസ്റ്റിൽ പങ്കെടുക്കാൻ പോണേ? ഡൽഹി പ്രോബ്ലം വീഡിയോ ചെയ്തു. 2 ചെയ്തു. അമ്മ യു ആർ മോഡറേറ്റർ. അത് ബ്ലൂ പോയതേ, അമ്മ എൻ്റെ മെമ്പർഷിപ്പ് എടുത്തിരുന്നില്ലേ, അത് റിന്യൂ ചെയ്ത് കാണത്തില്ല, അതുകൊണ്ടാണ്. ഹലോ, വീഡിയോസ് കാണാറുണ്ട് കേട്ടോ. ആണോ? താങ്ക് യു. നസീമ അസീസ്, താങ്ക് യു. ഷെഫീന ആണല്ലോ, എൻ്റെ പേര് തന്നെയാണല്ലോ നിങ്ങൾക്ക്, ഷെഫീന. വീഡിയോസ് കാണാറുണ്ട് കേട്ടോ. ഓക്കെ. അമ്മ നിങ്ങൾ തോന്നിയതാണ് കേട്ടോ. ഒപ്പീനിയൻ എന്ന് പറഞ്ഞിട്ട് ചീത്ത വിളിക്കുന്നത് ആണോ നിങ്ങളുടെ ഒപ്പീനിയൻ? ചില കാര്യങ്ങൾ നമ്മൾ ഇത്തിരി ചീത്ത വിളിച്ച് പറഞ്ഞാലേ മനസ്സിലാവുകയുള്ളൂ. അത് തന്നെയാണ് എൻ്റെ ഒപ്പീനിയൻ. ആ ഒപ്പീനിയൻ കേൾക്കാൻ താല്പര്യമുള്ളവർ ഇവിടെ വന്നാൽ മതി, എല്ലാത്തിനും വരണമെന്നില്ല. ഗെറ്റ് ഔട്ട് ഓഫ് ദ ക്ലാസ്സസ്, ഗെറ്റ് ഔട്ട്, ഗെറ്റ് ലോസ്റ്റ്. ചേച്ചി, എനിക്ക് 19 വയസ്സേ ഉള്ളൂ, ഒരു ആൺകുട്ടിയാണ്. വീട്ടിൽ ഫാമിലി, അമ്മ ആൻഡ് അച്ഛൻ എപ്പോഴും വഴക്കാണ്. എനിക്ക് ജീവിക്കാൻ പോലും തോന്നില്ല. അതവിടെ പറഞ്ഞുവിടേടെ കുട്ടാ, എൻട്രൻസ് മതി, അതാണ് ബെസ്റ്റ്. എക്സ്. എന്താ ആളിയ വിശേഷം? ആളിയായ സുന ചുമ്മാ ഫോട്ടോസും വീഡിയോയും എടുത്ത് അടി കൊണ്ട് പിള്ളേർ അവരുടെ അവകാശം വാങ്ങി എടുത്തപ്പോൾ സുന വന്ന് വീഡിയോ ചെയ്യുക. നമ്മൾ ജയിച്ചു എന്ന് ഒന്നും പറയാതില്ല. അവർ ജയിച്ചങ്ങ് കയറിയാൽ മതി. നല്ല കഥയല്ലേ, അവരങ്ങ് ജയിച്ച് നിൽക്കട്ടെ. എല്ലാ കാലത്തും എപ്പോഴും എല്ലായ്പ്പോഴും എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ പേളി മണിയുടെ കാര്യത്തിൽ തന്നെ നിങ്ങൾക്ക് തെളിവായില്ലേ? ഇനിയിപ്പോൾ ഞാനതിന് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങളുടെ ധൈര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആണോ? എനിക്ക് വല്ലാത്ത ടെൻഷനിൽ ഇരിക്കുമ്പോൾ മനസ്സ് ചെറിയൊരു ധൈര്യം കിട്ടാറുണ്ട്. ക്യാൻ യു ടെൽ ഹായ് നവമി പ്ലീസ്? നവമി, ഇപ്പോൾ ഉള്ള പെൺകുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും അഡ്വൈസ്? എന്തിനീ അവളുമാർ തുണിയൊക്കെ ഊരിക്കൊണ്ട് നടക്കട്ടെന്ന് നമ്മളിനി വല്ലതും പറഞ്ഞിട്ട് വേണം. വള്ളി നിക്കറ് പിടിച്ച്, വള്ളി പിടിച്ച്, പുള്ളി പിടിച്ച്, വടി പിടിച്ചെന്ന് പറഞ്ഞിട്ട് ഓരോന്ന് പറയാനാ. ഇപ്പോഴുള്ള കുറേ എണ്ണത്തിൻ്റെ അലവലാദികളുടെ തള്ളമാർ പണ്ടത്തെ നല്ല 1-ാം തരം 6 വാണികളാണ്. അപ്പോൾ അവരൊരു സപ്പോർട്ടും പറയും. നിങ്ങൾ നജിൻ്റെ പള്ള കാണാൻ പോയി ആര് ക്വസ്റ്റ്യൻ വായിക്കുന്നു? ജാൻമണി അങ്ങ് സ്റ്റാറായി. കേസ് വരുന്നുണ്ടെന്ന് കേട്ട്. ചേച്ചി സുഖമാണോ? സുഖം.
എന്തുകൊണ്ട് വിശേഷം? ചേച്ചി എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തിയപ്പോൾ നല്ല വിഷമമായി മുന്നോട്ട് പോകും. അതെന്തിനാ അനിതാ പറയുന്നത്? ഞാൻ ഒറ്റപ്പെട്ടോ? നിങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ കൂടെ? നമ്മളെ ഒറ്റപ്പെടുത്തിയവരും അകറ്റി നിർത്തിയവരും ഒക്കെ നമുക്കൊപ്പം ഉണ്ടായിരുന്നവരല്ല. പിന്നെ അതൊരു തിരിച്ചറിവല്ലേ, ആരൊക്കെ കൂടെ ഉണ്ടാകും ആരൊക്കെ കൂടെ ഉണ്ടാവില്ല എന്നുള്ളൊരു തിരിച്ചറിവല്ലേ. അതിൻ്റെ ഉണ്ട്. ഹായ് ദത്ത, സുഖമാണ്? സുഖം. എനിക്ക് ഷെഫീനയുടെ ധൈര്യമാണ് എൻകറേജ് ഉണ്ട്. സോറി. ഇത്ത സത്യം പറയാലോ, ഇത്തയുടെ ലൈവ് കാണാൻ ഞാൻ എപ്പോഴും കാത്തിരിക്കും. ഞാൻ ഞായറാഴ്ചയിലേ വരുള്ളൂ. താങ്ക് യു ബേബി, താങ്ക് യു. ബിച്ചപ്പ് ഷെവിയുടെ പേരിൽ കേസ് കൊടുത്തു. എന്തിന്? അയാളെൻ്റെ പേർക്ക് എന്തിനു കേസ് കൊടുക്കണം? ഞാൻ അയാളൊരു ഉണ്ടംപൊരിയും ചെയ്തിട്ടില്ല. എന്തെങ്കിലല്ലേ കേസ് കൊടുക്കാനൊക്കെ പറ്റും. ഇംഗ്ലീഷ് ഫേവറേറ്റ് ആക്ട്രസ് ഏതാ? ഇംഗ്ലീഷിൽ എനിക്ക് ഫേവറേറ്റ് ആക്ട്രസ് ഒന്നുമില്ല. ഞാൻ ഇംഗ്ലീഷ് പടങ്ങൾ കാണാറില്ല. ഒന്നാമത്തെ കാര്യം യവന്മാർ ഈ ഇംഗ്ലീഷ് പടം ഇട്ടാലേ ഞാൻ ഒരു മൂല്യം പോയിരിക്കും. അടിയും കുത്തും വെട്ടും കുത്തും ഒക്കെ അല്ലേ, എനിക്ക് താല്പര്യമില്ല. കൊച്ചിൻ്റെ പേരാണോ? വലിയ നിയമമൊക്കെ പറയുന്ന നീ എന്താ തട്ടം ഒന്നും ഇടാത്തത്? തട്ടം ഇടണമെന്ന് എവിടെയാണടി നിയമം ഉള്ളത്? അതെന്ന് പറഞ്ഞെന്നാണ്. എന്ത് നിയമം പറഞ്ഞു എൻ്റെ അടുത്ത്? ഇനി ഒരിക്കൽ കൂടെ എഴുതിയിടല്ല ഞാൻ ഓമീന്ന് പ്ലീസ്. ഇത് എന്താ വീട്ടിൽ ഉണ്ടാക്കിയത്? ചോറുകറിയും. ഹായ് ഷെഫീത്ത, ഒരു ഹായ് പറയുമോ? ന്യൂ സബാണേ. സബിയും ഞാനും ഹായ്. ഹായ് മുനീറ. എൻ്റെ ലിപ്സ്റ്റിക്ക് ഇപ്പോൾ പോകും. ഞാൻ ചായ കുടിച്ച് എന്ത് ചെയ്യും? നിങ്ങളൊരു സജഷൻ പറയടേ. ചായ പിന്നെ കുടിക്കാമല്ലേ? ആരെയും തമിഴിലെ സൂര്യ ഇഷ്ടമാണ്. സൂര്യയും സൂര്യയുടെ ഭാര്യയും ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഒന്നും പറയണ്ട. CM വിജയെക്കുറിച്ച് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. പ്രൊട്ടസ്റ്റ് പങ്കെടുത്തു എന്ന് പറഞ്ഞ് കുറേ തൈക്കിളവിമാർ. സുന 50 വയസ്സ്, ജാൻമണിയും 60, മെഹർ 30. ശാരിക സന്ദീപിനെ അറസ്റ്റ് ചെയ്ത ന്യൂസ് എടുത്തു വെച്ച് കുറേ വ്യൂസ് നേടുന്നുണ്ട്. ഇനി ഷെഫീനയെ അറസ്റ്റ് ചെയ്യിപ്പിക്കുന്ന ഭീഷണി. യൂസ് വാട്ടർ പ്രൂഫ് ലിഫ്റ്റ്. ഓക്കെ. സ്ട്രോ ഇട്ട് കുടിക്ക് ഷെഫി. നല്ല സൂപ്പർ ഐഡിയ ആണല്ലോ. ലിപ്സ്റ്റിക് ഷെയ്ഡ് ഏതാ ചേച്ചി? ഇത് ഷുഗർ 8. എന്നെ അറിയുമോ? സഫ്വാൻ കത്തി. ഇല്ല, അറിയില്ല. ഹായ് മാം, സുഖല്ലേ? സുഖം. എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു പ്രിൻസി. ഇത്ത കടപ്പുറം ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ അണ്ണാക്കിൽ സ്ട്രൈക്ക് അടിച്ചോ? ഹസ്ബൻഡ് ആൻഡ് വൈഫോ? കടപ്പുറമോ? അത് വെപ്പാട്ടനും വെപ്പാട്ടിയാണ്. ഹൗ ക്യാൻ യു സേ ദാറ്റ്? ഇറ്റ്സ് നോട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ദേ ആർ വെപ്പാട്ടൻ ആൻഡ് വെപ്പാട്ടീസ്. നോട്ട് ഓൺലി സ്ട്രൈക്ക്. നല്ല ഫസ്റ്റ് ക്ലാസ് കേസാണ് കൊടുത്തിരിക്കുന്നത്. പോലീസായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. സെയിം പിഞ്ച്. സൂര്യ ജ്യോതിക കട്ടിയ ഫൺ. എക്സാക്ട്ലി. ടെസ്റ്റ് ചെയ്യാം. എൻ്റെ ലിപ്സ്റ്റിക്ക് പോകരുത്. പറയുന്നവർ പറയട്ടെ, പക്ഷെ വല്ലാണ്ട് പറയുമ്പോൾ ഒന്നങ്ങോട്ട് കൊടുക്കണം മണ്ടയ്ക്ക്. നമ്മൾ പറഞ്ഞാൽ അതൊരു റീച്ചാണ്. അതാണ് ഉദ്ദേശം. ഞാൻ അതല്ല കണ്ടത്. ഞാൻ കണ്ടത് എന്താണെന്നറിയാമോ? ഞാൻ അവർക്കൊപ്പം ഇല്ല, എന്നെ അവർക്കൊപ്പം ചേർത്ത് പറയരുത് എന്നൊക്കെ പറഞ്ഞ കുറേ കാളകുടങ്ങളെയാണ്. അവക്കോ വിവരമില്ല. എനിക്ക് ആരൊക്കെ കൂട്ടുണ്ട്, എനിക്കൊരു ബറ്റാലിയൻ പിറകിൽ നിൽക്കുന്നുണ്ട് എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണയിൽ പല കോപ്പും പറയുമ്പം ഞാൻ അതിനകത്തില്ല എന്നെ പറയണ്ട എന്നൊക്കെ ഡീസൻസി ചമഞ്ഞ് അവളുടെ വീഡിയോ എടുത്ത് വെച്ച് പബ്ലിസിറ്റി കൊടുത്ത് അവൾക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്ന ആ പ്രത്യേകതരം കുതന്ത്രം എനിക്ക് മനസ്സിലായില്ല എന്നാണ് ധരിക്കുന്നതെങ്കിൽ, ഞാൻ അന്ന് സന്ദീപിൻ്റെ ജാമ്യം കഴിഞ്ഞപ്പോൾ പറഞ്ഞൊരു വേർഡുണ്ട്. ആ വേർഡേ എനിക്ക് പറയാനുള്ളൂ. അപ്പോഴും മനസ്സിലായിക്കോളൂ. എനിക്ക് ഭയങ്കര വെറുപ്പാണ്. എനിക്കിനി നാളെ റേഷൻ മുട്ടിയുണ്ടോ? വെറുപ്പം കൂടെ കയറിയിട്ടേ റേഷൻ മുട്ടി. ചോദിക്കുകയും ഫോട്ടോ ഇട്ടിട്ടുണ്ടല്ലോ. മീൻസ് സ്ലീവ്ലെസ് പോലത്തെ ഡ്രസ്സ് ഇട്ടുണ്ട്. മിസ്റ്റീരിയസ്. സ്ലീവ്ലെസ് ഡ്രസ്സ് ഇടുന്നതിലൊന്നും ഒരു കുഴപ്പവുമില്ല. ജട്ടിയിട്ടുണ്ട് നിൽക്കുന്നതാണ് പ്രശ്നം. സ്ലീവ്ലെസ് ഡ്രസ്സ് ഇട്ടൊന്നും പറഞ്ഞാൽ ഇവിടെ ആരും ഒന്നും പറയാറില്ല. ഞാനും സ്ലീവ്ലെസ് ഡ്രസ്സൊക്കെ ഇടാറുണ്ട്. ഹൈവാ, നല്ല ഫൺ തന്നെ. കാപ്പി കൂടെ കടിയില്ല. ഇല്ല ചേച്ചി, എനിക്ക് ഇഷ്ടം. തെറ്റ് ചെയ്യുന്നവർ ഇങ്ങനെ തന്നെ പറയണം. അതാണ് നിങ്ങൾ പറഞ്ഞ റീച്ചാണ്. അതവർക്ക് അറിയണം. അതുകൊണ്ടാണ് മണ്ടയ്ക്ക് കൊടുക്കാൻ വന്നാൽ എണീക്കരുത്. അവരൊക്കെ ഒന്നും ഒഴിവാക്കി. ഇനി റീച്ച് കിട്ടില്ല മോളെ നിനക്ക്. എടാ പോടാ മുറിയാ, വായന കേൾക്കാതെ. ഹായ് ഷെഫി. ഹായ്. ഈ ശാരിക പണ്ട് പതിവ്രത എന്ന് 2 ലക്ഷം എപ്പിസോഡ് പോയ സൂര്യ TV സീരിയലിൽ ഹീറോയിൻ ആയിരുന്ന ക്യാരക്ടർ നൈം പ്ലക്കം. ഇപ്പോൾ ഒതുങ്ങി എന്ന് പറഞ്ഞാൽ ഒതുങ്ങിയത് അവളെ അച്ഛൻ. എവിടെ ഒതുങ്ങായി? എന്നെ ഒതുക്കാനും മാത്രമുള്ള ആംബിയർ എന്ന 6 കൂട്ടങ്ങൾക്ക് ഇല്ല. പ്ലക്കമ്മ വാസ് സെൽഫ് പ്രൈസിങ് സെയിം ഷീസ് വെൽ എഡ്യൂക്കേറ്റഡ്. പിന്നെ എഡ്യൂക്കേഷൻ നമ്മൾ കാണുന്നുണ്ട്. ഷിഫിൻ, ഐ ലവ് ദ വീഡിയോ യു ഡിഡ് അബൌട്ട് ഹൗ എ വിഡോ ഷുഡ് ബി. ഐ ഓൾവേസ് തിങ്ക് ഓഫ് നവാസ് wife Rehana Pavam. Never seen her smiling face after his death. Yeah, true.
അപ്പോൾ ഫോറിൻ മോഡൽസൊക്കെ ജെട്ടിയിട്ട് നിൽക്കുകയാണോ? അപ്പോൾ അതെന്താ റിയാക്ട് ചെയ്യാത്തത്? നിന്റെ അമ്മച്ചിക്ക് ജെട്ടിയിട്ട് നിൽക്കാനാണ് താല്പര്യം. നിന്റെ അമ്മച്ചി ജെട്ടിയിട്ട് നടുറോട്ടി കൊണ്ട് നടത്തണം. നിന്റെ ഉമ്മ അടുത്ത് പറ, വെള്ളിയാഴ്ച പള്ളി കൂടുമ്പം ഉമ്മ അടുത്ത് അവളിട്ട് അതേ വേഷം ഇട്ടുകൊണ്ട് പള്ളിയിൽ മുമ്പ് പോയി നിൽക്കാൻ പറ. എങ്ങനെ ഉണ്ടാവും റിയാക്ഷൻ എന്ന് നോക്ക്. ഞാൻ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഇന്ത്യൻ വംശജരായ ഉമ്മ വാപ്പാക്ക് പറഞ്ഞതാണ്. ഞാൻ വിദേശത്ത് പോയി പഠിച്ചാലും വിദേശത്ത് 22 വർഷം ജീവിച്ചാലും എൻ്റെ ഉമ്മാം വാപ്പ എന്ന് പറയുന്നത് ഈ നാട്ടിലുള്ളവരാണ്. ഈ നാടിൻ്റെ സംസ്കാരം സൂക്ഷിക്കുന്ന സ്ത്രീയാണ്. ആ ഈ സംസ്കാരം എനിക്കുണ്ട്. ഇച്ചിരി നമുക്കിപ്പോൾ ചൂടൊക്കെ കൂടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇച്ചിരി പോലെ ഒരു ഫ്രീ ലൂസ് ഉള്ളതിട്ട്, കുറച്ച് സ്ലീവ് കാണുന്നതിട്ട്, സ്ലിറ്റ് ഉള്ളതിട്ട്, അതൊന്നും ഒരു മാറ്റർ അല്ല. ഡ്രസ് ഷുഡ് ബി കവേർഡ്. അല്ല, ഞാനൊരു മെറ്റീരിയലാണ്, എന്നെ ആർക്ക് വേണമെങ്കിലും കളിക്കാമെന്ന് നിന്റെ ഉമ്മയുടെ അതേ താങ്ങ് എനിക്ക് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വരും. നിന്റെ ഉമ്മക്ക് താല്പര്യമായിരിക്കും വെള്ളിയാഴ്ച പള്ളിയിൽ അവിടെ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് അവിടെ പോയി നിന്നിട്ട് ഇതുപോലെ പറഞ്ഞാൽ മതി. അപ്പോൾ ആളുകൾ എന്ത് പറയുമെന്ന്, പോയി ഉടുപ്പിടാൻ പറയുമോ, എനിക്ക് കളിക്കാൻ പറ്റാൻ വരത്തില്ലെന്നോ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഓക്കെയാണ്. എനിക്ക് അങ്ങനെ ഒരു പെണ്ണിമ്പിളെ കണ്ടാലും ഞാൻ പറയും. അപ്പോൾ ആരായിരുന്നാലും ആര് ചെയ്താലും ഞാൻ പറയും. നിന്റെ ഉമ്മാക്ക് അത് താല്പര്യമാണെങ്കിൽ നീ വെള്ളിയാഴ്ച പള്ളി കറക്റ്റ് സ്പോട്ട് ഞാൻ പറയാം. നീ നിന്റെ നാട്ടിലെ വെള്ളിയാഴ്ച പള്ളിക്ക് അവരിങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയത്ത്, പള്ളി പിരിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് നിന്റെ ഉമ്മച്ചിക്ക് അതേ ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ട് നീ അവിടെ കൊണ്ടുവന്ന് നിർത്തും. കാണട്ടെ 4 ആൾക്കാർ. സ്വാതന്ത്ര്യമൊക്കെ വരണ്ടേ, പാഷനൊക്കെ വരണ്ടേ? ആ പാഷൻ അങ്ങോട്ട് വരട്ടെ. എന്തേ 1-ാം ജെട്ടി ഇവിടെ ലോഡട്ട് അരുത് പോരുത്. ഉവൈസേ, ഇത് പറഞ്ഞപ്പോൾ ഉവൈസിന് ഇത്രയും ദേഷ്യം വന്ന ഉവൈസേ? അതെന്തിനാ ഉവൈസ്? ഞാൻ കാര്യമായിട്ടല്ലേ ഡേ നോക്കടേ, ഉവൈസ് ഫൗൾ പ്ലേ കളിക്കുന്നത്. ഉവൈസ് എന്തുമാത്രം തെണ്ടിത്തരമാണ് എഴുതി വെച്ചിരിക്കുന്നത്, എന്തൊരു തെറിയാണ് എഴുതി വെച്ചിരിക്കുന്നത് നോക്കി. ശിവനെ ഇതൊക്കെ വായിക്കാൻ കൊള്ളാവുന്ന തെറിയാണ്. അപ്പോൾ നിന്റെ ഉമ്മച്ചി ആ ഉടുപ്പിടുമെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് ഇത്രയും തെറി വായിൽ വന്ന് അല്ലേ? അവർ ഒതുങ്ങി പറയുന്നത് മൂപ്പിക്കുവാണെന്ന് അവർ പറയാൻ വേണ്ടിയെന്നാണ് കവിത. അത്രയേ ഉള്ളൂ. ഒന്ന് പോയേടി, നീ നിൻ്റെ വീട്ടുകാരുടെ കാര്യം നോക്കിയാൽ മതി. എടാ, ഇത് നിനക്ക് ബാധകമല്ലേടാ? ഇത് എൻ്റെ ചാനലിൽ ഞാൻ സംസാരിക്കുന്നിടത്ത് നീ വന്ന് വർത്തമാനം പറയുമ്പം നിനക്കിത് ബാധകമല്ലേ? ഞാൻ നിൻ്റെ വീട്ടുകാരനാണോ? ആരെങ്കിലും ആണോ? അയൽവക്കത്തുണ്ടാ? ഇല്ലല്ല. പിന്നെ നീ എന്നെ ആളവൻ എവിടെ വന്നേ? ഓക്കെ ന്യൂസേ, എന്തോന്ന് ഉമ്മടുത്ത് ഉടുപ്പിടാനാ? പിന്നെ ഉമ്മടുത്തല്ല പിന്നെ ആരെടുത്ത് പറ്റും? അപ്പം അവൻ ദയാ സുജിത്തിനെ ആരെയല്ലാലോ അവളെ വിൽക്കാൻ ആണ് സുന സപ്പോർട്ട് ചെയ്യുന്നതെന്ന്. ചേച്ചി, ഞാൻ അമ്മയ്ക്ക് വിളിച്ചത് എന്തിനാ? ഇന്ത്യയിൽ ജനിച്ചത് എങ്കിലും മീൻസ് തലമുറ അപ്ഗ്രേഡ് ആവാൻ. ഞാൻ മഞ്ജു പിള്ളയുടെയും മോളുടെയും ഫാനൊന്നുമല്ല. അല്ല മിസ്റ്റീരിയസ്, ഞാൻ എവിടെയാണ് അവൻ്റെ അമ്മയ്ക്ക് വിളിച്ചത്? നമ്മൾ അമ്മയ്ക്ക് എങ്ങനെയാണ് വിളിക്കുന്നത്? തക്കാളി മോനെ, എരുമമുണ്ട മോനെ, ലവലാതി മോനെ, നിന്റെ അമ്മയുടെ ഫ്ലവർ. ഇപ്പം അവൻ എന്നെ വിളിച്ചില്ലേ? ഇപ്പം അവൻ എൻ്റെ അടുത്തൊന്ന് ഇത്രയും വർത്തമാനം പറഞ്ഞപ്പോൾ ഇപ്പം അവൻ പച്ച തെറി എഴുതി വെച്ചില്ലേ? അതൊക്കെയാണ് തള്ളക്കി വിളി എന്ന് പറയുന്നത്. ഞാൻ തള്ളക്കി വിളിയല്ല പറഞ്ഞത്. നിങ്ങൾ ആ വസ്ത്രത്തിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വസ്ത്രം ഇട്ടുകൊണ്ട് നിങ്ങളുടെ അമ്മച്ചിമാരെ അവിടെ കൊണ്ടുവന്ന് നിർത്ത്. നാട്ടുകാരും അതിനെ എഗൻസ്റ്റ് പറയുന്നില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോയിന്റ് ഞാനും വന്ന് നിന്നാൽ പോരെ? അത് അമ്മയ്ക്ക് പറച്ചിലായിട്ടാണ് നിങ്ങൾക്ക് തോന്നിയത്? ഞാൻ എൻ്റെ ഉമ്മാക്ക് എന്തായാലും ആ വേഷം ഇട്ട് കൊടുക്കത്തില്ല. ആ വേഷം ഇട്ടുകൊണ്ട് എൻ്റെ ഉമ്മയെ ഞാൻ എവിടെ അങ്ങനെ ഉണ്ടോന്ന് നടത്തത്തില്ല. എൻ്റെ പെമ്മക്കളെയും ഞാൻ ചെയ്യത്തില്ല. ജനറേഷൻ എന്ന് പറയുന്നത് എന്തുവാണ്? തുണി ഊരി കളയുന്നതാണോ ജനറേഷൻ? ഈ വിഷയം ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയതല്ലേ? വന്ന് ചൊറിഞ്ഞാൽ ഞാൻ മറുപടി പറയുന്ന സ്ത്രീയാണ്. എനിക്ക് മറുപടി ഉണ്ടേ. ഞാൻ മിണ്ടാതിരുന്ന പനി പിടിച്ചത് കൊണ്ട് മിണ്ടാതിരുന്നാണ്. എനിക്ക് ഓരോരുത്തർക്കും മറുപടി ഉണ്ട്. ഒരാളെ ഞാൻ വെറുതെ വിട്ടിട്ടില്ലല്ലോ. പിന്നെ ഈ കിഡ്സ് എന്നൊക്കെ അവകാശപ്പെടുന്ന കുറെ തൊട്ടി പെണ്ണുങ്ങൾ ഇൻസ്റ്റയിൽ കിടന്ന് കുരച്ച താഴത്തെ രോമം വടിച്ചുകളയുന്ന രോമം, അത്രേ ഉള്ളൂ. അതല്ലാതെ എനിക്ക് അതിനകത്തൊരു അഭിപ്രായവും ഇല്ല. പിന്നെ കേച്ചു കൊടു വേണ്ടെന്നാരാ വിളിക്കേ? കൊടുക്ക്. ഇപ്പൊ ഇത്രയും കൊടുത്തില്ലേ? അതുപോലെ ഉള്ളൂ. എന്താണെങ്കിലും നിലത്ത് ചവിട്ടി നില്ല്, അത്രേ പറയാനുള്ളൂ. നിലം ചവിട്ടി നിൽക്കി. ദയാ സുജിത്ത്, അവൾക്കിപ്പോൾ ഒരു വീഡിയോ ഇടാൻ വയ്യ. അനുകൂലിച്ചവരൊക്കെ അടിയിൽ പോയി അവളെ വിമർശിക്കുക. ഷെഫീന പറഞ്ഞത് കുറഞ്ഞു പോയി എന്നൊക്കെ കമൻറ്റ് കണ്ടപ്പോൾ ഒരു പുളക. ഞാൻ നോക്കാനേ പോയിട്ടില്ല കേട്ടാ. കണ്ട അവനെ പറഞ്ഞപ്പോൾ ഉടനെ അവന് എടാ ഇതാണ് നിന്റെയൊക്കെ കുഴപ്പം. എടാ നീയൊക്കെയാണ് എത്ര വൾഗറായിട്ട് എത്ര വൃത്തികെട്ട രീതിയിൽ അപരാധ വർത്തമാനം എഴുതുന്നു എന്നുള്ളത് ഇത് തെളിവാണ്. ഞാൻ നല്ലതായിട്ടല്ലേ സംസാരിച്ചത്? ഞാൻ നന്നായിട്ട് സംസാരിച്ചിട്ട് നിന്റെയൊക്കെ വർത്തമാനം ഇതാണ്. ഇത് ഞാൻ പറഞ്ഞാൽ നിനക്കൊക്കെ എന്തൊരു ഫീലിങ്ങാ? പറഞ്ഞ ഭാഷ ശരിയല്ല, പറഞ്ഞ കാര്യം ശരിയാണ്, അത് ശരിയല്ല, അവരുടെ ഭാഷ ശരിയല്ല. ഇതൊക്കെയല്ലേ നിന്റെയൊക്കെ വർത്താനം? ഇതിനൊക്കെ എന്ത് മറുപടിയാടാ തരണത്? നീ നിന്റെ മകളുടെയും നിന്റെ തള്ളയുടെയും കാര്യം നോക്കിയാൽ നിന്റെ അടുത്തും എനിക്ക് അതേ പറയാനുള്ളൂ. നീ നിന്റെ കാര്യം നോക്കണം, നിന്റെ തള്ളയുടെയും നിന്റെ മകളുടെയും കാര്യം നോക്കണം. നീ എൻ്റെ കാര്യം നോക്കാൻ വരുന്നത് എന്തിനാടാ? പന്ന മോനെ, എന്തിനാടാ വരുന്നേ? നീ ഇവിടെ നിന്നതിനെ ഞാൻ തെറി വിളിക്കും. വെറുതെ ബാക്കി ഇരിക്കുന്നവർക്ക് ആ ബുദ്ധിമുട്ട് വേണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ. തരാളെ ഞാൻ തന്നിട്ടാണേ വിട്ടത്. നിങ്ങളാണ് ശരി, എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഒന്ന് പോണം. ആ വഴി പോകുമ്പോൾ എന്തായാലും കയറണം. എൻ്റെ അമ്മയായിരിക്കും. ഒരു ഡ്രസ്സ് ഇടുന്നതിന് അതിൻ്റേതായ സ്ഥലമുണ്ട്. മോഡലിങ്ങിന് അങ്ങനെയാണ് ഡ്രസ്സ് ഇടുന്നത് എന്ന് പറഞ്ഞ് പള്ളിയിൽ പോകുമ്പോൾ അങ്ങനെ പോകണമെന്ന് പറയുന്നത് അത് രണ്ടും രണ്ടല്ലേ?
അങ്ങനെ രണ്ടായിട്ട് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്കത് രണ്ടായിട്ട് തോന്നുന്നില്ല. ഈ പറയുന്ന വസ്ത്രം അവൾ അവിടെ ഇട്ടിട്ട് ആ മോഡലിംഗ് സ്റ്റേജിൽ മാത്രം ഉപയോഗിച്ചിട്ട് അവൾ അതും കൊണ്ടിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഫാഷന്റെ ബേസ് ചെയ്തിട്ടുള്ള മാഗസീനിൽ ആ ചിത്രം വന്നാലും കുഴപ്പമില്ല. ഞങ്ങൾ ആരും അത് കാണത്തില്ല. ഞങ്ങൾ പാഷനാണെന്ന് പറഞ്ഞ് നാളെ പോയി മാഗസീൻ കാണാറില്ല. ഫാഷൻ ഷോ ഉള്ള പിന്നെ ചാനലുണ്ട്, ഞങ്ങൾ അതിനകത്തൊന്നും കയറി നോക്കാറില്ല. പക്ഷെ ഇൻസ്റ്റാഗ്രാം എല്ലാവരും ഉപയോഗിക്കുന്ന ഒരിടത്തേക്ക് അത് വന്നു, ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അത് വന്നു. അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, അത് ഇനിയും പറയും, ഇനിയും പറയും. ഞാൻ പറഞ്ഞ കോണ്ടസ്റ്റ് ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളെ മെറ്റീരിയലൈസ് ചെയ്യില്ലെന്നു. വിഷ്ണു, ഞാൻ എൻ്റെ കമന്റ് കണ്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. മെറ്റീരിയലൈസ് ചെയ്യില്ലെന്ന്. അത് ഞാനിപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. എന്നെ ആ രീതിയിൽ ഒരുത്തം നോക്കി അടിച്ച് ഞാൻ പൊട്ടിക്കും. എന്നെ അമ്മാതിരി ഒരുത്തം നോക്കണ്ട, എനിക്കത് ഇഷ്ടമില്ല. ഞാനൊരാണിനെ കണ്ടിട്ട് കൊള്ളാം കേട്ടോ, ഇവനുമായിട്ട് നിന്ന് പ്രോഗ്രാമിക്കണം എനിക്ക് തോന്നുന്നില്ലല്ലോ. അപ്പൊ തിരിച്ചാ തോന്നൽ ഇങ്ങോട്ട് വരണ്ട, വന്നാൽ അടിയുള്ളൂ. എനിക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ലപോലെ വീശി അടിച്ച് പൊട്ടിച്ച് ഞാൻ വിടും. അത് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് അവർക്കത് താല്പര്യമാണെങ്കിൽ അവർ കൊണ്ടുവരുന്ന വിൽക്കട്ടെന്നേ. ഇപ്പൊ റെഡ് സ്ട്രീറ്റിൽ എത്രയോ പെണ്ണുങ്ങൾ നിൽക്കുന്നു. നമുക്ക് അവരുടെ അടുത്തൊക്കെ പോയിട്ട് വേദാന്തം പറയാൻ പറ്റുമോ? ഒരു കേൾക്കുമോ? ഒരനുസരിക്കുമോ? ഇല്ല. പക്ഷെ എന്ത് ചെയ്യും? ഈ പറയുന്ന ഭാഗത്ത് പുഴു വരും. ആ പുഴു വരുന്ന സമയത്ത് വാസവദത്ത ഇരുന്നുകൊണ്ട് ബുദ്ധന്റെ അടുത്ത് പറഞ്ഞ കണക്കുള്ള ചരിത്രങ്ങൾ പറയും. അന്നേ ഇവർക്കത് മനസ്സിലാവൂ. ഈ പുഴു ബാക്കിയുള്ളവർക്ക് പകർന്നും കൊടുക്കും. സിമ്പിളാണ്. അപ്പൊ താല്പര്യമില്ല, സ്കിപ്പ് ചെയ്ത് പോരെ? അതങ്ങനെ പറ്റത്തില്ല, സ്കിപ്പ് ചെയ്താൽ പറ്റത്തില്ല, അങ്ങനെ പറ്റത്തില്ല. മാത്രമല്ല, അതിൻ്റെ താഴെ വന്ന് ആരോ കമന്റ് ഇട്ടു. ആ കമന്റ് എടുത്ത് വെച്ചിട്ടാണ് അവര് ചരിത്രകാരന്മാരെ അധിക്ഷേപിച്ചത്. അതിനാണ് മറുപടി കൊടുത്തത്. നിങ്ങൾ എത്ര വളച്ചൊടിച്ചാലും ഞാൻ പറഞ്ഞ പോയിന്റ് ഞാൻ ഉറച്ചു നിൽക്കുന്നു. ആ ഒരു കാര്യത്തിൽ ഞാൻ ഒരു 100 വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. കാരണം നിങ്ങൾ അഡമന്റ് ആയിട്ട് ഷെഫീന ബിബി റോങ് എന്ന് പറയാൻ നിൽക്കുകയാണ്. അത് ഞാൻ ജന്മകാലത്ത് സമ്മതിച്ചു തരത്തില്ല. മനസ്സിലായോ? ആ വിഷയത്തിൽ ഞാൻ ഉറച്ചു തന്നെ നിൽക്കുന്നത്. ചരിത്രകാരന്മാരെ കളിയാക്കിക്കൊണ്ടുള്ള അവളുടെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ്. അത് തിരുത്താൻ പറ. ഞാനതിലേ പറഞ്ഞ ഇത് ഞാൻ കോടതിയിൽ ബാധിക്കുന്നേ. ചുമ്മാ അങ്ങ് വിടുമെന്നാ വിചാരിക്കണേ? കേസ് കൊടുക്കട്ടെ, ഞാൻ അവിടെ വാദിച്ചോളാന്നേ. അവിടെ ഞാൻ കൊണ്ടുവരാന്നേ വിധി. അത്രയല്ലേ ഞാനല്ലേ ധൈര്യമായിട്ടല്ലേ പറയുന്നത്. പിന്നെന്തുവാ? മൂക്കിക്കേറ്റിക്കളെ, പിച്ചിക്കളയും, മാന്തിക്കളയും, അത് ചെയ്തളയും, ഇത് ചെയ്തളയും. ഒരു അഡ്വക്കേറ്റ് തന്നെയാണോ 10-14 ദിവസം റിമാൻഡിൽ അവിടെ കിടന്നത്? ഈ നിയമങ്ങളെല്ലാം അറിയുന്ന ഒരുത്തം തന്നെയല്ലേ രാഹുൽ ഈശ്വർ. ഈ വക്കീൽ എന്നൊരു പദവി, അഡ്വക്കേറ്റ് എന്നൊരു പദവി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാം തികഞ്ഞവരെന്ന് വിചാരിക്കരുത്. ഗുമസ്തരെ കൊണ്ട് പറ്റുന്ന അത്രയും വക്കീലന്മാരെ കൊണ്ട് പറ്റാറില്ല. അതൊരു കോമൺ സെൻസ് ആണ്, മനസ്സിലാക്കിക്കോ. ഹായ് സ്മിത, തെങ്ങ് കയറാൻ വരുന്നുണ്ട്. എനിക്ക് നിങ്ങളുടെ ധൈര്യം ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങളെ പോലെയുള്ളവർ വേണം. എന്തുമാത്രം സൈബറിങ് ചെയ്തു അവർക്ക് ഒരു കാര്യം. അതല്ലേ, എന്തെങ്കിലും ഒരു പോയിന്റ് കിട്ടി അത് വെച്ചിട്ട് അതിലിങ്ങനെ അടമൻ്റായിട്ട് നിന്ന് ഞാൻ അത് തന്നെ പറഞ്ഞ് അതിൽ തന്നെ നിന്ന് അതിനെ ബേസ് ചെയ്തിട്ട് അതൊക്കെ നീ വേറെ ആളെ നോക്കി. ഇതിനേക്കാൾ വലിയ ചർച്ചയും ഇതിനേക്കാൾ വലിയ പിന്നെ ആർഗ്യുമെന്റ്സ് ഒക്കെ ഇവിടെ വന്നവർക്ക് മലരെ മാത്രം പറയാനുള്ളത് ഷെഫീന പറഞ്ഞേ പോവുള്ളൂ. ഷെഫീനായ ഇന്റർവ്യൂവിന് വിളിക്കാനും അല്ലെങ്കിൽ പ്രോഗ്രാമിന് വിളിച്ചു വെച്ചിട്ട് ഉണ്ടാക്കാനും ഒക്കെ പ്രതീക്ഷിക്കുന്നവർ അതൊക്കെ അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. അത്തരം ഒരു കളികളും ഇവിടെ ഇറക്കാൻ പറ്റത്തില്ല. പിന്നെ ഇവരാരെയും പോലെ ഒരു അട്രാക്ഷൻ കിട്ടുന്ന സ്ഥലത്തേക്ക് പോയിട്ട് ക്യാമറ ഉള്ള സ്ഥലത്ത് പോയി സമരത്തിന് ഇറങ്ങിയിരിക്കുന്ന ആളുമല്ല ഞാൻ. അങ്ങനത്തെ താല്പര്യമൊന്നും ഉള്ള ആളുമല്ല. അതാണ് ഇവർക്കൊക്കെ ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുള്ളത്. ആശുവിന്റെ കാര്യം നോക്കിയാൽ പോരെ? ഇറ്റ്സ് ജസ്റ്റ് മോഡൽ, ഇറ്റ്സ് ജസ്റ്റ് മൈ തിങ്, വൈ യു ആർ ഇന്റർഫിയറിംഗ് ഇൻ മൈ മാറ്റർ? യു ഗെറ്റ് ലോസ്റ്റ്. നീ നിന്റെ കാര്യം നോക്ക് പോ. തുണി ഊരിക്കുന്ന പെണ്ണുങ്ങൾക്ക് തുണി ഊരി നടക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്, സമ്മതിച്ചേ. നിങ്ങൾക്ക് കുറെ ആക്ടിവിസ്റ്റുകളും കുറെ റിയൽ ഫെമിനിസ്റ്റുകളും സപ്പോർട്ട് പറഞ്ഞില്ലേ? നിങ്ങൾ തുണി ഊരിക്കുന്നേ. കണ്ടാൽ കല്ലെടുത്ത് എറിയാന്നുള്ളത് കേരളത്തെ സംസ്കാരം. കേരളത്തിലുള്ളവരാണെങ്കിൽ അപ്പോഴേ കല്ലെടുത്ത് എറിഞ്ഞ് പറ്റിച്ചേരും. വേണമെങ്കിൽ പരീക്ഷിച്ചു നോക്ക്. ഈ കോണാൻ എടുത്തുകൊണ്ട് ഈ റോട്ടിൽ കൂടെ ഇറങ്ങി നടക്കാൻ പറ്റുന്നവര് വാ. ഇന്റർവ്യൂ ഒന്നും കൊടുക്കാൻ താല്പര്യമില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് പറയാനുള്ളത് നമ്മുടെ ചാലിക്കൂടി നമ്മൾ പറയുന്നുണ്ട്. അത് എടുത്തുകൊണ്ട് പോകേണ്ടവർ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഞാൻ അതിനകത്തൊന്നും ഒബ്ജക്ഷൻ പറയുന്നില്ലല്ലോ. എടുത്തുകൊണ്ട് പോകുന്നവർക്ക് എടുത്തുകൊണ്ട് പോകാം. അതുകൊണ്ട് പറയാനുള്ളത് നമ്മൾ ഈ ചാനലിൽ ഇരുന്നുകൊണ്ട് പറയും. പിന്നെ എന്നെ എടുത്ത് വെച്ച് വൃത്തികേടുകളും തെറികളും വിളിച്ചവരൊക്കെ മിണ്ടാതിരുന്നെന്നും പറഞ്ഞാൽ സൂഹിക്കല്ലേ. 354 ഉണ്ട്, അത് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി ആക്കി വെച്ചിട്ടുണ്ട്. ഓരോരുത്തർക്ക് ലൈനിൽ നിന്ന് ഇനാം വാങ്ങിച്ചാൽ മതി. ലൈൻ നിന്ന് വാങ്ങിച്ചോണം ഇനാം. ഹായ് ചേച്ചി, ഹായ്. മോശമല്ലേ ദേവനന്ദ? ഇവിടെ ഒത്തിരി പേര് ഒന്ന് സ്ലഡ് ഷെയിം ചെയ്യുന്നുണ്ടല്ലോ. അതുപോലെ ആ വേഗത്തിൽ അങ്ങനെയൊന്നും വന്നത് തന്നെയാണ്. അതിപ്പോൾ വന്നപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? എനിക്കിപ്പോൾ എന്നെ തൂക്കിക്കൊല്ലണമെന്ന് തോന്നുന്നുണ്ടോ? സ്ലഡ് ഷെയിം ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട്. സ്ലഡ് ഷെയിമിന് അർഹിക്കുന്ന ആളുകൾ അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റൂ? അർഹതയുള്ളവർക്ക് അതല്ലേ കൊടുക്കാൻ പറ്റൂ? സലാം, എന്താണ് വിശേഷങ്ങൾ? നല്ല വിശേഷം. ടിന ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് കേട്ടായിരുന്നോ? അവൾ പറയുക, ഫോട്ടോസൊക്കെ കുറേ പേർക്ക് അയച്ച് എന്നിട്ട് ക്യാഷ് വാങ്ങിയെന്ന്. തന്നവർ അങ്ങനെയാണ് ഞാൻ വീടൊക്കെ വെച്ചത്, അത് അറിഞ്ഞില്ലേ? അവളടുത്ത് ആദ്യം MDMA അടിച്ചതിൻ്റെ ശരിയായ ബില്ല് കൊണ്ടുവന്ന് കാണിക്കാൻ പറ. MDMA അടിച്ച് കൂക്കി കിടക്കുന്ന അവളടുത്ത് ഇതിപ്പോൾ ഞാൻ കണ്ടതാണ്. അവൾ സിഗരറ്റ് വലിച്ച് ഊതി കയറ്റി വിടുന്നത് ഞാൻ കണ്ടതാണ്. അത് MDMA ആണെന്നൊന്നും എനിക്ക് ഭാഗമില്ല. പക്ഷെ അത് കൃത്യമായിട്ട് ഒരാളുടെ വീട്ടിനകത്ത് പോയി വാങ്ങിച്ചു, എടുത്ത് വലിച്ചു, കൂടെ നിൽക്കുന്നവരെ വലിക്കാൻ നിർബന്ധിച്ചു എന്നും പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള അലിഗേഷൻസ് ആദ്യം പ്രൂഫ് ചെയ്യാൻ പറ. ഞാനിപ്പോൾ ആർക്കെങ്കിലും തുണിയൊക്കെ കാണിച്ചു കൊടുക്കേ ഫോട്ടോ അയച്ചു കൊടുക്കേ ഒക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ അങ്ങനെ കംപ്ലൈൻറ്റ്
കംപ്ലൈന്റ് ഉള്ളവർ, ഇപ്പം ഞാൻ പൈസ വാങ്ങി ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസ വാങ്ങിയവർ വന്ന് കംപ്ലൈന്റ് ചെയ്യട്ടെ. എനിക്കെതിരെ അങ്ങനെ ആരെങ്കിലും പരാതി തന്നിട്ടുണ്ടോ? എന്നാൽ അവർ പറയട്ടെ, അവരോട് ഞാൻ കാര്യം പറഞ്ഞാൽ പോരെ. എത്രയൊക്കെ പറഞ്ഞാലും കേരളത്തിൽ ഇങ്ങനെ ചിലതുണ്ട്. മറ്റുള്ളവരുടെ ഡ്രസ്സിങ് കണ്ടിട്ട് അവരെ നോക്കുന്നവർ. ശരിയാണ്, ഞങ്ങളൊക്കെ ഇവിടെ ജീവിച്ചിരുന്നല്ലേ പറ്റൂ. ഇപ്പം നിങ്ങളെയൊക്കെ പോലെ തുണി ഊരിക്കൊണ്ട് ഓപ്പൺ സെക്സ് നടത്തി MDMA അടിച്ച് നടക്കുന്നവരെ മാത്രം ജീവിക്കുന്ന കാലഘട്ടമല്ലല്ലോ. ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അധികാരാവകാശം ഇല്ലേ? നുണ പറയില്ല പ്ലീസ് ഒന്ന്. എന്താ മാറി, ഞാൻ എന്ത് നുണ പറഞ്ഞിട മാറി? അരോമൽ ദിയാസുനെയാണോ അതോ രണാസുനെയാണോ? അയ്യ, അതിന് കീച്ചലാണ്. കിഴിച്ചലും കിളിച്ചലും മനസ്സിലായ? ആംബിയർ ഉള്ളവരൊക്കെ നേരിട്ട് വാടേ. അഡ്രസ്സുകൾ തന്നിട്ടില്ലേ? നിങ്ങൾ നേരിട്ട് വാ. നിങ്ങൾക്ക് മോളുണ്ടോന്ന്? ഉണ്ട്, ഒരു 6 കുട്ടികളുണ്ട്. മതിയാവും അമൃത? ആവശ്യ കുട്ടികൾ. അമ്മ ഞാനാണ് ഇവിടെ വന്നിരുന്ന അതല്ലേ കുരയ്ക്കുന്നേ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ അതിന് മറുപടി കൊടുക്കുന്നില്ല. മറുപടി കൊടുക്കാറുന്ന പ്രശ്നം കഴിഞ്ഞല്ലേ. ആ വിഷയം നമ്മൾ വിട്ടിട്ടല്ലേ നിൽക്കുന്നേ. അവർ വന്ന് സംസാരിക്കുന്നുണ്ടല്ലേ, അത് ചൊറിച്ചിൽ മാറൂലമ്മ. വിറ്റകൾ നല്ലോലെ പ്രതീക്ഷിച്ച് ഇതോടെ അങ്ങ് തീർത്ത് കെട്ടി എന്ന്. ഞാൻ ഒന്നാമത്തെ കാര്യം ഞാൻ എന്തെന്നറിയാമോ, കൂടെ നിൽക്കുന്നവർ, മനസ്സിലാക്കിയവർ എല്ലാവരും പറയുന്നു, അതുകൊണ്ട് ഞാനും പറയുന്നു എന്ന് പറഞ്ഞെടുത്തൊരു ഷോക്കുണ്ട്. മനസ്സിലായോ? നമ്മൾ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യില്ല എന്ന് പ്രതീക്ഷിച്ചവര്, എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കാത്തവർ നമുക്കൊപ്പം കട്ടയ്ക്ക് നിന്നത്, അതൊരു തിരിച്ചറിവാണ്. ആ ഒരു തിരിച്ചറിവ് എനിക്ക് ഉണ്ടാക്കി തന്നു എന്നതിനപ്പുറം ഇതിനേക്കാൾ വലിയ വെള്ളിയാഴ്ച വന്നില്ലേ അമ്മോ. കൂടെയുള്ള അമ്മയ്ക്ക് അറിയത്തില്ലേ ഇതിനേക്കാൾ വലിയ ഇഷ്യൂസ് വന്നില്ലേ? എന്തുവായിരുന്നു വെറ്റുകളെല്ലാം കൂടെ? എന്തുവായിരുന്നു അത്? ഞാൻ പിന്നെ മിണ്ടാതെ ഇരുന്നെങ്കിലും പറയാം. ഹസ്ബൻഡിൽ ശരീരൻ്റെ പിക്ക് ഉണ്ടെന്ന് അവർ പറയുന്നു. നല്ല കാര്യമല്ലേ, അതൊന്ന് പബ്ലിക് ചെയ്യാൻ പറ. അവളുടെ അടുത്തൊന്ന് പബ്ലിഷ് ചെയ്തിടാൻ പറ. ജാൻമണി മോദി അശ്ലീലം പറഞ്ഞു, അതാരും കണ്ടില്ലേ, എന്തുകൊണ്ടാരും അതിൻ്റെ കാര്യം പറയുന്നു? അത് അവരെന്തോ ആക്ഷൻ എടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അശ്ലീലമല്ലല്ലോ പറഞ്ഞത്, തന്തയില്ലെന്നല്ലേ. അത് അശ്ലീലമായിട്ട് വരത്തില്ല, തന്തയ്ക്ക് വിളിച്ചതാ. ഭാഗ്യലക്ഷ്മി ഡബിൾ ഡാഡി സിൻഡ്രം മഞ്ജുമോളെ പറഞ്ഞപ്പോൾ ഒരു ന്യായം, പേളിയുടെ കാര്യം വേറൊരു ന്യായം. അതിനൊരാളുടെ ഡ്രസ്സിങ് വെച്ച് അയാളെ പറ്റി എങ്ങനെയൊക്കെ പോടെ ഏതാ കടപ്പുറം കക്കൂസ് എല്ലാ ദിവസവും ഷെഫീനെ പറയുന്നത്, എനിക്കൊന്നും പിടികിട്ടുന്നില്ല. ലൂസ് മാതിരി. അത് വെപ്പാട്ടനും വെപ്പാട്ടിയാണ്, ഹസ്ബൻഡ് വൈഫും അല്ല. പണ്ട് എൻ്റെ വീട്ടിൽ ജോലിക്ക് വന്നതാണ്, വീട്ടു ജോലിക്ക് കൊണ്ടുവന്നതാ. അവസാനം അവിടെ നിന്ന് തിന്ന് പെനത്ത് കൊരുത്തപ്പോൾ എനിക്കെതിരെ പറഞ്ഞാൽ വ്യൂ കിട്ടുമെന്ന് പറഞ്ഞ് ചാടി ഇറങ്ങിയതാ. എൻ്റെ വീട്ടിൽ ജോലിക്ക് നടത്തുക ചാച്ചി, എനിക്ക് ആരുമില്ല ചാച്ചി. എൻ്റെ ഉണ്ടാ വോയിസ് വേണം ഞാൻ പബ്ലിഷ് ചെയ്യാം. ചാച്ചി എന്നെ സഹായിക്കണേ ചാച്ചി, എനിക്ക് ആരുമില്ല ചാച്ചി, ഞാൻ വീട്ടിൽ എനിക്കൊരു ഇച്ചിരി ശമ്പളം തന്നാൽ മതി ചാച്ചി, എൻ്റെ മക്കളെ സംരക്ഷിക്കണേ ചാച്ചി എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ള അവിഹിതം ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ചൊരുപ്പാണ് കാണിക്കുന്നത്. കേരളത്തിൽ അങ്ങനെ ചിലതും ഉണ്ട്. എത്രയൊക്കെ പറഞ്ഞാലും മനസ്സിലാകാതെ കണ്ട ആണുങ്ങൾക്ക് വേണ്ടി വെള്ളം ഇറക്കാൻ മക്കളെ വിട്ടുകൊടുക്കണം, സ്വന്തം ശരീരം കാണിക്കുന്ന ചിലർ. നീ ഏതിലാശു? തട്ടം ഇടാറില്ല. ഇടയ്ക്കിടും, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. എപ്പോഴും ഒന്നും ഇടത്തില്ല. ചിലപ്പോഴൊക്കെ ഇടും, പുറത്തൊക്കെ പോകുമ്പോൾ ഇടും. ഏതാ പെണ്ണോ കറുത്ത ചങ്ങായിയാണ്. അതൊരു വലിയ ചരിത്രമാണ്. ഒരു പെങ്കൊച്ചുണ്ട്, കടപ്പുറത്ത് തന്നെയുള്ളൊരു കുട്ടിയുണ്ട്, സുലേഖ. 3 കുട്ടികളെയും കൊണ്ട് തൊഴിലുറപ്പിന് പോയി ജീവിക്കുന്ന ഒരു പാവ സ്ത്രീ. രണ്ടും കൂടെ അവളെ പറ്റിച്ചതാ. അവരുടെ വീഡിയോയൊക്കെ എടുത്ത് ഞാൻ പബ്ലിക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് കലിപ്പ്. നമ്മളുള്ള കാര്യം വിളിച്ച് പറയുമല്ലോ. നിങ്ങൾ സത്യം പറയുന്നു, അതുകൊണ്ട് ഇങ്ങനെ. വേറെ കുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ കാര്യം നോക്ക്. നിനക്ക് തന്തയും തള്ളയുണ്ടോ? ഉണ്ടെങ്കിൽ നീ അവരുടെ കാര്യം നോക്ക്. നീ ഇങ്ങോട്ടൊന്നും എൻ്റെ ഉണ്ടാക്കാൻ വരണ്ട. മകളുണ്ടോ എന്ന് കുറേ നേരം ചോദിച്ചപ്പോഴേ നീ കുണം പറയാൻ തന്നെ മനസ്സിലായത്. നീ ഒരു കാര്യം ചെയ്യും, ഈ പറയുന്ന രീതിയിലുള്ള ഡ്രസ്സ് കിട്ടുകൊണ്ട് പോലെ അവിടെ പോയി നില്ല. നിനക്ക് ഇഷ്ടംപോലെ കസ്റ്റമറിനെ കിട്ടും. സംഘടിപ്പിച്ച് കൊണ്ടുവന്നാൽ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇതുപോലത്തെ കോണാനൊക്കെ കൊടുത്ത് അവിടെ പോയി നിന്നാൽ ഇഷ്ടംപോലെ കസ്റ്റമറെ കിട്ടും. നീ കുറച്ച് പേരെ വീട്ടിലോട്ട് കൊണ്ടുപോകും, നിൻ്റെ അമ്മച്ചിനും കൂടെ കൊടുക്കും. എന്നിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഗ്രൂപ്പായിട്ട് ചെല്ല്. പിണറായി ആയാലും മോദി ആയാലും ആളുകൾ അവരെ പറയുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. നമുക്കൊക്കെ അവരെ പോലെ ആകാൻ പറ്റും. ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ അവർ. വായന ഹോബിയാണോ? വായന ആർക്കെങ്കിലും ഹോബിയാവുമോ? വായന അതൊരു ഇഷ്ടമല്ലേ, അത് ഹോബിയൊന്നുമല്ല, താല്പര്യമാണ്. ജുബൈലിയ ഇല്ല. ഇവറ്റുള്ള വിചാരം എന്താണെന്നറിയാമോ? ഇവർ കുറച്ച് പേര് അങ്ങോട്ട് പച്ച തെറി വിളിച്ചാൽ ഇത് വിളിക്കുന്ന തെറികൾ വേണം കേൾക്കാൻ. ഇൻബോക്സിലൊക്കെ എന്തോരം തെറികളെ കൊണ്ടുവന്ന് ഇടുന്നതെന്നറിയാമോ? ജൻചി. ഷെഫിക്ക് ജാസിയുടെ പോലെ ഉള്ള വല്ല പറഞ്ഞുണ്ടോ പാടുന്നു? തന്തയ്ക്ക് വിളി കേൾക്കാൻ കുറേ പേര് വരുന്നു. എന്തുവാ ഈ വരുന്നവരിങ്ങനെ? അതൊന്നും പറയേണ്ട അഞ്ചത്തെ. ഡെയിലി നമ്മൾ ഏത് ഇത് തുടങ്ങിയാലും അപ്പടി വരും, പാഞ്ഞു പറഞ്ഞു ഇങ്ങോട്ട് വരും. നമ്മളെല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, എല്ലാം നമ്മൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ അറോണിയിട്ട് പിന്നെ ആ ഒരു ലൂപ്പ്, അത് വൃത്തികെട്ട ലൂപ്പാണ്. അതിനകത്തേക്ക് ഞാൻ താല്പര്യപ്പെടുന്നില്ല, അതുകൊണ്ടാണ്. ഈ ഗ്ലാമർ ഡെസ്സിൻ്റെ പേരിൽ സൂയിസൈഡ് ചെയ്ത കുറേ ആക്ട്രസ് ഉണ്ട്. പറയുന്നതിൽ കാര്യമുണ്ട്. ഷെഫീന എന്ന് പറഞ്ഞാൽ അവളുടെ ചാന വളർത്തണ്ടേ? അവൾ വളർത്തിക്കൊണ്ട് വരട്ട്. അത് ഒറ്റ ദിവസം പൊളിഞ്ഞങ്ങ് കയ്യിൽ പോയാൽ പോരെ.
വൈറ്റ് ഫർദ ഉണ്ടോ ഷെഫി? ഇല്ല, ഞാൻ ഫർദയൊന്നും ഉപയോഗിക്കാറില്ല. എന്തിനാ ഫർദയൊന്നും ഉപയോഗിക്കാറില്ല ഞാൻ. ഏതൊരു വൈറ്റ് ഡ്രസ് ഇട്ടിട്ടുള്ള ഒരു റീലാണോ? അത് എൻ്റെ ഉമ്മ കൊണ്ടുവന്ന് ഒരു തട്ടമാണത്. അത് അവരൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു തട്ടം, അത് കൊണ്ടുവന്നൊന്ന് ഇടുമെന്ന് ചോദിച്ചു. അത് അവരുടെയൊക്കെ ഒരു ലൂപ്പുണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ഞാൻ തട്ടം ഇടുന്നതിന്, ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് ഇടുന്നതിനോടൊരു താല്പര്യം. നമ്മുടെ വീട്ടിൽ നമ്മൾ 3 പെണ്ണുങ്ങളിൽ ഇളയവൾ മാത്രമേ അങ്ങനത്തെ വസ്ത്രം ഉപയോഗിക്കൂ. ഞങ്ങളാരും ഫർദയുടെ ഫാൻസ് അല്ല, താല്പര്യമില്ല. നീ ഇല്ലല്ലോ വീഡിയോ ചെയ്യുന്ന ആളല്ലേ? സീരിയസ്ലി ടോപ്പിക്കൊക്കെ സൂപ്പറാണേ, എടുക്കുന്നതും നീ പറയുന്നതും ഒക്കെ സൂപ്പറാണ്. പക്ഷെ പ്രശ്നം എന്താണെന്നറിയാമോ? ഭയങ്കര ലാഗാണ്. ആ ലാഗിങ് ഇല്ല എങ്കിൽ കിട്ടുകാഴ്ചയാണ്. ഞങ്ങൾ 2 സ്പീഡ് ഇട്ടാണ് കാണുന്നത്. അതാണ് ഒരു പ്രശ്നം, വേറെ ഒരു കുഴപ്പമില്ല. ലൈവ് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ വന്നിട്ട് ഭയങ്കരമായിട്ട് തെറി വിളിക്കും. ഇവറ്റോടൊക്കെ എപ്പോഴും ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. ഇവർക്കൊക്കെ ഒരു 50-60 ഫേക്ക് ഐ ഡികൾ തന്നെ ഉണ്ടാവും. നമ്മൾ മൊബൈലിൽ തന്നെ ഒരു 10-60 ഫേക്ക് ഐ ഡി ഇവർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഒന്നിന്ന് വിട്ട് അടുത്തേക്ക് കയറി, അടുത്തേന്ന് വിട്ട് അടുത്തേക്ക് കയറി മത്സരിച്ച് വരും. എൻ്റെ യൂട്യൂബിലെ ലൈവിൻ്റെ ഒരേ ഒരു പ്രത്യേകത നമ്മൾ ഇങ്ങനെയുള്ള കുറേ എണ്ണത്തിന് ഞാൻ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്, ദൂരെ കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവർക്ക് അതിനകത്തൊന്നും അധികം കിടന്ന് ഉണ്ടാക്കിയിടാക്കില്ല. പിന്നെ കൂടുതലൊക്കെ എഴുതിയിട്ട് ഞാൻ വായിക്കാറുമില്ല. അതാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള തെറികളൊക്കെ ഉണ്ടെങ്കിൽ ഇനി വായിക്കാറേ ഇല്ല. ഞാൻ പൊഴിത്തി അവസാനം അല്ല, സീരിയസ്ലി ഭയങ്കര ലാഗാ. ഇച്ചിരി സ്പീഡായിട്ട് പറഞ്ഞെങ്കിൽ നല്ല രസം ഉണ്ടായിരുന്നു. അത് ഇൻഷോട്ടൊക്കെ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്താൽ മതി, ശരിയാവും. തടപ്പൊക്കെ വൾഗറായി വരച്ച് അതിനെ ആക്ഷൻ എടുക്കണം. ബിക്കോസ് ഡ്രസ്സിങ് വൾഗറാണ്. യു മസ്റ്റ് ടേക്ക് ആക്ഷൻ. എൻ്റെ പൊന്നിയുള്ള ഒരു 16 കേസ് ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. ഇനി പോലീസുകാർക്ക് എന്നെ കാണുമ്പോൾ തന്നെ പറയാം അടുത്ത് എന്തുവാന്ന്. അപ്പം ഞാൻ അങ്ങോട്ട് കൊണ്ട് ചിലപ്പോൾ നിവേദനം വാങ്ങിക്കുന്നതാണെന്നാണ് അവരെൻ്റെ പരാതി വാങ്ങിച്ചെടുക്കുന്നത്. അമ്മാതിരിയാണ്. ഓരോന്ന് പേപ്പർ വർക്ക് ആക്കി വരാൻ ഞാൻ പെടുന്ന പാടറിയാമോ. ഹായ് പവീസ്, ഹായ് മഴ്സി, തെറിക്കുത്തരം മുറിപ്പത്തൽ, ഐ ലവ് യു റിപ്ലേസ്. താങ്ക് യു റുബി. ശരിയാക്കാം, ആദ്യമായിട്ടല്ല. ഓക്കെ. എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ വിളിച്ചാൽ മതി. എൻ്റെ നമ്പറില്ലേ, കോൾ ചെയ്താൽ മതി, പറഞ്ഞുതരാം കേട്ടോ. സപ്പോർട്ടൊക്കെ ചെയ്ത് ഒന്ന് ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ എനിക്കെതിരെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ട് എന്നെ പച്ചതെറി വിളിക്കണം. അതാണ് ട്രെൻഡ്. ഒത്തിരി പേർക്ക് എന്നെ സഹായിച്ചിട്ടുണ്ട്. പൂച്ച വെറ്റി കിടക്കുന്ന ചാനൽ വരെ എടുത്ത് നന്നാക്കി അത്യാവശ്യം പൊക്കി കൊണ്ടുവരുമ്പോഴത്തേക്ക് ആദ്യം പറയും നിങ്ങൾ ശരിയല്ലെന്ന്. എൻ്റെ അനുഭവം അതാണ്, ഞാൻ ശരിയല്ലെന്ന് പറയും. അതുവരെ ചേർത്ത് നിൽക്കും. എങ്ങനെയും ഒന്ന് റീച്ചായി ഒരു 10K ഒക്കെ ആയി കഴിഞ്ഞാൽ ആദ്യം എനിക്കിട്ട് തെറിയരും. അതാണ് ട്രെൻഡ്. നമ്മൾ ആർക്ക് എന്ത് നല്ലത് ചെയ്താലും അത് തന്നെയാണ്, അവർ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. അത് എത്രയോ കാലമായിട്ട് ഞാൻ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. ദാറ്റ്സ് ഇറ്റ്. ഇപ്പം മൈൻഡ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ശരിയാക്കാം, അത് മനസ്സിലായി. ക്യാരി ഓൺ. ഞാൻ കുറേയൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മീൻസ് നമ്മുടെ ഗ്രൂപ്പിലേക്ക്. ബൈ ദ വേ, എനിക്ക് ഗ്രൂപ്പൊക്കെ ഉണ്ട് കേട്ടോ, വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്. ഈ വാട്സപ്പ് കൂട്ടായ്മയൊക്കെ ഉണ്ട്. എനിക്ക് അത്യാവശ്യം നല്ല സൗഹൃദങ്ങളുണ്ട്. നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ മനുഷ്യരും ഉണ്ട്. അത് യൂട്യൂബേഴ്സ് അല്ല കേട്ടാടി. പ്ലക്കമ്മേ. നീ വിചാരിക്കുന്ന കണക്ക് വജൈന പവറൊന്നും അല്ല അത് അത്യാവശ്യം ജെന്യുവിനായ അക്സെപ്റ്റൻസ് ഉള്ള മനുഷ്യർ കൂടെ നിൽക്കുന്നതാണ്. അവരെനിക്കൊപ്പമുണ്ട്. ഈ ഭാഗ്യലക്ഷ്മിയെ പോലുള്ള 3rd ക്ലാസ്സുകളെയും കൂട്ടിയിട്ടാണ് നടക്കുന്നത്. ഈ മറ്റേ അതിജീവിതയുടെ ഏറ്റവും വലിയ പരാജയം എന്താണെന്നറിയാമോ? ഇതേപോലെ 3rd ക്ലാസ്സുകളെ ട്രസ്റ്റ് ചെയ്തതാണ്. ഇവളുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കിക്കോ. അവസരം കിട്ടിയവളൊക്കെ പല കോലങ്ങളും കാണിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് ഇതൊക്കെ. ബട്ട് ആ പിക്കൽ ക്ലീവേജ് ഒക്കെ കാണുന്നുണ്ട്. വി ഹേറ്റ് ടു സീ ദാറ്റ്. ഈവൻ വരച്ചത് മോശമാണ്, ഒരു മോഫിങ് പോലെ. അതാ പറഞ്ഞ് അത് നിങ്ങൾക്ക് തന്നെ പരാതി അയക്കാമല്ലോ. യു ക്യാൻ. നിങ്ങൾ അവരുടെ ആ ഐ ഡിയുടെ ലിങ്ക് എടുത്തിട്ട് ആ ലിങ്ക് വെച്ചിട്ട് പിന്നെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അയക്കാം. ഓൺലൈൻ അയക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ആക്ഷൻ എടുക്കുന്നത്. ഇവിടെ നമ്മൾ കൊണ്ട് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ആക്ഷൻ എടുക്കുന്നത് ഓൺലൈൻ ത്രൂ അയക്കുന്നതാണ്. അവർക്ക് മസ്റ്റ് അതിന് റിപ്ലൈ ചെയ്തേ പറ്റുള്ളൂ. സോ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പരാതി പറയാം. നിങ്ങളുടെ ഐഡൻറ്റിറ്റി അവർ റിവീൽ ആക്കുകയുമില്ല. അത് ചെയ്യാണ് വേണ്ടത്. ചേച്ചി ഇഷ്ടമാണുള്ള കാര്യം ആരും പേടിക്കാതെ പറയും. താങ്ക് യു. ഇല്ല, നമ്മൾ അങ്ങനെ പറയാം. അങ്ങനെയൊക്കെ തന്നെ എല്ലാവരും പറയുന്നത്. ഷെയർ മറക്കില്ല. ആണോ? താങ്ക് യു. അംശിത് എന്താ കല്യാണത്തിന് ഫുഡാ? കല്യാണത്തിന് ഫുഡ് അതെന്തോ ഇത്? ഈ പകരത്തിന് പകരം നമ്മൾ പറഞ്ഞു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമുക്ക് പിന്നെ ഒരു ആക്ഷൻ എടുക്കാൻ ഒക്കത്തില്ല. പകരത്തിന് പകരം നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ എന്താണെന്നറിയാമോ? അതുങ്ങൾ വിചാരം അടങ്ങിയെന്നു അല്ല, നമ്മൾ നിയമപരമായി നേരിടുന്നതാണ് അത്. അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ചുമ്മാ ആയിരുന്നു അങ്ങ് തെറി വിളിച്ചോണ്ടിരിക്കുക. ഇവൾ ഈ അടുത്തിടയ്ക്ക് വേറെ ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്താൽ ഇവളെ കൊണ്ട് പറ്റിയ ഇന്നലെയൊക്കെ തള്ളി മറിയുന്നു. ആപ്പീസ് ഉണ്ടോ? എന്തൊരു അണ്ടി ആപ്പീസാ? അണ്ടിയെല്ലാം പോണാ നീ പറങ്ങാണ്ടിയതെല്ലാം പോണാടി. അണ്ടി ആപ്പീസുകാരി പ്ലക്കിങ്ങിന് ആളെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഷെബീനയുടെ ശത്രുക്കൾ വന്ന് പ്ലക്ക് ചെയ്ത് തരുമെന്ന് വിചാരിച്ചിട്ടാണ്. പ്ലക്കമ്മേ. ഓക്കെ ശരി ഷെബീത്ത ഹായ്. നല്ല മഴയായിരുന്നല്ലേ? ഇപ്പം അതൊന്നുമില്ല. രഞ്ജിനി ഹരിദാസാണ്. ജാൻമണി ഞാൻ കണ്ടിരുന്നു.
അതിനകത്ത് ഒറ്റയ്ക്ക് എടുത്ത് വെച്ച് തിരിച്ചൊരു മറുപടി കൊടുക്കാനും മാത്രം അർഹത രണ്ടിനും ഇല്ല. അവർ രണ്ടുപേരും പറഞ്ഞ ഒരു കാര്യത്തിലാണ് എനിക്ക് ചിരി വന്നത്, സെക്ഷൽ ഫ്രസ്ട്രേഷൻ എന്ന്. 2 പെറ്റ എനിക്ക് സെക്ഷൽ ഫ്രസ്ട്രേഷൻ. അത് അംജിത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ അംജിത്? 2 പെറ്റ ഞാൻ സെക്ഷൽ ഫ്രസ്ട്രേഷനാണ്. ഈ 2 എണ്ണത്തിന് മാപ്പിള എന്ന ഒരുത്തിക്ക് ജന്മകാലത്ത് അങ്ങനെ ഒരു സാധനം കിട്ടാൻ പോകുന്നില്ല. മറ്റവള് ലോകപ്രോട് തരികട കള്ളം കുടിച്ച് കിടക്കുന്ന ഒരു MDMA കുക്കി. ശരി ചേച്ചി, ഞാൻ ചേച്ചിയുടെ ഒരു ബിഗ് ഫാനാണ്. മഞ്ജുപിള്ളയുടെ കാര്യത്തിൽ നടത്തിയ പ്രതികരണം കുറച്ച് കൂടിപ്പോയി എന്ന് തോന്നി. എന്നൊഴിച്ചാൽ ബാക്കി എല്ലാ കാര്യത്തിലും ഫുൾ സപ്പോർട്ട്. താങ്ക് യു. ദേഷ്യം വന്ന് പിടിച്ചാക്കിയിട്ടില്ല എന്ന് കേട്ടിരുന്നാൽ പറയുന്ന കാര്യങ്ങളിൽ കാര്യമുണ്ട്. ആണ് അശ്വതി. കുരുപ്പുകളി പറ്റിച്ചവരെ കൊണ്ട് മനുഷ്യന് സത്യം പറയാൻ വയ്യ. നീ തള്ളക്ക് പൊതുവെള്ളത്തിൽ നിന്ന് നല്ലോണം തല്ലുകൊള്ളാൻ ചാൻസ് ഉണ്ട്. നോക്കിയിരുന്നോ പിപ്പി? നീ അങ്ങനെ കാത്തിരുന്നോ? നിനക്ക് അങ്ങനെ ധൈര്യം ഉണ്ട്, ആമ്പയറുണ്ടെങ്കിൽ നീ അതൊന്ന് ചെയ്ത് കാണിക്കും. എവിടെ വരേണ്ടതെന്ന് പറ. പിന്നെ പൊതു തലത്തിൽ നീയൊക്കെ ഒന്ന് തൊട്ട് നോക്കടി. അപ്പം കാണണ്ട, മനസ്സിലാവും. നിന്നെ കണക്ക് ഒളിച്ചും പാത്ത് നടക്കുന്ന ആളല്ല ഞാൻ. അയ്യടാ, അങ്ങ് ഭയങ്കര ചപ്പനങ്ങളങ്ങ് കാണുകയാണ്. ചപ്പനങ്ങളാ. കഫീലിൻ്റെ മോൻ്റെ കല്യാണം, അതിൻ്റെ വീഡിയോ ലൈവ് ആക്കാൻ. ഓക്കെ. അതൊക്കെ അവരുടെ അടുത്ത് ചോദിച്ചിട്ട് വേണേൽ ചെയ്യാൻ. അവസാനം ഒരു കംപ്ലൈൻറ്റ് അടിക്കും. ഉണ്ടായിരുന്നോ? രഞ്ജിനി ഈസ് പ്രൊമോട്ടിങ് ടു വിയർ സച്ച് ഡ്രസ് മോർ. അതൊന്നുമല്ല, ആ ഡ്രസ്സ് അവർ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. അതല്ല അവരുടെ വിഷയം. അവരുടെ വിഷയം ഇപ്പോഴത്തെ ഷെഫീന ബീവിയാണ്. അതൊരു ഗ്രൂപ്പാണ്. അത് ഗ്രൂപ്പായിട്ട് നിന്നിട്ട് ചെയ്യുന്നതാണ്. ഒന്ന് ബിഗ് ബോസിലേക്കുള്ള ആ ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ ഇവന്മാരെല്ലാവരും ഉണ്ട്, ഇവരെല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ടാർഗറ്റ് ചെയ്തിട്ട് അങ്ങോട്ടങ്ങ് ആക്കുന്നതാണ്. അത് അവരുടെ തോന്നലാണ്. ഈ ബിഗ് ബോസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കോവർ കഴുതകൾ എല്ലാവരും കൂടെ ചേർന്ന് ഷെഫീന ബീവി അങ്ങ് മൂക്കി പിടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിൽ പരം ഒരു മണ്ടത്തരം വേറെ ഇല്ലെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇത് ഇവർ എത്ര ദിവസം ഒളിച്ചു വെക്കും? ഇവരുടെയൊക്കെ റിയാലിറ്റി പബ്ലിക്കിലേക്ക് വന്ന കാര്യമാണ്. അതിനകത്ത് നമ്മുടെ ആൾക്കാരും കാണുമല്ലോ, അവരും നമ്മളെടുത്ത ഇൻഫർമേഷൻ പാസ് ചെയ്യുമല്ലോ 100%. നമുക്കറിയാവുന്ന കാര്യമാണ്. പിന്നെ അതെന്താ, MDMA കൂക്കിയെ ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ഇറങ്ങിയതാണ്. MDMA കൂക്കിയുടെ ഒറിജിനാലിറ്റി ഞാൻ പബ്ലിക്ക് കൊണ്ട് തന്നില്ലേ? കല്ലമ്പലത്തുള്ള അവളുടെ കെട്ടിയവൻ്റെ വീട്ടുകാർ വന്ന് കാര്യം പറഞ്ഞില്ലേ? ഇവൾ ഇന്നൊന്നരയല്ല ഈ കഞ്ചാവ് അടിക്കാൻ തുടങ്ങിയ, കാലങ്ങളായി കഞ്ചാവ് കൽപ്പനയും കഞ്ചാവടിയാണെന്ന് ആ കുടുംബം വന്ന് പറഞ്ഞില്ലേ? അതിനപ്പുറം ഇനി എന്തുവാ തെളിവല്ലേ നമ്മൾ കൊണ്ടുവച്ചത്? അതേപോലെ സജിന വന്ന് പറഞ്ഞു, സജിന നൂറ് എന്ന് പറഞ്ഞു. എല്ലാവരും സജിന നൂറ് പറഞ്ഞതിനെ എടുത്തു വെച്ച് അങ്ങോട്ട് കൊടുക്കാമെന്ന്. ഞാൻ മാത്രമേ ഉള്ളൂ സജിന നൂറ് പറഞ്ഞ ഈ പോയിന്റിൽ പിടിച്ചത്. അപ്പം സ്വാഭാവികമായിട്ട് അവളുടെ കള്ളത്തരം വെളിയിലേക്ക് വരും. ഇവൾ വിചാരിച്ച് സജിനെ അങ്ങ് കയറ്റാന്ന്. സജിനെ കയറിയതോ കയറി, പക്ഷേ ഇവക്കുള്ളത് കൊടുത്തിട്ട് അവൾ കയറിയത്. അവസാനം വീട്ടിലത്തേക്ക് പോലീസ് വന്ന് റെയ്ഡ് നടത്തുമ്പോൾ മദ്യക്കുപ്പി കിട്ടി. അപ്പോൾ കള്ള് കുടിക്കുന്നതാരാ? ഈ വൃത്തികേട് കഴിക്കുന്നതാരാ? MDMA ഉപയോഗിക്കുന്നതാരാ? നമ്മുടെ വീട്ടിൽ നിന്നല്ലല്ലോ ഇതൊന്നും കിട്ടിയത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു റെയ്ഡോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഇതുവരെ ഇല്ലല്ലോ. നമുക്ക് അങ്ങനെ യാതൊരു കോൺടാക്റ്റും ഇല്ല. നമ്മളിപ്പോൾ ഒരാൾക്കെതിരെ ഒരു പരാതി കൊടുക്കുക നോക്കിയാൽ സച്ചിൻ കേസ് അവർ സെർച്ച് ചെയ്യും, 100% സെർച്ച് ചെയ്യും. പക്ഷെ സെർച്ച് ചെയ്യുമ്പോൾ ഒന്നും കിട്ടാതിരിക്കണം, അതാണ് മാന്യത. പക്ഷെ ഇവരുടെ വീട്ടിൽ പോയി സെർച്ച് ചെയ്തപ്പോൾ കള്ളുപ്പി കിട്ടിയേക്കുന്നു. അപ്പോൾ അതെവിടുന്ന് കിട്ടി? അമ്മയും മോനും മാത്രം താമസിക്കുന്ന ഫ്ലാറ്റിൽ നിന്ന് എങ്ങനെ കിട്ടി കള്ളുപ്പി? ഒന്നീല അമ്മ കുടിക്കണം, അല്ലെങ്കിൽ മോൻ കുടിക്കണം. ആരാ കൂച്ചേ? ഇവക്ക് വേണ്ടിയിട്ട് വക്കാലത്തും പറഞ്ഞുകൊണ്ട് വരുന്ന ഈ നാറിയൊക്കെ അറിയാൻ പാടില്ലാത്തത്, ഇവളെ പോലെ ഒരു ദലാലിനെ ചുമന്നുകൊണ്ട് നടക്കുന്നവർക്ക് ഭാവിയിൽ കിട്ടാൻ പോകുന്നത് എന്താണെന്ന് കാത്തിരുന്ന് കണ്ടോളി. എന്നും എക്കാലത്ത് എല്ലാവരും സക്സസ് ആവൂല. നുണകൾ ജയിച്ച ചരിത്രമേ ഇല്ല. അത് മനസ്സിലാക്കിക്കോ. നീ എത്ര മുക്കിയാലും നിന്നെ ഒന്ന് ബിഗ് ബോസിലേക്ക് വിളിക്കില്ല. നീ വെറും തറ പോക്കേഴ്സ്. താങ്ക് യു അശ്വിനി. എന്നെ ഇപ്പോൾ ബിഗ് ബോസ് വിളിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹവുമില്ല. ഇനി അവരെന്നെ വിളിച്ചാലും ഞാൻ പോകാനും പോകുന്നില്ല. അതറിയുന്ന നീ എഴുതിയിട്ടത്. ഞാൻ ബിഗ് ബോസിൽ പോകാൻ മുക്കാനും തുണി വെക്കാനും ഒന്നും പോകാറില്ല. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെയൊക്കെ തുണി വെക്കൊക്കെ പോകുന്നവരുണ്ടാവും. എനിക്കിപ്പോൾ അവിടെ പോയി എന്നെ ഒന്നും പ്രൂഫ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ കോളേജ് ഡേയ്സിലോ സ്കൂൾ ഡേയ്സിലോ ഒന്നും ഒരു കോമ്പറ്റീഷനൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഞാനെന്ന വ്യക്തി ഇതാണ് എന്ന് കാണിക്കാനായിട്ട് ഇതുവരെയും പോയിട്ടില്ല. എനിക്ക് എന്നെ നന്നായിട്ട് അറിയാം. അവിടെ പോയി കാണിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഞാൻ ഇത്തയുടെ ലേഖനമാണ്. എൻ്റെ പൊന്നു ഷെഫീന ചേച്ചി, ബിഗ് ബോസ് വിളിക്കാതിരുന്ന അത്രയും നല്ലതെന്ന് കുട്ടിക്ക്. അതാണ് നല്ലത്. വെറുതെ പോകേണ്ട ഒരു കാര്യവുമില്ല. ഞാൻ പോകത്തില്ലെന്ന്. ബിഗ് ബോസിൽ പോകണം, പക്ഷേ സ്ക്രിപ്റ്റ് ആണെങ്കിൽ പോകരുതെന്നാണ് എൻ്റെ. ഇല്ലല്ലല്ല, ബിഗ് ബോസിലേക്ക് ഞാൻ ഒരിക്കലും പോകത്തില്ല. അത് ഞാൻ മുമ്പേ പറയുന്നതാണ്. ഇവരൊക്കെ പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ എന്നെ കൊണ്ടുവന്ന് വെക്കും, ഇങ്ങനെ പറയുന്നതാണ്. ഞാൻ പോകുമെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ മക്കളെ കാണാതിരിക്കത്തില്ല എന്നുള്ളത് തന്നെയാണ് അന്നും എന്നും പറയുന്നത്. മക്കളെയും കൂടെ വിടും. നമ്മൾ 3 പേരും കൂടെ പോകാനാണെങ്കിൽ ഓക്കെ, ഞാനും പിള്ളേരും കൂടെ അതിനകത്ത് പോവുകയാണെങ്കിൽ ഓക്കെ. അങ്ങനെയാണ് നമ്മൾ ആലോചിക്കും. ഞാൻ വൈകിയോ? കുറച്ച്. ഹായ് അബ്രഹാം. സജിനായി വെള്ള പൂശുകയാണ് താങ്കളുടെ ജോലി. അത് ഞാൻ ചെയ്യേണ്ട കാര്യമുണ്ടോ? എന്തോ സജിനയെ ഞാനെന്തിനാ വിളിപ്പിക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്തോ? ആ ചോദ്യം തന്നെ റോങ് അല്ലേ? ആ സ്ത്രീ ചെയ്തത് എന്താണോ അതിൻ്റെ ഇതെന്താണെന്നൊക്കെ ഒരുപാട് പേരെടുത്ത് വെച്ച് പറയുന്നില്ലേ? ഞാനും കൂടെ പറയേണ്ട കാര്യം എന്താ? എനിക്ക് അവരെ വിളിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. അവരെ കറപ്പിക്കേണ്ട കാര്യവും എനിക്കില്ല. ഞാൻ ഈ ടോക്സിക് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടൊക്കെയാണ് സംസാരിച്ചിട്ടുള്ളത്. 2 സുഹൃത്ത് ബന്ധങ്ങളിൽ ഈ കാണിക്കുന്ന ചെത്തണ്ടി തരും. അത് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സജിനയെ ഞാൻ വിളിപ്പിക്കുന്നതായിട്ട് തോന്നി, അതൊക്കെ നിങ്ങളുടെ താല്പര്യം. അപ്പോൾ നിങ്ങൾ പറയുന്ന കണക്ക് ചിന്തിക്കുന്ന കണക്ക് ഞാൻ സംസാരിക്കണമെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെതായ അഭിപ്രായം ഉണ്ടാകത്തില്ലേ? ബിഗ് ബോസ് ഇത്രയും ഭയങ്കര സംഭവമാണ്. ഇത്രയും തല്ലിപ്പൊളി പ്രോഗ്രാം വേറെ ഇല്ല. ബിഗ് ബോസിൽ പോകരുത്. പോയവർക്കൊന്നും ഭാവിയില്ല ചേച്ചി.
ചെറിയ വരെ പണിയില്ല. സ്ക്രിപ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ പോകാതിരിക്കുന്നതാണ് ബുദ്ധി. കാരണം ഒന്ന് എവിടെയെങ്കിലും പതറിയാൽ അത് ആയുധമാക്കാൻ കുറേ പേരുണ്ട് പുറത്ത്. അങ്ങനെ പേടിയൊന്നുമില്ല. ബിഗ് ബോസിലൊന്നും പോയിട്ട് നമ്മളായിട്ടിരിക്കും. അത് വെളിയിലുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടാകത്തില്ല, വെറുപ്പുണ്ടാകാം, അതൊക്കെ സ്വാഭാവികമാണ്. അങ്ങനത്തെ പേടിയൊന്നും എനിക്കില്ല. പക്ഷേ താല്പര്യമില്ല. എക്സ്ക്യൂസ് മീ, എന്താ ലേറ്റ്? എന്താ ഇത് ചൂടാക്കേണ്ടി വരും എന്ന് തോന്നുന്നു. ഓക്കെ, ലവ് യു. ലക്കമായി ബിഗ് ബോസിൽ അനുമോളെ ട്യൂൺ ചെയ്യാൻ നോക്കിയതാ. അനുമോൾ അവളെ റിജക്റ്റ് ചെയ്തു. അതൊക്കെ നമ്മൾ ഒരുപാട് റിയാക്ഷൻ വീഡിയോയിൽ കൂടെ പറഞ്ഞതാണ്. സുന ഡബിൾ സ്റ്റാൻഡ് ഫേക്കാണ് എന്ന് നിങ്ങൾക്ക് അറിയാം. പേളി BBയിൽ കഴിഞ്ഞ പിന്നെ സുന പറ്റി മൈൻഡ് കൂടെ ആക്കാറില്ല. ബട്ട് പേളി അൺഫോളോ ക്യാമ്പയിനിൽ എല്ലാവരും ഒന്ന് ബട്ട് സുന ഇപ്പോഴും പേളി ഫോളോ ആക്കിയിട്ടുണ്ട്. വായിച്ചെത്തുക എന്നുള്ളതാണ്. ഷെഫീന എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. സംസാരിക്കുമ്പോൾ ചെറുതായി കൺട്രോൾ ചെയ്യണേ മോളെ. സോറി കേട്ടോ, ചില സമയത്ത് അതൊന്നും കിട്ടാൻ പറ്റത്തില്ല, മനസ്സിലായില്ലേ? താല്പര്യമില്ല, അതുകൊണ്ടാണ് കേട്ടോ. ചില സമയത്ത് നമ്മുടെ കൺട്രോളൊക്കെ അങ്ങ് വിട്ടുപോകും. ചില വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ തിരിച്ച് മറുപടി അങ്ങനെ പറയാൻ പറ്റുള്ളൂ. താല്പര്യം ഉണ്ടെങ്കിൽ കേൾക്കുക, കുഴപ്പമില്ല, നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയെന്ന് പറഞ്ഞു. ഞാൻ നല്ല മുതൽ നമ്മുടെ ഇവളെ പറ്റി അനുമോളെ പറ്റി പറഞ്ഞതിന് ശേഷം ഞാൻ ഒത്തിരി ഫേസ് ചെയ്യുന്നുണ്ട്. ഒത്തിരി പേര് എനിക്ക് വന്ന് ഇൻബോക്സിൽ കമൻറ്റ് ഇടുക, വാട്സപ്പിൽ ഇതിടുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, അതൊക്കെ നിങ്ങളുടെ താല്പര്യം. അതിനകത്തൊന്നും എനിക്കൊരു ഒബ്ജക്ഷനും ഇല്ല. അതൊക്കെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് അനുമോൾ അങ്ങനെയായിരുന്നു, പുറത്ത് അനുമോൾ ഫ്രോഡാണ്. അതെനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യമാണ്, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അതിപ്പോൾ ഞാനിപ്പോൾ അത് കണ്ട കാര്യം അല്ല എന്ന് മാറ്റി പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതിനകത്ത് അവരങ്ങനെയായിരുന്നു, അതിനകത്ത് തർക്കമൊന്നുമില്ല. പലരും അങ്ങനെയല്ലേ, അതിനകത്ത് ഭയങ്കര സൂപ്പറായിരിക്കും. പുറത്തിറങ്ങുമ്പോഴത്തേക്ക് അവരുടെ റിയാലിറ്റി വെളിയിലേക്ക് വരും. ഇപ്പോൾ പ്രശ്നങ്ങളെല്ലാം മാറിയോ? എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്ത് പ്രശ്നം? ഞാൻ പനി പിടിച്ച് കുറച്ച് ദിവസം കിടന്നു, അത് വാസ്തവമാണ്. അതിനപ്പുറം വേറെ എന്ത് പ്രശ്നം? മോൾ പറയേണ്ടതാണ് പറയണത്. അത്രയേ ഉള്ളൂ. മലബാർ ഗോൾഡ് കൊടുത്ത മാല ഷൂട്ട് കഴിഞ്ഞപ്പോൾ വേലക്കാരിയുടെ കയ്യിൽ നിന്ന് ഊരി വാങ്ങിയ ആളാണ് പേളി. ചുമ്മാ ഇരിയുടെ, അതൊന്നും പറയാതെ നമുക്കെങ്ങനെ അറിയാൻ പറ്റും? ഷെഫീത്ത് പറയുമ്പോഴാണ് ഇവരെ കുറിച്ച് ഓരോന്ന് അറിയുന്നത് ആണോ? ഹായ് സിസ്റ്റർ. ഹായ് റസി. ഹായ് റസിയ. ഞായറാഴ്ച ആയിട്ട് നിങ്ങൾക്കൊന്നും ഒരു പരിപാടി ഇല്ലേ? ഞാൻ വരുമെന്ന് പറഞ്ഞില്ലേ? നല്ല ഉറച്ച സംസാരം, എനിക്കിഷ്ടമായിട്ടോ. താങ്ക് യു. ഷെഫി സുഖമാണോ? സുഖം. കുമാരി സിന്ധു സുഖമാണ് ഷെഫി. സുഖം എവരിത്തിങ് ഓക്കെ. ഇങ്ങോട്ട് വന്ന് പച്ചത്തെറിയും പൂതന വർത്താനം പറയും, തിരിച്ചങ്ങോട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അരഞ്ഞോണ്ട് ഇറങ്ങി ഓടും. അതെന്തിനാണാവോ? ഇവിടെ വന്ന് കേട്ടോ, ഒന്ന് ഓടി വന്ന് ഒന്ന് മൂത്ത് വന്നെങ്കിൽ കുറേ കമൻറ്റൊക്കെ ഇട്ട് ഒന്ന് മൂപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി വന്നു. നടക്കണില്ലെന്ന് കണ്ടപ്പോൾ എല്ലാം വലിഞ്ഞു വീരി. ഈ ഷെഫീന മലയാള സദാചാരത്തിൻ്റെ കാവൽക്കാരി. എൻ്റെ പേരെന്തോന്ന്? RESSDJ. ഇതെന്ത് പേരാ മലരെ? നീ തുണി പൊക്കികളുടെ സംസ്ഥാന പ്രസിഡന്റ് പോരെ? പാവാട പൊക്കികളുടെ സംസ്ഥാന പ്രസിഡന്റ് നീ. എനിക്ക് പേരില്ല, അതുകൊണ്ട് അത്രയും പറഞ്ഞത് കേട്ടോ. നല്ല പേരൊക്കെ ഇട്ടിട്ട് വന്നു, ഞാനതങ്ങോട്ട് പറയാം. രണയുടെ ഉമ്മയുടെ വീഡിയോ കണ്ടീന? ഇല്ല. നിങ്ങൾ ഈ വല്ലത് പുറമ്പോക്കിൻ്റെയൊക്കെ എടുത്തുകൊണ്ടെന്ന് എനിക്ക് തരുന്നത് എന്തിനാണ്? വല്ല പുറമ്പോക്കും വല്ലയിടത്തും ഇരുന്ന് കുക്കി വിളിക്കുന്നതിനൊക്കെ നമ്മളതിന് മറുപടി കൊടുക്കാതിരിക്കുന്നത്. രണ ഫാത്തിമ എന്ന് പറയുന്നത് ആ നാറിപ്പെണ്ണിൻ്റെയാണ്. ഈ അതൊരു കൊച്ചു ചീവീട് അലവലാതിക്കുണ്ടായത്. ഷെഫീന ഹായ്. ചേച്ചി ലിപ്സ്റ്റിക് ഷെയ്ഡ് ഏതാ? 8 ഷുഗർ 8. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം തുറന്നാൽ ചേച്ചിയെ ആളുകൾ ഇട്ട് ട്രോളുന്നത് മാത്രമേ ഉള്ളൂ, അതാ ചോദിച്ചേ. ആണോ? ഞാൻ എല്ലാ വീഡിയോ കാണുമായിരുന്നു. ഒരിക്കലും ലൈവ് കാണാൻ പറ്റിയിരുന്നില്ല. ആദ്യത്തെ അവസരം ഉണ്ടായതാണോ? A few years ago, Pearly was questioned to buy the ED. ഇതിപ്പോൾ ED ക്വസ്റ്റ്യൻ ചെയ്യുന്നൊന്നുമല്ല, പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ടെന്ന് എല്ലാവരും ഒരു റൂമർ വന്നിട്ടുണ്ടായിരുന്നില്ലേ? പേയ്മെൻറ്റ് എന്തോ കൊച്ചിന് കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പേയ്മെൻറ്റ് വാങ്ങിച്ചിരിക്കാനാണ് സാധ്യത, അതായിരിക്കും. അല്ലാതെ ഇപ്പം ED പേടിപ്പിച്ചെന്നും പറഞ്ഞുകൊണ്ട് ED പേടിപ്പിക്കാനും മാത്രമുള്ള പേയ്മെൻ്റ് ഒന്നും അതിനില്ല. അത് കാശ് കിട്ടി എന്തും ചെയ്യും, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണത്. അതാണ് അവിടെ സംഭവിക്കുന്നത്. സദാചാര മലയാളി ഓഡിയോ അല്ല, സദാചാര മലയാളി അല്ല, അത് നമുക്ക് സദാചാര മലയാളി എന്ന് പേരിടാൻ വന്നതാണ്. തുണിപൊക്കി അസോസിയേഷൻ പ്രസിഡന്റ്. ഇപ്പോൾ സെക്രട്ടറി വരും. തുണിയൂരികളുടെ അസോസിയേഷൻ തലത്തിലുള്ള സെക്രട്ടറി, പിന്നെ അങ്ങനെ ഓരോരുത്തർ വരും. ഓരോ ഡെസിഗ്നേഷൻ അനുസരിച്ചിട്ട് ഓരോരുത്തർ വരും. കാണാൻ തോന്നുന്നു ഷെഫി. ആണോ? കാണുന്നില്ലേ ഇപ്പോൾ ശബിത? ഹായ് ശ്രീരേഖ. ഇത്തയുടെ പോസ്റ്റിൽ രണ ഫാത്തിമ വളരെ വൾഗറായ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഇത്തയുടെ ലെഗിനെ ഒക്കെ പറ്റി. അതാണ് ഞാൻ പറഞ്ഞത്, അതാണ് കൾച്ചർ.
ആ തള്ളയ്ക്ക് അങ്ങനെ ഒരു മോള് ജനിച്ചില്ലെങ്കിൽ അതിശയപ്പെടേണ്ട കാര്യമുണ്ടോ? അതങ്ങനെയാണ്. ആ പെണ്ണുമ്പിളയ്ക്ക് അതിൻ്റെ ഇതറിയത്തില്ല. അന്ന് ബിഗ് ബോസിൽ തന്നെ മോളുടെ യഥാർത്ഥ ഫേസ് വെളിയിലായതല്ലേ. മുതിർന്നവരുടെ സംസാരിക്കുന്ന രീതി കണ്ടിട്ടില്ലേ? പിന്നെ ഉമ്മാക്കും മോക്കും കാലിന് ഗുരു എന്ന് വരില്ല. ഉമ്മാക്കും മോക്കും കാലിന് ഗുരുവല്ല വരിക, ഉമ്മാക്കും മോക്കും സാമാനത്തില്ല ഗുരു വരിക. അമ്മാതിരിയല്ലേ മോളെ വളർത്തി വിട്ടിരിക്കുന്നത്. അതിന് അനുകൂലിക്കുന്ന ഉമ്മയ്ക്ക് അതേ ബിസിനസ് ആയിരിക്കത്തില്ലേ? സ്കിപ്പ് ഇറ്റ് യാർ. പ്ലീസ് ഷോ മീ ഇയറിങ്സ്, യു ഓൾവേസ് ബ്യൂട്ടിഫുൾ ഫാൻസി. ഞാനിന്ന് ഇട്ടിട്ടില്ല, ഇയറിങ്സ് ഇട്ടിട്ടില്ല. എന്തെങ്കിലും നേരിട്ട് കാണാൻ പറ്റുമോ? എന്തിന്? രാവിലെ എണീക്കുക, മേക്കപ്പ് ഇടുക, മറ്റുള്ളവരുടെ വീഡിയോ എടുക്കുക, റിയാക്ട് ചെയ്ത് അവരെ കുറ്റം പറയുക. ഡിജിറ്റൽ പരദൂഷണം അമ്മായി നൗഫി ഡിജിറ്റൽ തുണിപൊക്കികളുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ കഴിഞ്ഞു. ഇനിയിപ്പോൾ സെക്രട്ടറി വന്നിട്ടുണ്ട്. രാവിലെ എഴുന്നേൽക്കുക, ഇങ്ങനെയുള്ള വീഡിയോസിൽ വന്ന് വായി നോക്കിയിരിക്കുക, അസൂയയും കുശുമ്പും താങ്ങാൻ വയ്യാതെ അവരെപ്പറ്റി അപരാധം പറയുക എന്നുള്ള സ്ഥിരം തുണിപൊക്കി ഡയലോഗും കൊണ്ടുവന്നിരിക്കുന്ന ഇൻസ്റ്റാഗ്രാം തുണിപൊക്കികളുടെ കൂട്ടുകാരിയായിട്ടുള്ള നൗഫി ഇവിടെ ഹാജർ. എല്ലാവരും അവൾക്കൊരു ഹായ് പറയുക. ലൈവിൽ വരുമ്പോൾ നല്ല കമൻറ്റും ബാഡ് കമൻറ്റും വരും. നല്ലത് ചേച്ചി എടുക്കുക, ബാഡ് കമൻറ്റ് ചെയ്യുക. ബാംഗ്ലൂർ എന്തെങ്കിലും വരുന്നുണ്ട് അറിയിക്കും, നേരിൽ കാണാം. ഇപ്പോഴെങ്ങുമില്ല. തന്താരെന്ന് അറിയാത്ത പെണ്ണാണത്, സംശയിക്കണ്ട. അത് ആ തള്ളയുടെ രീതി കൊണ്ട് മനസ്സിലാകുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ മകളെ വിലക്കുകയല്ലേ ചെയ്യുക. ഇതൊക്കെ ഇങ്ങനെ കുറേ അവരാഴ്ച സാധനങ്ങൾ നടന്നേ. മഹലും ഇല്ല, പള്ളിയില്ല, കൂട്ടുമില്ല, കുടുംബവും ഇല്ല, അങ്ങനെ അവരാഴ്ച കിടക്കുന്ന കുറേ എണ്ണം. പണം മതി, എങ്ങനെ അവരാഴ്ചയാലും പണം കൊണ്ടുവരണം, അതാണ് ഉദ്ദേശം. പേളിമണിയുടെ സമയം ശരിയല്ല, നല്ല ഹൈപ്പിൽ പോയതായിരുന്നു, ഇപ്പോൾ കാലക്കേടാണ്. ഉടനെ ആസ്ട്രോട്രാക്ക് പേയ്മെൻറ്റ് ചുമ്മാ ഇരിയുടെ. ജാസിദയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, കൊച്ചു അത് പോയി കാണും. സമൂഹത്തിലെ അനീതിക്കെതിരെ പറയാൻ ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു ഞാൻ. ഇപ്പോൾ ഷെഫീനെ പറയുന്നത് കേട്ടപ്പോൾ ഈ കാലഘട്ടത്തിൽ ജനിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാറുണ്ട്. ഒരുപാട് സ്നേഹം, താങ്ക് യു. എന്താണെന്നറിയില്ല. കരുവാട് ഫസ്മിന ദയാ സുജിത്തിൻ്റെ വിഷയത്തിൽ ഒന്നും പറഞ്ഞില്ല. ഗുഡ്. അത് ശരിയാണല്ലോ, ഓള് ചാടി വീഴേണ്ടായിരുന്നല്ലോ, എന്ത് പറ്റി? ചെറ്റി ലിപ്സ്റ്റിക് ഷെയ്ഡ് പറഞ്ഞു കഴിഞ്ഞു, ഇനി എനിക്ക് പറയാൻ വയ്യ. അധിക്ഷേപിച്ചപ്പോൾ ഒരു വാക്ക് പോലും പറയാത്ത ആളാണ് പേളി. അവൾക്ക് നമ്മുടെ കുട്ടികൾ സമരം ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒന്നുമില്ല. പണ്ട് ബിഗ് ബോസിലെ പെൺകുട്ടികളെ അതെ. എനിക്കും ഇൻസ്റ്റയില്ല, നിങ്ങളുടെ യൂട്യൂബ് വീഡിയോ തന്നെ സഹിക്കാൻ വയ്യ. ആണോ? അപ്പോൾ പിന്നെ നീ എന്തിനാ ഇവിടെ വന്നിരുന്ന ആ വർത്തമാനം എഴുതി വെച്ച നൗഫി? നീ അപ്പം സബ്സ്ക്രിപ്ഷനിൽ തുണി ഊരുന്ന ടീമുകളുടെ അംഗങ്ങളാണ്. ബേസിക്കലി അവിഹിതക്കാർ, തുണി ഊരികൾ, ഇവരൊക്കെയാണ് എൻ്റെ ശത്രു നിരയിലുള്ളത്. അപ്പോൾ നൗഫി ഏതിൽ വരും? അവിഹിത കൂട്ടായ്മയിലുള്ളതാണ്? മാപ്പിളയെ വെച്ചിട്ട് വേറൊരുത്തിന് കിടന്നു കൊടുക്കുന്ന ആ ടീമിലുള്ളതാണ്? അതോ ഭാര്യയുള്ളവരുത്തനെ അടിച്ചു മാറ്റിക്കൊണ്ടുവന്ന് കാലിൻ്റെ ഇടയിൽ വെക്കുന്ന ആ ടീമിലുള്ളതാണ് നൗഫി? ഏത് വിധത്തിലാണ്? അല്ലെങ്കിൽ പിന്നെ തുണി ഊരികളായിരിക്കണം. ഇത് രണ്ടുമായിരിക്കും മിക്കവാറും എൻ്റെ ശത്രു നിരയിൽ കൂടുതലുള്ളത്. അത് തന്നെയാണോ? 1000 ആക്കി തരുമോ? ഒരു അത്യാഗ്രഹം 500 ആയപ്പോൾ ആണോ? ഇവിടെ എല്ലാവരും ഒന്ന് വാങ്ങിച്ചതിനെ ഒന്ന് ഫോളോ ചെയ്യടെ. ഈ രണ ഫാത്തിമയുടെ അപ്പൻ അറബി എന്ന് മസ്താനി പറയുന്ന കറക്റ്റ് ആയിരിക്കുമോ? എനിക്കറിയത്തില്ലടേ, മസ്താനിയല്ലേ പറഞ്ഞത്. മസ്താനിക്ക് ഏകദേശം എല്ലാവരെയൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്നത് കൊണ്ടേ മസ്താനിക്ക് അതൊക്കെ അറിയാൻ പറ്റും. അപ്പം മസ്താനി അത് പറയുന്നത് കറക്റ്റ് ആയിരിക്കും. ഇവരുടെയൊക്കെ ഒരു ചരിത്രം മനസ്സിലാക്കുന്ന സ്ത്രീയല്ലേ മസ്താനിയാണ്. മിക്കവാറും അതിനകത്തുള്ള എല്ലാവരുടെ കാര്യവും പറഞ്ഞത്. അറബിക്ക് ഉണ്ടായതായിരിക്കും, എനിക്ക് തോന്നുന്നില്ല കേട്ടോ, സംശയമുണ്ട്. അറബിക്ക് നേരെ ചെവ ഉണ്ടായതായിരിക്കത്തില്ല. നേരെ ചെവ ഉണ്ടായതാണെങ്കിൽ അറബി ഇതുപോലെ ഹറാൻകുട്ടിയായിട്ട് വളർത്തത്തില്ലല്ലോ. ഇത് എന്തര വെള്ളം കളയാൻ പോയപ്പോൾ കണ്ട കാട്ടുപടലത്തിനകത്ത് വെള്ളം വീണുണ്ടായതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്. യുവർ ഫേവറേറ്റ് യൂട്യൂബർ? ഞാൻ തന്നെ. എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്നെ ഇഷ്ടപ്പെട്ടപ്പോട്ടെ. ആരെയും പറയത്തില്ല. എന്തെന്നറിയാമോ? നമ്മൾ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അവർക്ക് കൊണ്ടുപോയി വാട്സപ്പ് നിറയെ തുരിതുരിട്ട് കൊടുത്ത് അവരെ കൊണ്ട് നമ്മളെ തെറി വിളിപ്പിക്കും. സോ ഫേവറേറ്റ് ഞാൻ പറയാതിരിക്കുന്നതാണ് നല്ലത് എപ്പോഴും. കരുവാട് ഫെസ്മിനയ്ക്ക് മനസ്സിലായി ഇതാണ് പുറകിൽ എന്ന്. അതാ കരുവാട് ഒന്ന് പേടിച്ചത്. അവൾക്ക് പേടിയൊന്നും ഉണ്ടായിട്ടല്ല. ഈ ഒരു വിഷയത്തിൽ അവൾ സംസാരിക്കാൻ ഇറങ്ങിയിട്ടുണ്ടാകത്തില്ല. ഞാൻ തിരിച്ച് പറയുന്ന സമയം ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി കാണും, അത്ര തന്നെ. ഞാൻ ഇത് ഓരോരുത്തരെയും വിടത്തില്ല, ഞാൻ എല്ലാവരെയും മറുപടി കൊടുക്കും. ഇപ്പം സമയമില്ല, ഇപ്പം തൽക്കാലം എനിക്ക് സമയമില്ല, അത്രയേ ഉള്ളൂ. അത് അറബിയുടെ ഒന്നും അല്ല, ഏതോ സാമൂഹ്യ വിരുദ്ധനുള്ളതാണ്. അറബികളിലും ഉണ്ട് അങ്ങനെ സാമൂഹ്യ വിരുദ്ധർ, അങ്ങനെ ആകാനാണ് ചാൻസ്. ബിഗ് ബോസിൽ പോകുന്നുണ്ടോ? ബിഗ് ബോസിൽ പോകില്ല. റണ ഫാത്തിമ വന്ന് മെഴുകിയ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഞാൻ ഇട്ടില്ല. ഞങ്ങൾ ജെൻസികളുടെ സമരമുറ അറിയില്ല പോലും. ഷോപ്പിംഗ് ആണത്രേ പുതിയ തലമുറയുടെ സമരമുറ. ഹായ് മാം. ഹായ് ആൻറ്റി, എത്ര കല്യാണം കഴിച്ചിട്ടുണ്ട്? ഞാൻ 2 കല്യാണം കഴിച്ചിട്ടുണ്ട്. ശരിക്കും ശാരിക പറഞ്ഞ 5 അത് അവളുടെ അമ്മച്ചി കഴിച്ച കാര്യമാണ്. അവൾക്ക് കിട്ടാത്തതും അതാണ്. അവൾ ലെസ്ബിയൻ ആയതുകൊണ്ട് അവൾക്ക് ആണുങ്ങളെ പറ്റത്തില്ല. അവളെ തള്ള 5 കെട്ടി. അതിൽ 5 കൂടെയും ഇപ്പോഴും പ്രോഗ്രാമിലുണ്ട് അവളെ അമ്മ. അക്കാര്യാണ് പറഞ്ഞത്. പ്ലക്കമ്മ അതൊക്കെ അങ്ങനെയൊക്കെ പറയും. 5 കെട്ടിയെന്ന് അറിയാം. ഇവളായിരുന്നു എനിക്ക് കട്ടിൽ വിരിച്ചു വന്നുകൊണ്ടിരുന്നത്. ഇത്ത സൂപ്പർ അല്ല മറുപടി കൊടുക്കും. അമ്മ എപ്പോഴും സത്യത്തിൻ്റെ കൂടെ. താങ്ക് യു സുജിത്ത്.
പ്ലക്കമ്മയ്ക്ക് ഇപ്പം അങ്ങനെ പലതും തോന്നും. പ്ലക്കമ്മ ഇങ്ങനെ എല്ലാവരെയൊക്കെ കല്യാണത്തിൽ നമ്മൾ 5 കെട്ടി അവർക്ക് എന്ത് വിഷമം ഉണ്ടായിട്ടല്ലേ അതൊക്കെ പറയണത്. കാരണം ഒന്നിന് പോലും മരുന്നിന് പോലും കിട്ടുന്നില്ലല്ലോ. എല്ലാം പ്ലക്കിട്ട് ഓടുന്നതല്ലാതെ നോ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ലല്ലോ. ഓൺ ടൈം യൂസ് ആണ് അത്. യൂസ് ആൻഡ് ത്രോ മെറ്റീരിയലാണ് പ്ലക്ക്. അവോയ്ഡ് പേഴ്സണൽ ക്വസ്റ്റ്യൻസ് പ്ലീസ്. ഓക്കെ. ജാസ്മിനെ കുറിച്ച് ഒരു 3 മാസം നല്ലപോലെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ സോഷ്യൽ മീഡിയ കിടപ്പുണ്ട്. അതൊക്കെ പോയി കേട്ടാൽ അത് എനിക്ക് അതിനകത്ത് ഒരു അഭിപ്രായമില്ല. എൻ്റെ കുട്ടീനെ കളിയാക്കിക്കൊണ്ട് അതിനകത്ത് കയറിയതാണ്. നിന്റെ മോൻ കരിഞ്ഞ ഷാരൂഖ് ഖാൻ പറഞ്ഞ് പോയോളൂ ഇപ്പം നടക്കുന്ന വല്ലവൻ്റെയും പിറകെ. ഇപ്പം എന്നെ കെട്ടുമോ എന്ന് ചോദിച്ചുകൊണ്ട് എന്നെ കയറ്റുമോ എന്നാണോന്നും അറിയത്തില്ല കേട്ടോ. നിങ്ങൾ പറയുന്നതെല്ലാം ശരിയാണ്. അവരെക്കുറിച്ച് നല്ല വാക്കുകൾ കൂടി യൂസ് ആക്കിയ സൂപ്പറാണ്. ഇപ്പോൾ അങ്ങനെ ഒന്നും പറയാത്തടത്ത് വന്ന് ഈ കമൻറ്റ് ഇടുന്നത് ഭയങ്കര ബോറിംഗ് പരിപാടിയാണ് കേട്ടോ. ഇപ്പോൾ ഞാനിങ്ങനെ ഒന്നും പറയാതെ മിണ്ടാതിരിക്കുന്നിടത്ത് വന്ന് ഇങ്ങനെ ഒരു കമൻറ്റ് എഴുതിയിടുന്നത് ഒരു സ്നേഹമുള്ള ആയിട്ടല്ല. അത് വേണ്ട കേട്ടോ. പ്ലക്കമ്മ KGF 10 റോക്കി അതൊക്കെ സ്വയം തോന്നുന്നതാണ്. ഇരുട്ടത്തിരുന്നുകൊണ്ട് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ടെറർ ഫീൽ വന്നു എന്നാണ്. നമുക്ക് തോന്നുന്നുണ്ട് എടി പ്രാന്തി. ഡ്രൈവിങ് അറിയാമല്ലേ? സൂപ്പർ. എന്തൊക്കെ അറിയണം, അന്തവും കുന്തവും ഇല്ലാതെ പ്ലക്കമ്മ പറയും. പ്ലക്കമ്മയ്ക്ക് ഇതാണ് പ്രശ്നം. പ്ലക്കമ്മയ്ക്ക് ഭയങ്കര നിരാശാബോധമാണ്. നിരാശാബോധയുടെ ഉച്ചഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഓരോ കൊണവണ പറയുന്നത്. നേരിൽ കാണാൻ ആഗ്രഹമുണ്ട്. ശബിത ഇത് 2ാമത്തെ പ്രാവശ്യം എഴുതുന്നത്. ഹായ് തരൽ. ഹായ്. കുറേ ആയാലോ കണ്ടിട്ട്. എവിടെയായിരുന്നു? ഞാൻ പകല് വരാമെന്നൊക്കെ വെച്ചപ്പം കുറേ പേർക്ക് അസൗകര്യം ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ സമയത്ത് വന്നത്. ഇൻട്രോ ആണ് പുള്ളി. ഇൻട്രോ ടോക്ക് അവൾക്ക് ഉണ്ടായിരുന്നതിനെ കൂടെ കളഞ്ഞിട്ട് ആർക്കൊക്കെ എത്ര ഉണ്ട് എന്ന് ഒളിഞ്ഞു പോവുകയാണ്. സത്യം കേട്ടോ. എനിക്കതല്ല, പ്ലക്കമ്മയുടെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് യുവമാർ ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? ഞാൻ അതിൻ്റെ ഒപ്പം ഇല്ലോ എന്ന്. അതൊന്നുമല്ല, പ്ലക്കമ്മയായിട്ട് നല്ല അന്തർധാരയാണ്. പ്ലക്കമ്മയ്ക്കിട്ട് 2 കൊടുത്ത ശേഷം അതെടുത്തൊന്ന് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഒരു മനസ്സിലായില്ലേ? ടെക്നിക്കുകൾ. അതാരാണ് ടെക്നിക്കുകളാണ് ഇതൊക്കെ? നേരെ ചെറിയ സ്കൂൾ തലങ്ങളിലോ കോളേജ് തലങ്ങളിലോ പോയിട്ടുണ്ടെങ്കിൽ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് വന്നിരുന്നെങ്കിൽ ഈ അപരാധം പറയേണ്ട ഗതികേട് വരത്തില്ലായിരുന്നു എന്ന് മാത്രമേ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. പ്ലക്കമ്മർക്ക് കാർ പോയി ആക്റ്റീവ പോലും ഓടിക്കാൻ അറിയില്ല. അടിക്കാൻ മാത്രമേ അറിയൂ. പ്ലക്കമ്മയ്ക്ക് സ്വന്തം ഡോട്ടറിനെ പറ്റി കെയർ ഉണ്ടാക്കി അവർ യൂട്യൂബിൽ വന്ന് പന്നത്തരം കാണിക്കുകയാണ്. ബിസിയായിരുന്നു എത്താം. എന്നാലും വീഡിയോ നമ്മൾ കാണും. എന്നിട്ട് പണിപ്പതി. ശരി. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. രേണു സുധീരയുടെ അഡ്രസ്സും ഇല്ലല്ലോ. എന്തെങ്കിലും കാണിക്കട്ടെ. ഷെഫീത്ത ലൈവ് വരുമ്പോൾ എനിക്ക് അറിയാൻ പറ്റുന്നില്ല എന്താ. ഞാൻ അങ്ങനെ എപ്പോഴും ലൈവ് വരുന്നില്ല സ്മിത. ഞാൻ ഞായറാഴ്ച മാത്രമേ വരുള്ളൂ. പ്ലക്കമ്മയുടെ വിചാരം എന്തോ ഭയങ്കര സംഭവമാണെന്നാണ്. അല്ല, അവളെ അങ്ങനെ കുറേ പേര് പൊക്കിക്കൊണ്ട് നടക്കാനുണ്ട്. അതാണ് പ്ലക്കമ്മ അങ്ങനെ പറയണത്. കുറേ അലവലാതെ യൂട്യൂബേഴ്സ് ഉണ്ട് തൂക്കിക്കൊണ്ട് നടക്കാനായിട്ട്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. മുടി കിട്ടിയോ? ഷഹീനയുടെ ഒപ്പത്തിന് നൽകാതെ അങ്ങനെയൊന്നും പറയണ്ടപ്പാ. ഷെഫീൻ്റെ മോളെ സുഖം. എവിടെയാണ് വീട്? ഞാൻ കഴക്കൂട്ടം. ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ്. താമസിക്കുന്ന കഴക്കൂട്ടത്താണ്. പ്ലക്കമ്മ ആരാണ് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ അറിയണ്ട. പ്ലക്കമ്മ ഈസ് എ വെരി ഡേഞ്ചറസ് പ്ലക്കി ഇൻ യൂട്യൂബ്. ഇതിൽ പ്ലക്കി ഇരുന്നുകൊണ്ട് പറയണം. പ്ലക്കിയുടെ അവകാശവാദം. നീ ഈ യൂട്യൂബിൽ നിന്ന് പുറത്ത് പോകണം. ആരടി നീ എന്നെ പുറത്തങ്ങ് കളയാ? നീയാണ് എനിക്ക് ശമ്പളം തരുന്നത്. പ്ലക്കി. ഹലോ ഡാർലിങ്സ്. ഏജ് എത്രയാ? 18.5. കാശ് കൊടുത്താൽ പലതും ചെയ്യുന്നവരാണ് അവരെയൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുക. ലെറ്റ് ദം ബാർക്ക്. വീഡിയോ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ കേട്ടോ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇഷ്ടപ്പെട്ടല്ലോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. എനിക്ക് അടുത്തിടെ ഏറ്റവും ചിരിപ്പിച്ച വീഡിയോ മകന് പെണ്ണ് കിട്ടില്ല എന്നാണ്. അങ്ങനെ മറുപടി കേട്ടൊത്തിരി ചിരിച്ചു. അതായത് ഫ്ലൈമസ് പക്കമ്മ. ഞാൻ കാണുമ്പോൾ തന്നെ ഒന്ന് കൊടുക്കാം. പ്ലക്കമ്മ ആരെങ്കിലും കാണണോ? ഞാൻ കാണിച്ചു തരാന്നല്ലേ. ആരെവിടെ വന്നിട്ട് പ്ലക്കത്തിയെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചുമ്മാ ചിരി വന്ന് അവസാനം ചുമച്ചാൽ ഇവിടെ അങ്ങ് നിൽക്കത്തില്ല. ചുമ്മാ ചുമച്ച് തള്ളു. ഞാൻ പ്ലക്കമ്മ എടുത്തോണ്ടിട്ടെ. വെയിറ്റ്. കുറേ ദിവസമായില്ലേ ഞാൻ ഈ നാറി എടുത്തിട്ട് നോക്കിയിട്ട് ഒരു വീഡിയോ ചെയ്തിടാം. ഞാനത് കാണാറില്ല, അതാണ് പ്രശ്നം. നൈറ്റ് ലൈവ് ഇടാൻ താല്പര്യമില്ല കുട്ടികളെ. സമയമില്ല അങ്ങനെ കയറി ഇരിക്കാനായിട്ട്. ടീമില്ല. കുറേ എണ്ണൊക്കെ ഇരുന്നുണ്ട് ലൈവ് ഇടുന്നുണ്ടല്ലോ. അതൊക്കെ പോയി കാണി നിങ്ങൾ കാഴ്ചകൾ. എനിക്കതൊന്നും താല്പര്യമില്ല. പ്ലക്കത്തി എവിടെ പോയി? പ്ലക്കമ്മ വന്നല്ല. പ്ലക്കി. ഇതാണ് പ്ലക്കമ്മ. കണ്ടാ പ്ലക്കത്തി. ചിരി 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 ചിരി. ജീവനുള്ള പ്ലക്കത്തി കണ്ടാ. പ്ലക്കി പ്ലക്കി പ്ലക്കി. പ്ലക്കി പ്ലക്കി പ്ലക്കി. പ്ലക്കി പ്ലക്കി പ്ലക്കി.
കടാ ആ പച്ച ഉടുപ്പും എൻ്റെ മാച്ച് നോക്ക്, എന്തൊരു മാച്ചിങ്. പച്ച ഇത്രയും കൃത്യമായിട്ട് വേറൊരാളെ കൊണ്ട് പ്ലക്കി ഒപ്പിക്കാൻ പറ്റും. ആണിനെ പോലെ അഭിനയിക്കുന്ന ഒരുത്തിയാണ്. അതാണ് ഇല്ലപ്പൂ വിഴിഞ്ഞ വാഴത്തോട്ടം വരുമോ ഇനി അങ്ങനെ ഒരു സുവർണ്ണകാലം. പ്ലക്കമ്മയുടെ തറവാട് വകയല്ലോ. അവളെ വർത്താനൊക്കെ കേട്ടാൽ അവളാണ് ഇവിടെ നമുക്കൊക്കെ ശമ്പളം തരുന്ന ഇരുത്തിരിക്കുന്നത്. നിങ്ങൾ ഇത് നിർത്തിപ്പോകണം, അല്ലെങ്കിൽ ഞാൻ മൂക്കിക്കിറ്റും. ആഭ്യന്തരമന്ത്രിയുടെ ശ്രദ്ധയിൽ പെടുന്നത് വരെ. പിന്നെ ആഭ്യന്തരമന്ത്രിക്ക് രാവിലെ എഴുന്നേറ്റ് ഇതല്ലേ പരിപാടി, എവളെ പ്ലക്കത്തരം കണ്ടോണ്ടിരിപ്പല്ലേ. അല്ല, അതാണത് കറക്റ്റ്. പ്ലക്കിയുടെ യഥാർത്ഥ മുഖം ഇതാണ്. ദിസ് ഈസ് ദ ഫേസ്, ദ റിയൽ ഫേസ്, റിയാലിറ്റി ബൈ പ്ലക്കമ്മ, ദ റിയൽ പ്ലക്കമ്മ. ഞാൻ തന്നെ മാക്രി മോന്ത ചേച്ചി പെണ്ണെ ഹായ്. അയ്യോ, എനിക്ക് ഏറ്റവും വെറുപ്പുള്ളൊരു സാധനമാണ് ഈ മാക്രി. അത് തന്നെ അവൾക്ക് എടുത്തിട്ടത് അത്രയും വെറുത്തതുണ്ട്. കമൻറ്റ് വായിക്കുക ഷെഫീന, കമൻറ്റ് വായിക്കുന്നുണ്ടല്ലോ. ചോറിന്നെത്താ, ഇതൊക്കെയാണോ കമൻറ്റ്? ഇതൊക്കെ ഞാൻ വായിച്ചിട്ട് ഞാൻ എന്ത് മറുപടി പറയാൻ? ചോറിന്നെത്താ. രാത്രി ആരെങ്കിലും ചോറ് തിന്നുമല്ലോ. ഉള്ളതേ തടിയാണ്, ഇനി കുറച്ചും കൂടെ തടിക്കണോ ചോറൊക്കെ തിന്നിട്ട്? ചുമ്മാ ആയിരുന്നു അവിടെ. ലിപ്സ്റ്റിക് ഷെയ്ഡൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സുന, പ്ലക്കി, സജിന ഇവറ്റുകളെ കണ്ടുകൂടാ. അത് ശരി. ചിന്നക്കട വെടിയെ ഇഷ്ടമാണോ? ചിന്നക്കട വെടിയെ പറ്റി കേട്ടിട്ടില്ല. ചിന്നക്കട വെടി ഇഷ്ടമാണോ? പ്ലക്കമ്മയുടെ ക്യാമ്പയിൻ ഗോ ബാക്ക് ഷെഫീന. പ്ലക്കമ്മ ബിഗ് ബോസിൽ കണ്ടതല്ലേ കോമഡി പീസ്. ഒരു ക്യാരക്ടർ ഇല്ലാത്ത ക്യാരക്ടർലെസ് ഇഡിയറ്റ്. നമ്മളൊന്ന് ഉറച്ച് സംസാരിച്ചാൽ തന്നെ നിന്ന് പെടുക്കും. എങ്ങനെയുള്ളവളാണ് വന്നിട്ട് പ്ലക്കത്തരം പറയണത്? തിരുവനന്തപുരമുള്ളവർക്ക് അറിയില്ലല്ലോ. അത് അത്രയേ ഉള്ളൂ. തിരുവനന്തപുരത്തുകാരൊന്നും അല്ല, കൊല്ലക്കാരെ അവർക്ക് അറിയത്തില്ല. ഞാൻ വന്നോട്ടെ മരുമകളായിട്ട്? വേണ്ട. നിങ്ങൾ എൻ്റെ കൊച്ചുങ്ങളുടെ കാര്യം ഓർത്ത് വറിയിടാവണ്ട. അതിന് വറിയിടാകാൻ ഞാനിവിടെ ജീവിച്ചിരിക്കല്ലേ. ഇനിയിപ്പോൾ ഞാൻ ഇല്ലാണ്ട് വരുന്ന ഒരവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് വരും. ഞാൻ ജീവിച്ചിരിക്കല്ലേ, വിഷമിക്കണ്ട കേട്ടാ. ചിന്നമ്മ ഇഷ്ടമല്ലേ? മോൻ്റെ കല്യാണം കഴിഞ്ഞോ? കഴിഞ്ഞല്ലോ. ഇന്നലെ രാത്രിയായിരുന്നു കല്യാണം. ഞങ്ങൾ എങ്ങനെയാണ്, മുസ്ലിങ്ങൾ രാത്രി കല്യാണമാണോ? ഇന്ന് കുറച്ച് ഗ്രാമർ അപ്പം കൂടിയോ? എന്താ നീരായിരിക്കും കുട്ടി. ഒത്തിരി ഇഷ്ടമാണ്. ഓൺലൈൻ ജേർണലിസ്റ്റ് അങ്ങനെ കേൾക്കുന്ന എനിക്കും ഇഷ്ടമാണ്. പക്ഷേ അത് ചിന്നക്കട വെടിക്കെട്ട് ഒട്ടും ഇഷ്ടമല്ല. ദിയ സുനയെ പോലെയുള്ള ഒരു സാധനം. ദിയ സുനയൊക്കെ മാറിയിരിക്കും. ചിന്നക്കട വെടി ആരാ മോളെന്നറിയാമോ? പട്ടിയെ ആളാക്കും, ആടിനെ പട്ടിയാക്കും, പട്ടിയെ കോവർ കഴുതയാക്കും, പല കോലം കാണിക്കുള്ളൂ. മക്കൾ എന്ത് ചെയ്യുന്നു? മക്കൾ എന്ത് ചെയ്യാൻ ഇപ്പോൾ ഈ രാത്രി അവരെന്ത് ചെയ്യാൻ? ഞാൻ കണ്ണൂർക്കാരിയാണ് കേട്ടോ, ജോലി ബാംഗ്ലൂരാണ്. ആണോ? അവളുടെ ഇരിപ്പ് കണ്ടാൽ തോന്നും അവളെ വല്ലാൻ ആരും ഇല്ലെന്ന് തോന്നും. ഇത്തയുടെ വീഡിയോ സുന പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തായ ആരോ അടിച്ച് എന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് ആ മഞ്ഞുപിള്ളയുടെ മോളുടെ പറഞ്ഞത് കുറച്ച് കൂടി പോയി. ഷെയിം ഓണിയും ഞാൻ വല്ലതും പറഞ്ഞാൽ കൂടിപ്പോവും, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. ഷെയിം ഓണിയോ. ആ മഞ്ജുപിള്ളയുടെ മോളിട്ടിരിക്കുന്ന അതേ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നീ വരാത്തത് കൊണ്ട് ഷെയിം ഓണിയോ. അപ്പോൾ ശരി, പിന്നെ വരാം. എല്ലാവരും കൂടെ ഹലോ ഡാർലിങ്സിനെ കൊല്ലരുത്. ഓക്കെ. ആ പയ്യനെ കെട്ടാൻ തോന്നുമ്പോൾ അവൻ കെട്ടും. പിന്നെ ഇതുപോലെയുള്ള ഒരു സ്ട്രോങ് മദർ ഉണ്ടല്ലോ, അതൊക്കെ അവർ നോക്കും. അത്ര തന്നെ. രേണു സുധി ഇത് എഴുതിയിടാതെ. ഇത് നമ്മുടെ സബ്ജക്റ്റ് അല്ലല്ലോ. നിങ്ങൾക്കത് തലയ്ക്ക് സുഖമല്ലേ? ഇതൊക്കെ എന്തിനാ ഇവിടെ വന്ന് എഴുതിയിടുന്നേ? ചാവുകയോ ചാവാതിരിക്കോ അതൊക്കെ അവരുടെ ഇതല്ലേ. അതൊക്കെ നമ്മളെടുത്ത് വന്ന് പറയണേ എന്തിനാണ്? ഞാൻ ആ വിഷയം സംസാരിച്ചോ? അവർക്കത് വന്നത് കുഴപ്പം, അല്ലെങ്കിൽ അവർക്കത് വരണം എന്നൊക്കെ ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. അവനവൻ ചെയ്യുന്നതിൻ്റെ ഫലം അവനവൻ അനുഭവിച്ചേ പോവുള്ളൂ. ഇവിടെ വന്നത് പറഞ്ഞാൽ എനിക്കെങ്ങനെ അറിയാൻ പറ്റും? കിച്ചു ഒക്കെ ലൈവ് ഇടും, അവിടെ പോയി ചോയില്ലേ. അപ്പോൾ അവൻ പറഞ്ഞുതരും എന്ത് ചെയ്യണമെന്ന്. സുനയുടെ അഭിനയം ഓസ്കാർ കൊടുക്കും. ചിന്നക്കടയുടെ ആ മോന്ത കൊണ്ടുള്ള കോപ്രായമാണ് അറപ്പ് തോന്നുന്നു. ചിന്നക്കട വെടി എന്തും ചെയ്യും, അന്തം വിട്ട പ്രതിയാ, എന്തും ചെയ്യും. കോംപ്രമൈസ്, എന്തൊരു അഡ്ജസ്റ്റ്മെൻറ്റ്. എനിക്ക് വേറെ ലൈനുണ്ട്, ചുമ്മാ ചോദിച്ചതാണ്. മുകളിൽ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ചേച്ചി അവർക്ക് കൊടുത്ത മറുപടി ആ ചേച്ചിക്ക് എന്നെ അറിയാമോ? ഫ്രീ ആകുമ്പോൾ ഞാൻ വരാറുണ്ട് ചേച്ചി പെണ്ണെ. ആണോ? സുന പുതിയ മൂവിയെ ചാൻസ് കിട്ടി, പേര് തിരുട്ട് മുഞ്ചി ചുമ്മാ ഇരിയുടെ. ചേച്ചി ബിഗ് ബോസ് തുടങ്ങിയാൽ എല്ലാ ദിവസവും ലൈവ് ആണ്. വരാം. ഇവളുമാർ എന്തിന് കുഞ്ചു പിള്ളയെ പൊക്കിക്കൊണ്ട് വരുന്നു? ഇപ്പോഴും എന്തെങ്കിലും പറഞ്ഞാലേ പറ്റൂ. നമ്മളെ ഒന്നും ഒതുക്കണ്ടേ? നമ്മൾ അങ്ങനെ നന്നായിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാണുമ്പോഴത്തേക്ക് ഒരു സോക്കേട്. അങ്ങനെ ഒന്ന് പറയുമ്പോൾ അയ്യോ ആണോ, അത് ശരിയായില്ല എന്ന് ഞാൻ പറയുമ്പോൾ കേൾക്കുമ്പോൾ ഒരു സുഖം. എന്തെങ്കിലും ഒന്ന് വെച്ച് ശരിക്കുറവ് നമ്മുടെ ഭാഗത്തുനിന്ന് വരണ്ടേ? അതിന് വേണ്ടിയിട്ടാണ്. എനിക്ക് അതിനകത്തൊരു പിണ്ണാക്കൂല. എന്നെ കേൾക്കാൻ ഇരുന്ന കുറച്ച് പേർക്ക് അത് വിഷമമായി എന്ന് കേൾക്കുന്നത് ഒരു ബുദ്ധിമുട്ട് എന്നതിനപ്പുറം എനിക്ക് അതിനകത്ത് ഒരു റിഗ്രറ്റും ഇല്ല. ഇങ്ങനെ പേരിടാം. ഹായ് താത്ത, എന്തുണ്ട് വിഷയം? സുഖം. തൻ്റെ ഒരു വീഡിയോ പോലും മിസ് ചെയ്യാറില്ല. പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടമാണ്. പ്ലക്കമ്മയുടെ അഹങ്കാരം കാണുമ്പോൾ 2 ചവിട്ട് കൊടുക്കാൻ തോന്നും.
ഒരു അടിപൊളി വീഡിയോ പ്ലക്കുമായിട്ട് ഉടനെ അല്ലടാ, ഞാൻ ആ വിഷയത്തിൽ അധികം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പോൾ എന്നെ ഓർമ്മയില്ലേ, നമ്മ വന്നില്ലല്ലേ? അമ്മ ഉണ്ട്, അമ്മ ഇവിടെ ഉറങ്ങിയിരിക്കുക. അമ്മ ഉണ്ട്, അമ്മ കുറച്ച് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അമ്മ എനിക്ക് പച്ചയില്ല ചോപ്പില്ലെന്നൊക്കെ വന്നിരുന്ന് പരാതി പറയുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാ തോന്നുന്നു. അമ്മ ഉണ്ട്, അമ്മ വന്നിട്ടുണ്ട്. ഷാജി വന്നില്ലെന്ന് തോന്നണോ? ഷാജി വന്നിട്ട് സുധാപ്പും വന്നിട്ടില്ലെന്ന് തോന്നുന്നു. അവരറിഞ്ഞിട്ടില്ല. ഷെബീനത്തെ നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. ലവ് യു. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഇന്നെനിക്ക് പിന്നെ നമ്മുടെ വള്ളംകളി ചേച്ചിയുടെ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു. വള്ളംകളി ചേച്ചിയുടെ അങ്ങ് തകർക്കുകയാണ്. ഞാൻ ആ യൂട്യൂബറെ പറഞ്ഞതാണോ നിങ്ങൾക്ക് ബസ്മായേ? ആടി യൂട്യൂബറെ പറയുമ്പോൾ ബസ്മാവണോടി, അത് നിനക്ക് മനസ്സിലായില്ലടി മുറുക്കി. ഒന്നും പറയുന്നില്ല. അപ്പം നിനക്ക് ആ പറഞ്ഞതൊന്നും നിനക്ക് മനസ്സിലായില്ല അല്ലേടി മുതുക്കി? നീയാണ് അതിജീവിതയെ സപ്പോർട്ട് ചെയ്യണത്. അടി മുടിയും പിരുത്തിട്ടുണ്ട് കിടക്കുന്ന നാഗവല്ലി മുതുക്കി. വള്ളം വെറും കെട്ടുവള്ളമാണ് നീ. അത് എല്ലാവരും പറയുന്നുണ്ട് എൻ്റെ കെട്ടുവള്ളത്തരം. ഞാൻ ചേർന്ന് നിൽക്കുന്നു, എനിക്ക് സഹിക്കാൻ പറ്റിയില്ല, എനിക്ക് ബെസ്റ്റ്. ഞാനങ്ങ് നിന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. നീ പെൺകുട്ടികളുടെ വേദന അങ്ങനത്തെ മനസ്സിലാക്കുന്ന ഒരു സ്ത്രീയാണെന്നൊക്കെ ഞാൻ വിചാരിച്ചത്. തുണിവൊക്കെയുള്ളത്. മക്കളുണ്ടോടി നിൻ്റെ കൂടെ? നിൻ്റെ മക്കൾ എവിടെയടി? നിന്നെ അട്ടിപ്പിക്കുവോമാര്? നാണം കേട്ട സ്ത്രീ. ഒത്തിരി ഇഷ്ടം ഷെബീന. താങ്ക് യു. ചിന്നക്കട വെടി എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാ? ഞാൻ 2 മന്തായി ചിന്നവീന ചേച്ചിയുടെ വീഡിയോ കാണാൻ തുടങ്ങിയിട്ട്. സോ മനസ്സിലായില്ല ആരെയാ. അത് മനസ്സിലാവത്തില്ല. 2 മാസമായിട്ട് എന്നെ കാണാൻ തുടങ്ങിയിട്ട് ജോസൂട്ടിക്ക് അത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇനി ജോസൂട്ടി അതങ്ങോട്ട് മനസ്സിലാക്കാതിരിക്കുന്നതാണ് നല്ലത്. ജോസൂട്ടിയെ ബാധിക്കുന്ന ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, മിണ്ടാതിരിക്കും ജോസൂട്ടി. ചിന്നക്കട വെടി എന്ന് പറഞ്ഞ ഒരു വെട്ടിയാ. ചിന്നക്കട ബേസ് ചെയ്തിട്ട് നീ ജീവിക്കുന്ന ഒരു വെട്ടി. അതാണ്. ഉറങ്ങിയില്ല. ഷാജിയുടെ ബ്ലൂ പോയെന്ന് പറഞ്ഞു നോക്കണേ. ഇല്ലമ്മ, ബ്ലൂ ഒന്നും പോയിട്ടില്ല. ഇതൊക്കെ എന്താ പറയുന്നത്? ചിലപ്പോൾ ഇതിൻ്റെ അൽഗോരിതം മാറിയിട്ട് കളേഴ്സ് ചേഞ്ച് ഉണ്ടാവും. ഇവിടെ അമ്മയുടെ ഇതിൻ്റെ കൂടെ ഒരു ഇത് കാണുന്നില്ലേ, അത് തന്നെയാണ്. അതിനപ്പുറം ഒരു ബ്ലൂവും റെഡും നമ്മൾ ഇല്ല അതിനകത്ത്. ഇതൊക്കെ എല്ലാവരും ഗ്യാങ്ങാണ്. എനിക്ക് മനസ്സിലായി. അച്ചുചിന്നുവിന് മനസ്സിലായല്ലോ. അച്ചുചിന്നു ഒന്ന് പറഞ്ഞു കൊടുത്തേരാ കേട്ടോ. അതാരാണെന്നൊന്ന് പറഞ്ഞു കൊടുത്തേരാ. ചിന്നക്കടയിൽ ഒരു പടക്കക്കട ഉണ്ട്, പോയി നോക്കൂ. അത് വെറും പടക്കക്കട മാത്രമല്ല, നല്ല ഏജൻ്റാണ്. മനസ്സിലായ? പിന്നെ നാട്ടുകാരുടെയൊക്കെ ഫോട്ടോയൊക്കെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് മോർഫ് ചെയ്ത ചിത്രങ്ങളൊക്കെ കൊണ്ടുപോയി മക്കൾക്ക് കൊടുത്ത് മക്കളും ഉമ്മച്ചിയും കൂടെ അതിരുന്ന് കണ്ട് ആസ്വദിക്കുന്ന ഒരു പ്രത്യേകതര സാധനമാണ്. ചിന്നക്കട വെടി എന്ന് പറഞ്ഞാൽ ഫേമസ് അല്ലേ? അവൾ വേറെ ഒരു രീതിയിൽ ഫേമസ് ആയില്ലെങ്കിലും ഈ ഒരു പേരിൻ്റെ പേരിൽ അവൾ നല്ല ഫേമസാണ്. അത് അറിയാത്തതുകൊണ്ടാണ്. നിങ്ങൾ വേണമെങ്കിൽ ചിന്നക്കട വെടിയെന്ന് ക്യാപ്ഷൻ ഇട്ടിട്ട് ഒരു വീഡിയോ ചെയ്ത് നോക്കിയാണ് അടുത്ത ദിവസം അപ്പുറത്തിരുന്നുകൊണ്ട് കരയുന്നതാണ്. എന്നെ ചിന്നക്കട വെടിയെന്ന് വിളിച്ചു, എന്നെ ചിന്നക്കട വെടിയെന്ന് വിളിച്ചു എന്ന് പറയും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ആരാണതെന്ന്. സിമ്പിളല്ലേ? നാഗവെടിപ്പിന്ന് ആർക്കറിയാം? കേസ് കൊടുത്തതിന് ശേഷം അനക്കമില്ല. ഗുഡ് നൈറ്റ് ചേച്ചി. പിന്നെ ബൈ. ഹായ് ഷെബീനത്ത. എന്നാൽ വള്ളം മനസ്സിലായില്ല. വള്ളം ഭാഗ്യലക്ഷ്മി. അതിനെയാണ് വള്ളം എന്ന് വിളിച്ചത്, ഭാഗ്യലക്ഷ്മി. ഹായ് ഷെബീനത്ത. ലിപ്സ്റ്റിക്ക് ഷുഗർ 8. സത്യം ജോസക്കുട്ടി. സുനയെ പൊക്കി നടക്കുന്നത്. സുനയെ പൊക്കി നടക്കുന്നത് അപ്പോഴപ്പോഴാ തന്തയില്ലാഴിക പറയും, പിന്നെ പോയി മാപ്പ് പറയും. സ്ഥിരം തന്തയില്ലാഴിക പറയും, എന്നിട്ട് പോയി മാപ്പ് പറയും. അതാണ് ചിന്നക്കട വെടിയുടെ പരിപാടി. ഡെയിലി ഇരുന്ന് തന്തയില്ലാത്ത വർത്താനം പറയും. ഇച്ചിരി കഴിയുമ്പോൾ പോയിട്ട് പറയും, അയ്യോ ഷോറി മുലക്കച്ച ചേട്ടാ ഐ ആം ദി സോറി എന്നൊക്കെ പറയും. എങ്ങനെയാണ്? സമയത്തിനനുസരിച്ചിട്ട് കാല് മാറുന്ന ഒരു പ്രത്യേകതരം ഇനമാണത്. സോ ഡോണ്ട് വറി ആൻഡ് ഡോണ്ട് ബറി. എനിക്കൊരു കാര്യത്തിൽ ഉറപ്പായി. ഇപ്പം നമ്മളൊക്കെ ഇങ്ങനത്തെ ഒരു വീഡിയോസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ശരിയല്ല. ഞാനൊക്കെ എൻ്റെ കയ്യിൽ ഇതുപോലെ ഒരാളെ പറ്റിയിട്ടൊരു ഇൻഫർമേഷൻ വന്ന ശേഷം ഞാൻ ആ കുട്ടീനെ എടുത്ത് വെച്ച് പിന്നെ വീഡിയോയേ ചെയ്തിട്ടില്ല, ഒന്നും പറയാനേ പോയിട്ടില്ല. എല്ലാവരും ചോദിച്ചു എന്താ പിന്നെ മിണ്ടാത്തത്? ഞാൻ പിന്നെ മിണ്ടാനേ പോയിട്ടില്ല. അതിൻ്റെ ഗതികേടാണ് അങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കിയെടുത്ത് നാട്ടുകാരെടുത്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഗതികേടാണ്. അത് കണ്ടപ്പോഴും ഞാൻ വിട്ടതാണ്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോരുത്തർ ചെയ്യുന്നത്. ഇത് ഇല്ല എന്ന് പറഞ്ഞ് ഒരാൾ വിഷമിക്കുമ്പോൾ അയാളുടെ തുണിയില്ലാത്ത പിക്ചർ ഉണ്ട് എന്ന് ആത്മാർത്ഥമായി പറയുക മാത്രമല്ല സ്വന്തം മക്കൾക്ക് അതുകൊണ്ട് കാണിച്ചു കൊടുത്ത് ആത്മനിർവൃത്തി അടയുന്ന ഒരു പ്രത്യേകതരം അമ്മച്ചി. അതിനെന്താ പറയുക? പ്ലക്കമ്മ അറിയാത്തവർക്ക് ഹായ് മാം, ലവ് യു. അപ്പോൾ ഞാൻ ഇതുവരെ അവളുടെ വീഡിയോ കണ്ടിട്ടില്ല, അതുകൊണ്ട് വള്ളത്തിനെ ഞാൻ അറിയാതെ പോയി. അയ്യോ എന്തുവായിരുന്നു വള്ളം? കേസ് കൊക്കണം. ആരാ ഇപ്പോൾ കേസ് കൊക്കണം എന്ന് പറയുന്നത്? അവിടെ ആണുങ്ങളെ കയറി വീട്ടിൽ കയറി തല്ലിയോളാണ് പറഞ്ഞത്. കേസ് കൊക്കണം. ആരാ ഇപ്പോൾ അമ്മച്ചി? ചേച്ചി ഹായ്, നമസ്കാരം. ഹായ്. വീഡിയോസ് എല്ലാം കാണാറുണ്ട് കേട്ടോ, ഫുൾ സപ്പോർട്ട്. താങ്ക് യു ചിത്ര. നിങ്ങൾ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന മറ്റേ സബ്സ്ക്രൈബ് അല്ല കേട്ടോ, ആ സബ്സ്ക്രിപ്ഷൻ ഒന്നും ഇവിടെ എടുക്കുന്നില്ല. അല്ലാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണൂ പ്ലീസ്. ഇതെല്ലാം കാണാൻ കേട്ടോ. താങ്ക് യു. ഹേമ പ്രസന്നൻ.
ഇവരുടെയൊക്കെ വീഡിയോസ് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്താൽ നല്ല വ്യൂ ഒക്കെ കിട്ടുമെന്ന് എനിക്കറിയാം. താല്പര്യമില്ല. എന്തുകൊണ്ടെന്ന് അറിയാമോ? നമ്മൾ ഈ പന്നിയൊക്കെ മറുപടി കൊടുക്കാൻ നിൽക്കരുത്. പന്നികളാണ്, പന്നിക്കൂട്ടങ്ങൾ. ഞാൻ പറഞ്ഞൊരു അഭിപ്രായം ഒരുപാട് പേർക്ക് മനസ്സിലായി. ഒത്തിരി പേര് അതെടുത്ത് വെച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേര് അവരൊക്കെ പറഞ്ഞൊരു കാര്യമാണ്. അവർ പറഞ്ഞ പോയിന്റ് കറക്റ്റാണ്. അവർക്ക് ദേഷ്യം വന്ന് കുറച്ച് ഹാഷായിപ്പോയി എന്നതിനപ്പുറം ആ പറഞ്ഞ കാര്യം കറക്റ്റ് എന്ന് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. എനിക്കത് മതി. അത്രയും പേർക്ക് മനസ്സിലായില്ലേ? അത്രയും മതി. അതിനപ്പുറം ഇവരെന്നെ സമ്മതിച്ച് തരണമെന്ന് ഇവരെന്നെ കേൾക്കണമെന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? അതുകൊണ്ടാണ് നമ്മൾ എടുക്കാത്തത്. സംസാരിക്കാൻ താല്പര്യമില്ല. അല്ലെങ്കിൽ ചങ്കേ നാണോ ഉള്ളവരായിരിക്കണം. ഈ വള്ളത്തിന് ഇതുപോലത്തെ ഒരു ഉടുപ്പ് ഇട്ടുകൊണ്ട് നിൽക്കാൻ പറ്റുമോ? പറ്റുമായിരിക്കും, ചിലപ്പോൾ ചെയ്യും. സിനിമ ഫീൽഡല്ലേ, അങ്ങനെയൊക്കെ ആയിരിക്കും. അവള് പിന്നെ എന്തൊരു ഇമിറ്റേറ്റ് ചെയ്യണത്, അല്ലെങ്കിൽ ഡബ്ബിങ് കൊടുക്കുക. അതിനപ്പുറം ഡബ്ബ് കൊടുക്കാൻ നമ്മളെ കൊണ്ടൊക്കെ പറ്റും. അതൊരു വലിയ മികവൊന്നുമല്ല, അത്ര വലിയ മികവത്തിയൊന്നുമല്ല. മുമ്പൊക്കെ അതൊരു വലിയ മികവാണ്. കാരണം ഈ അഭിനയിക്കുന്നവർക്കൊന്നും അങ്ങനെ ഡബ് ചെയ്യാൻ പറ്റാത്തൊരിതുണ്ട്. ഇപ്പം അതൊന്നും വലിയ മികവൊന്നുമല്ല. എന്തടിസ്ഥാനത്തിലാണ് മികവ്? പിന്നെ പാർവതി എടുത്ത് വെച്ച് ഉരുട്ടുന്ന കണ്ടില്ലേ? പാർവതി തിരുവത്ത് അവളെടുത്ത് വന്ന് പച്ചക്കള്ളം പറയുന്ന നാട്ടില്. നിങ്ങൾ എന്നെ വിളിച്ചില്ല. നീ ആര്? നീ അമ്പ്രാട്ടിയാ? എന്നെ വിളിക്കേ? മുടിയും പിരുത്തിട്ടുണ്ട് വരെയാണ് അമ്പ്രാട്ടി. അമ്പ്രാട്ടിയെ കണ്ടുടങ്ങി എല്ലാവരുടെ റാമൂളി നിൽക്കണം. നാണം കെട്ട സ്ത്രീ, നിലപാടുണ്ടായിരിക്കണം സ്ത്രീ. നിങ്ങളുടെ കൂട്ടുകാരിക്ക് ഒരാൾ ശത്രു ഉണ്ടെങ്കിൽ അവർ പറഞ്ഞ കാര്യത്തിൽ കഴമുണ്ടായിട്ട് പോലും അവരെ എടുത്തു വെച്ച് പറയണ നിനക്ക് എന്ത് നിലപാടാണുള്ളത്? അതെനിക്ക് മനസ്സിലായിട്ടില്ല. നീ ആ MDMA കൂക്കിയെ തുമന്നുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് സുഖിക്കാൻ വേണ്ടിയിട്ട് നീ ആ വർത്തമാനം പറഞ്ഞു. അപ്പം നിനക്ക് സെൽഫ് ലവ് ഓടൊപ്പം തീർന്നില്ലേ? നിനക്കൊരു റെസ്പെക്ട് നിന്നോടെങ്കിലും ഉണ്ടെങ്കിൽ നീ അത് പറയുമായിരുന്നു. ഞാൻ മിക്ക വീഡിയോസും കാണാറുണ്ട്. ലവ് യു ഷെഫീന. ഞാൻ ഈ അടുത്തിടയ്ക്കാണ് ഷെഫീനയുടെ വീഡിയോ കണ്ടത്. ഒത്തിരി ഇഷ്ടമായി. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സുജ. ഹായ്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഷെഫി. താങ്ക് യു റസിയ. താങ്ക് യു ചിത്ര. എനിക്ക് തോന്നുന്നു ഷെഫീനയുടെ റിയാക്ഷൻ കൊണ്ട് എല്ലാത്തിൻ്റെയും ചിറകുടി. അല്ല, ഇവരൊക്കെ വിചാരിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മളിതും കേട്ടിട്ട് മിണ്ടാണ്ട് കുത്തിയിരിക്കും, അല്ലെങ്കിൽ അവർക്കതൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും എന്നുള്ളതാണ്. എനിക്ക് അങ്ങനെ ഒരു ഭാഗമില്ല കേട്ടോ. ഞാൻ അത് പറഞ്ഞതിനകത്ത് ഞാൻ ഉറച്ചു തന്നെ നിൽക്കുന്നത്. എന്തെന്നാലും കോൺസിക്വൻസ് ഐ ആം റെഡി ടു ഫേസ്. തൂക്കിക്കൊള്ളുന്ന വകുപ്പൊന്നുമില്ലല്ലോ. ഇപ്പോൾ കലാപാഹോനം എന്ന് പറഞ്ഞിട്ടാണ് ആ പയ്യനെ പിടിച്ചത്. എന്നിട്ട് സ്റ്റേഷൻ ജാമ്യം കൊടുത്തില്ലേ? ഇനിയിപ്പോൾ കിട്ടിയെന്ന് നോക്കിട്ടെ, 10-14 ദിവസം റിമാൻഡായെന്ന് നോക്കിട്ടെ. അപ്പോഴും എനിക്ക് വേണ്ടി സംസാരിക്കാൻ 10 പേരുണ്ടാകും. അവർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് പാച്ചൻ എന്ന പേരിൽ ഇമാതിരി തോന്നിവാസം ചെയ്യണമെന്ന് തോന്നുന്ന ഓരോ അമ്മമാർക്കും ഞാനൊരു ശത്രു തന്നെയാണ്. എനിക്കത് തന്നെയാണ്. ഞാൻ ആ കാര്യത്തിൽ ശത്രുവാണ്. പിന്നെ ഇവരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, സമരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ, കാല് വയ്യായിട്ട് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു സമരത്തിൽ അങ്ങോളം ഇങ്ങോളം ഇവർ നിന്നിട്ടുണ്ടോ? അത് തീരുന്നവരെ നിന്നിട്ടില്ലല്ലോ. പിന്നെന്ത് പാർട്ടിസിപ്പേഷനാ? പോയി ഞാൻ ഹായ് എന്ന് പറഞ്ഞിട്ട് വരാനാ? വീഡിയോ പിടിക്കാൻ പോയതാ? ഒരു സമരം നടക്കുമ്പോൾ സമരവേദിയിൽ പോയാൽ സമരം തീരുന്നവർ അവിടെ ഉണ്ടാവണം. അതിന് പകുതിക്ക് ഇറങ്ങി വരുന്നത് നിങ്ങൾ പോയത് വീഡിയോ പിടിക്കാനാണെന്നുള്ളൊരു തെളിവാണത്. അത് കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് മനസ്സിലായത് വിധവാ കാർഡ് എടുക്കുന്ന ആളാണോ അച്ചു ചിന്നു? അല്ല, അവർ ഒരു മനുഷ്യനെ എന്ത് തെറിയ വിളിച്ചാൽ അതല്ലേ. എന്നിട്ട് ബിഗ് ബോസ് വന്നിരുന്നിട്ട് അവർ പറഞ്ഞത് കേട്ടായിരുന്നോ? നമ്മുടെ വീട്ടിൽ പട്ടീന്ന് പോലും ആരും വിളിക്കത്തില്ല. പക്ഷെ ഇതെന്തുവാ, ഞങ്ങളുടെ വീട്ടിലൊന്നും ഇങ്ങനെ തെറി വിളിക്കണമെന്നും നമുക്ക് ഇഷ്ടമേ ഇല്ല. നീ ഒട്ടും ഇഷ്ടമില്ല, ഒട്ടും വയ്യ. എന്തൊക്കെ ആയിരുന്നു? ഇല്ലോ, ഞങ്ങൾക്ക് ഇഷ്ടമില്ല. ഇനി ഇരണയുടെ സബ്ജക്റ്റ് എടുക്കണ്ട, അവർക്കത് നല്ല പബ്ലിസിറ്റി. അത് മനസ്സിലായി. അതിൻ്റെ അടുത്ത് ഒരുപാട് പേര് ഉപദേശിച്ചു അനിത. ആ സബ്ജക്റ്റ് എടുക്കണ്ട, അത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. നാക്കിന് എല്ലില്ലാത്ത ഒരു പെണ്ണിനെ വളർത്തിക്കൊണ്ട് വന്ന ഒരു വൃത്തികെട്ട തള്ള എന്തെങ്കിലും പറഞ്ഞാൽ അത് ബോധർ ചെയ്യേണ്ട കാര്യമൊന്നും എനിക്കില്ല. പിന്നെ അവളങ്ങ് ഞൊട്ടു എന്ന് പറയണത്, നേർക്ക് നേരെ വന്നാൽ ഈ ഞൊട്ടരികാരിയൊക്കെ നല്ല വാങ്ങിച്ചുകൊണ്ട് പോകും എൻ്റെ നിന്ന്. അത്രയേ ഉള്ളൂ. എന്താടി നിന്റെയൊക്കെ കൈക്ക് മാത്രമേ ആക്കോ ഉക്കോ ഉള്ളോളാ? ഷെഫീനയുടെ കൈ എന്ത് മാങ്ങ അറിയാൻ പോവുക? അങ്ങ് ഞൊട്ടും കൊല്ലും വെട്ടും. സോഷ്യൽ റിഫോർമേഷൻ നടത്തുന്ന സോഷ്യൽ ആക്ടിവിറ്റിസ്റ്റുകൾക്കും നിന്റെയൊക്കെ ആക്ടിവിറ്റികൾക്കെതിരെ ഞാൻ സംസാരിച്ചു. അതാണ് നിനക്കൊക്കെ ഇളകിയത്. ഫ്രീ സെക്സ് എന്ന് പറയുന്ന അല്ല ഫെമിനിസം എന്ന് ശക്തമായി പറഞ്ഞോളാം ഞാൻ. എൻ്റെ ഫെമിനിസം സമത്വമാണ്. അത് ഞാൻ എപ്പോഴും പറയും, ഇനി പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് മനസ്സിലാകുന്നിടം വരെ. അല്ലാതെ നിന്നെയൊക്കെ പോലെ 2 പൈസയ്ക്കും 3 പൈസയ്ക്കും പൊക്കി കൊടുക്കുന്നതല്ല സ്ത്രീ സമത്വം എന്ന് പറയുന്നത്. അതല്ല ഫെമിനിസം. എൻ്റെ ഫെമിനിസം അതല്ല. എനിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ഫെമിനിസത്തിൽ. ഇത്തയുടെ വീഡിയോയ്ക്ക് കട്ട വെയിറ്റിംഗ് ആണ്. പറ്റി ഷോ കാണിക്കാനാണ് അവൾ മാറിപ്പോയത്. അത്രയേ ഉള്ളൂ. സമരത്തിൽ പങ്കെടുക്കാനല്ല. അത് കോമൺ സെൻസ് ഉള്ളവർക്ക് അറിയാം. സന്ദീപ് കിച്ചുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നല്ല മോന, അവന് ചെറിയ വടയെ പോലെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഇഷ്ടമല്ല കുട്ടി. അതൊരു പാവം കൊച്ചാണെന്നേ, അതിനെ എൻ്റെ വഴിക്ക് വിടുന്നത്. അതെന്ത് ചെയ്താലും അതൊരു വൈറലാക്കാനായിട്ട് കുറേ എണ്ണം നടക്കുന്നുണ്ട്. ഇപ്പം കിച്ചു വന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ഞാൻ കിച്ചുവിനെ വല്ലതും പറയുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ഞാൻ ഒന്നും പറയാൻ പോയില്ല. അപ്പോൾ ആ പ്രതീക്ഷ അങ്ങ് തീർന്നു. ഞാൻ കിച്ചുവിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ കിച്ചുവിനെ എന്നെടുത്ത് തോളി വെച്ചേനാ. കിച്ചുവിനെ ഞാനൊന്ന് പറഞ്ഞു നോക്കിട്ട് കിച്ചുവിനെ അടുത്ത് തോളി വെക്കുന്ന നിങ്ങൾക്ക് കാണാം. അതാണ് ക്യാരക്ടർ. ഏറി പോയിട്ട് തിരിച്ച് ഇറങ്ങിയ വിഷ്ണുവിന് എന്ത് തോന്നുന്നു? ഇറങ്ങിയില്ലെന്ന്. പൊന്നപ്പൻ വീട്ടിലുണ്ടോ? അതോ അമ്മച്ചി വേറെ ആളെ വീട്ടിൽ കേട്ടിട്ട് പൊന്നപ്പനെ കൊണ്ട് പൊന്നപ്പാന്ന് വിളിപ്പിക്കുന്നുണ്ടോ മോനെ?
നിങ്ങളോട് ചോദിക്കാൻ വെച്ചൊരു ചോദ്യം. നിങ്ങൾ എല്ലാവരെയും കുറ്റം കാണുമ്പോൾ പറയുന്നു, പക്ഷേ നിങ്ങൾ ഒരു മുസ്ലിം സ്ത്രീയല്ലേ? എന്നിട്ട് തലയിൽ തട്ടമിട്ട ഷെഫീന അല്ല, നെറ്റിയിൽ ചുട്ട വെച്ച ഷെഫീനയും കാണുന്നു. അതോ അതിപ്പം ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമല്ലേ അപ്പം എനിക്ക് അങ്ങനെ നടക്കണമെന്നൊന്നും ഞാൻ അങ്ങനെ നടക്കും. സോ ഞാൻ എവിടെയെങ്കിലും വന്നിട്ട് ഞാൻ ഇസ്ലാം മതവിശ്വാസിയാണ് എന്ന് എവിടെയെങ്കിലും പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. വാ, അങ്ങനെ ഒരു അവസ്ഥ ഞാൻ പറയാത്തടുത്ത് പിന്നെ എന്നോക്കണം. പിന്നെ ആ ചോദ്യം തന്നെ റോങ് അല്ലേ? ഞാൻ ഡ്രസ്സ് ഇടുന്നത് എനിക്ക് സന്തോഷത്തിനാണ്, നാട്ടുകാരെ കാണിക്കാനല്ല. ഞാനൊരു മെറ്റീരിയലായിട്ട് എവിടെയും പോയി നിൽക്കാറില്ല. ഞാൻ അഥവാ അങ്ങനെ ഒരു മെറ്റീരിയലാണെന്ന് കാണുന്നത് എൻ്റെ ഹസ്ബൻഡായിരിക്കണം എന്ന് നിർബന്ധമുള്ളതാണ്. എനിക്കങ്ങനെ തോന്നി ഞാൻ അദ്ദേഹത്തിൻ്റെ ഒപ്പം അങ്ങനെ പലതും കാണിച്ചെന്ന് വരും. പുറത്ത് മറ്റുള്ളവർ കണ്ട് എന്നാക്കുന്ന പരിപാടിക്ക് ഞാനില്ല. കഷ്ടപ്പാട് ഞങ്ങൾ കണ്ടു. പൊന്നപ്പ നീ എൻ്റെ പൊന്നു ബിസ്ണു, അച്ഛൻ അവിടെ നിന്ന് പോയ സ്ഥിതിക്ക് അമ്മച്ചിയുടെ പുറത്ത് ആരൊക്കെ കയറുന്നു പോയി നോക്ക് പൊന്നപ്പ. ഇവിടെ വന്നിട്ട് വെറുതെ ആവശ്യമില്ല എൻ്റെ വായിന്ന് കേൾക്കാതെ പൊന്നപ്പ. അമ്മ ഈ പൊന്നപ്പനെ എടുത്ത് കളം അമ്മ. നിങ്ങൾ പറഞ്ഞത് ഒരു തെറ്റുമില്ല, വാക്കുകളിൽ കുറച്ച് മൂർച്ച ഉണ്ടായി, ശരിയാണ്. പക്ഷേ ഒരു പെൺകുട്ടിയുടെ അമ്മ എന്ന നിലയിൽ ഞാനത് സമ്മതിക്കില്ല. എൻ്റെ കുട്ടി ആ ഡ്രസ്സ് ഇടാൻ, അതിപ്പോൾ എത്ര മോഡലായാലും. സിമ്പിൾ. തട്ടം ഇടാത്തതാണ് വിഷമം, കഷ്ടം. അതൊക്കെയാണ് അവരുടെയൊക്കെ പ്രശ്നം. ഞാൻ അമ്പലത്തിൽ പോകുന്നു, തട്ടം ഇടുന്നില്ല, ഇതൊക്കെയാണ് അവരുടെ പ്രശ്നം. അങ്ങനെ ഒരു പിന്നെ ഓർത്തഡോക്സ് ഭയങ്കര ഷീരിയറായിട്ടുള്ളൊരു ഓർത്തഡോക്സ് ഫാമിലിയിൽ ഞാൻ ജനിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്തെന്തുവാ പറഞ്ഞതുപോലെ എൻ്റെ വ്യക്തിപരമായ എനിക്ക് ബഹുമാനപ്പെടും. ഓഫ്, ഞാൻ ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു. നീ ആർക്കും ഈ അനുഭവം ഉണ്ടാകാൻ പാടില്ലെന്ന് നന്ദി. Jangan mana punya മാമണക്ക് മഞ്ഞിമാഞ്ഞ. ഇവിടെ മോനെ ഒരു തട്ട എടുത്തോടാ, തട്ട ഇടാ. നീ അതായിട്ടൊന്നും പറയണ്ട. തട്ടല്ലടാ, എന്നാ തട്ട ഇതെങ്കിൽ ഇതെടുത്ത് തട്ട ഇട്ടാൽ അറിയാം. നൈറ്റി അല്ലേ? അവിടെ അല്ല, ഇവിടെ ഈ ഒരു ബോക്സിനകത്താണ്. ഇതിൻ്റെ ഇത് തുറന്നാൽ അവിടെ ഒരു ബോക്സ് ഇരിപ്പുണ്ട്, അതിനകത്താണ്. ഇപ്പുറത്തെ തുറ, ഈ ഡോർ തുറ. നിന്നെ ആരാ കോൾ ചെയ്യുന്നു? ആ ബോക്സിനകത്ത്. മഞ്ഞത്തട്ടം. മഞ്ഞത്തട്ടമിടാനാണ്. തട്ടമിട്ടൊരു പെൺമിനി. എന്തിന് തേച്ചതൊന്നും അല്ല കേട്ടോ, കണ്ടാണൊക്കെ ഇരുന്ന് നിങ്ങളങ്ങ് സഹിച്ചോളി. ഞാൻ തട്ട ഇട്ടിട്ടിരിക്കട്ടെ. ഇനിയിപ്പോൾ തട്ട ഇല്ലാത്തോണ്ടാണ്. നീ മുഖം മറയ്ക്കണമെന്ന് പറയുക. അങ്ങോട്ട് കേട്ട സാധനമേ. ഇതൊക്കെ ഇട്ട് ഈ ചൂടത്തിരിക്കുന്നവരെ സമ്മതിച്ചു കൊടുക്കണം സത്യമായിട്ട്. മതിയോ? ഇപ്പം സെറ്റായോ? ഓക്കെയോ? തട്ടക്കാരൊക്കെ പോയാ? തട്ടം പേടിച്ചു ഭരിക്കരുതേ മൈലാന്തി തെളിയേ. പോയാടേ ഷെഫീന? ഹൗ അറിയൂ? സോ മറ്റുള്ളവരും ഇറ്റാൻ ഇൻഡിപെൻഡൻസി അല്ലേ ആഗ്രഹിക്കുന്നത്. സോ അവർക്ക് മില്ലില്ല, അവർക്കും ഇൻഡിപെൻഡൻസി ഉണ്ട്. എടാ നിനക്കിപ്പം ഇച്ചി മുള്ളണമെന്ന് തോന്നി, സപ്പോർട്ട്. നിന്റെ ഇൻഡിപെൻഡൻസ് ആണ്. നിനക്ക് എവിടെയെങ്കിലും നിന്നാൽ ഇച്ചി മുള്ളണമെന്ന് തോന്നി, അതുകൊണ്ട് നീ ബസ് സ്റ്റാൻഡിൽ അത്രയും മനുഷ്യർ നിൽക്കുമ്പോൾ അവിടെ പൊക്കി പിടിച്ചോണ്ടൊന്നും ഇച്ചി മുള്ളൂടാ. മുള്ളൂലേ? നാണകേടല്ലേടാ? അത്രയുള്ളൂടാ. നിന്റെയൊക്കെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇടം വരെയാണ്. നിന്റെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ അവരതിനെതിരെ ആക്ഷൻ എടുക്കും. അത് മനസ്സിലാക്കുക. ഇത് കണ്ട് നാളെ മണ്ണകൾ പറയും തട്ടത്തെ അപമാനിച്ചു ഷെഫീനാന്ന്. ഞാനിപ്പോൾ റെഗുലറായി കാണുന്ന ഷെഫീന ചേച്ചിയുടെ വീഡിയോ മാത്രമാണ്. എല്ലാ പോയിന്റും കറക്റ്റാണ്, എല്ലാ കണ്ടന്റും കാലിക പ്രാധാന്യമുള്ളതാണ്, സമാധാനമായി കേൾക്കാൻ പറ്റും. താങ്ക് യു കേട്ടോ. ആദ്യമായിട്ടാണ് ഒരാൾ എൻ്റെ കണ്ടന്റ് കാലിക പ്രാധാന്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് സമാധാനമായിട്ട് പറഞ്ഞു. സത്യം, പലരും ബ്ലൈൻഡ്ലി ഇഷ്ടം കൊണ്ട് പറയുന്നതിന് ഒരാളെങ്കിലും അത് മനസ്സിലാക്കി പറഞ്ഞല്ലോ, സന്തോഷം കേട്ടോ. ഞാനൊക്കെ ഞാൻ അല്ലെങ്കിൽ പറയുന്നത് വീട്ടിലേക്ക് മനസ്സിലാവാനായിട്ടാണോ ഇതെന്താ മിണ്ടാണ്ടിരിക്കുന്നതെന്ന്. താങ്ക് യു, സൂപ്പർ. താങ്ക് യു. അയ്യോ സുന്ദരിയായല്ലോ. തട്ട ഇല്ലെങ്കിൽ സുന്ദരിയാണ്. നാളെ അല്ലെങ്കിൽ തട്ട ഇട്ടുണ്ട് വരാൻ പോരെ. തട്ടൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, തട്ട ഇട്ടുണ്ട് വരാം കേട്ടോ. എനിക്ക് തട്ട ഇട്ടുണ്ട് വരാത്തോണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ സുന്ദരിയാവി പോകുമെന്ന് എനിക്ക് തന്നെ ഒരു ബോധമുള്ളതാണ് ഞാൻ തട്ട ഇടാത്തത്. ഇനിയിപ്പോൾ ഇതൊക്കെ ഇട്ടുണ്ട് വന്നിരുന്നിട്ട് ഇനി അല്ലെങ്കിൽ തന്നെ ഇവിടെ കല്യാണാലോചനയുടെ ബഹളമാണ്. ഇനി ഇതിൻ്റെ പുറത്തൊരു കല്യാണാലോചന വരണ്ടാന്ന് ഓർത്തിട്ടാണ്. ആ ലൈവിൽ നമുക്ക് തട്ട ഇട്ടുണ്ട് വരാം. അപ്പോൾ ആ പ്രശ്നം അങ്ങ് പരിഹരിക്കപ്പെടുമല്ലോ. ഏത് ആദ്യം തന്നെ വീഡിയോ സൂപ്പറാണ്. താങ്ക് യു. നിങ്ങളുടെ പല വീഡിയോസും കണ്ടാണ് എൻ്റെ ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് കിടക്കാനും അവനിൽ നിന്ന് മാറി നടക്കാനും ഞാൻ പഠിച്ചത്. ഒരുപാട് ഇൻസ്പിറേഷൻ ഒന്നും വെൽക്കം കുട്ടി. എന്താ തട്ടിട്ട് വന്നേ സത്യമായിട്ട് നിന്റെയൊക്കെ പേരെഴുതി വെച്ചിട്ട് ഞാൻ വല്ല വഴിക്ക് ഇറങ്ങി പോകും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട കേട്ടോ. എന്തിനാ തട്ടയിട്ടേന്ന്? തട്ടയിട്ടാലും തട്ടയിട്ടില്ലെങ്കിലും ഷെഫീന ജി മുഞ്ചത്തിയാണ്. താങ്ക് യു. ഞാൻ പറഞ്ഞതുകൊണ്ട് തട്ടയിടുന്നു. ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറാണോ?
പാത്തു നീ വെറുതെ ചൊറിയല്ലേ, ഞാൻ കടിച്ച് വലിച്ച് തുപ്പി എടുത്തങ്ങ് ദൂരെ കളയും, നീ പൊയ്ക്കോ. വെറുതെ വന്ന് ചൊറിഞ്ഞ് വാങ്ങിക്കാൻ നിൽക്കാതെ നീ പോവാൻ നോക്ക്. തട്ട ഇട്ടാ കുറ്റം, വിട്ടില്ലേ കുറ്റം, ഞാൻ നിന്നാ കുറ്റം, നടന്നാ കുറ്റം, കിടന്നാ കുറ്റം. അയ്യോ എൻ്റെ ആ പള്ളി ഇതും കണ്ട് കല്യാണം കഴിച്ചുകൊണ്ട് അന്യദേശത്തു നിന്ന് കൊണ്ടുവന്ന പെണ്ണിനെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് യാതൊരു നേരം കുറ്റം പറയുന്നതാണ് കാണാതെ. തൊട്ടേനെ പിടിച്ചു നോക്കുക കുറ്റാണ്. ആരാണ്ട് പറയണത് കേട്ട് ഞാനങ്ങാണ്ട് വളഞ്ഞാ നടക്കണേന്ന്. പറയുന്നവർക്ക് ആ വളവ് വരാതിരിക്കട്ടെ. ശരീരം കാണിക്കുന്നതിൻ്റെ പ്രശ്നമില്ല. തട്ടം ഇടാത്തതാണോ പ്രശ്നം? ശരീരം കാണിക്കുന്നതിൻ്റെ പ്രശ്നമില്ല. അതൊക്കെ അവർ കാണിക്കാതിരിക്കുകയൊക്കെ ചെയ്യട്ടെ. നമ്മളത് കണ്ട നമ്മൾ പറയുന്ന കാര്യമാണ്. ഞാനിന്ന് കണ്ട ഒരുത്തി കാല് പൊക്കി മേലോട്ടാക്കുന്നത് ആരെന്നറിയാമോ? എന്താ അവളെ പേര്? നിമിഷ വെച്ച് കാല് പൊക്കി അങ്ങ് മേലോട്ടാക്കുന്നു. അടിയിലൊരു കാൾസറ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. അതൊരു മിസ്സിങ് പോയിന്റാണ്. നീ നാളെ ഒരു കാല് പൊക്കി മേലോട്ട് പൊക്കുമ്പോഴത്തേക്ക് കീറൽ കാണുന്ന കണക്ക് കാണിയിരടി. ചുണയുണ്ടെങ്കിൽ അന്തസ്സുണ്ടെങ്കിൽ നിന്റെ മക്കളുടെ അമ്മച്ചിയാണ് നീയെങ്കിൽ കീറൽ കാണുന്ന കണക്ക് കാല് പൊക്കടി കാണട്ട്. എല്ലാവരും കണ്ട് ആസ്വദിക്കട്ടെ. നമ്മുടെ ശരീരം മറ്റുള്ളവർ കണ്ട് ആസ്വദിക്കാനുള്ളത്. ഗുഡ് ആൻഡ് ബ്യൂട്ടിഫുൾ. താങ്ക് യു. നാളെ നല്ല ലുക്കുള്ള ആളാണ്. താങ്ക് യു. ഇന്ന് എന്നെ എല്ലാവരും ഒന്ന് പുകഴ്ത്തുവാണല്ലോ. പള്ളി അപ്പുറത്തുള്ള ഹേറ്റേഴ്സ് ആത്മഹത്യ ചെയ്യുമല്ലോ. നിങ്ങളിത് എന്തുദ്ദേശിച്ചാണ് കുട്ടികളെ? ഇങ്ങനെയൊന്നും പറഞ്ഞൂടാ, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. അപ്പുറത്തുള്ള ഹേറ്റേഴ്സ് എന്തെങ്കിലും ചെയ്യും. ലാംഗ്വേജ് ഇടയ്ക്ക് വല്ലാതെ ഹാഷാകുന്നത് ഒഴിച്ചാൽ കാണാൻ നല്ലത്. ശരീരം കണ്ട് ആസ്വദിക്കാൻ ഉള്ളതല്ല. കറക്റ്റ്. ഖദീജയ്ക്ക് ബുദ്ധി വന്നു. സുന്ദരി തന്നെ. ഹായ്. അതൊക്കെ ഓരോരുത്തരുടെ സൗന്ദര്യം എന്നൊക്കെ പറയണതേ ഓരോരുത്തരുടെ കണ്ണുകളിലാണ്. ഇപ്പോൾ ഇച്ചിരി കളർ കുറഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് വലിയ കാഴ്ചയായിട്ട് തോന്നുമോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. സൗന്ദര്യമൊക്കെ ഓരോരുത്തരുടെ കാഴ്ചയിലുള്ളതാണ് എന്നുള്ളതാണ്. എന്താ സൂമ ചേച്ചി കിട്ടിയിട്ട് അവർ എലിവിഷൻ സ്ലോ പോയിസൺ ആണ് എലിവിഷൻ. അത് പെട്ടെന്നൊന്നും ചത്തുപോകില്ല, അതൊന്നും കഴിക്കത്തില്ല. എന്താ മനസ്സിൽ ഇടയ്ക്ക് വെച്ചേ നമ്മൾ തലയിൽ തട്ടിട്ടിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ട് അത് വെച്ചിട്ടായിരുന്നു പറയണത്തിന് കളിയാക്കലുകൾ. നമ്മളൊക്കെ തട്ടിട്ടാൽ തലയിൽ തന്നെ കിടക്കും. അതെന്തുകൊണ്ടെന്ന് അറിയാമോ? ആ രീതിയിൽ ഇടുന്നത് കൊണ്ടാണ്. അപ്പോൾ ഹെൽപ്പ് ചോദിച്ചാൽ തരുമോ? സോറി മോളെ, ഞാൻ ഒരാളെ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ സാധാരണ വ്യക്തിയാണ്. ആയിക്കോട്ടെ, ഫേമസ് ഒന്നുമില്ല. ഓക്കെ ആയിക്കോട്ടെ. ഇപ്പോൾ ഒരു ബ്ലാക്ക് മെയിൽ നേരിടുന്നുണ്ട്. സീരിയസ്ലി ഇതിനെതിരെ എന്ത് ചെയ്യണം? എവിടെ പോകണേ? രാത്രിയാ? എപ്പം വരും? 2 o'clock. ജെൻസി ഇവിടെ ജെൻസി പുറത്തു പോവേന്ന് ഒന്നും ചോദിക്കാൻ പാടില്ല. അല്ലല്ലേ, ജെൻസി ആണ്, അതുകൊണ്ട് നമ്മൾ മിണ്ടരുത്. മണി മിണ്ടരുത്. ചുപ്രോ ഗൈസ് എത്ര പേരുണ്ട്? 150. നിങ്ങൾ ആരും മിണ്ടരുത്. ജെൻസി പുറത്തു പോവുകയും ജെൻസി തിരിച്ചെത്തണേ. നോ യെസ്, അല്ലെങ്കിൽ ഞാൻ വിളിച്ചോണ്ടിരിക്കും. നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയാൽ നിന്റെ സുഹൃത്തുക്കളെ വിളിച്ചോണ്ടിരിക്കും. ഭ്രാന്തടിപ്പിക്കും ഞാൻ. അതുകൊണ്ട് 12 മണിക്ക് ഹാജരായിക്കോളൂ. ഒന്നുമില്ല. ഇപ്പോൾ ബ്ലാക്ക് മെയിൽ നേരിടുന്നുണ്ട്. ഇതിനെതിരെ എന്ത് ചെയ്യണമെന്ന് മുന്നോട്ട് പോകണമെന്നൊന്നും പറഞ്ഞ് ഞാൻ സഹായിക്കും. സ്റ്റേഷനിൽ പോയിട്ടേ ഏതാ സ്റ്റേഷൻ വരുതി അവിടെ പോയി പറയുക. ഇന്നെന്താ കറിയുന്നു? ഇന്ന് ഞങ്ങൾ ചിക്കൻ കറി വെച്ചു. ഞാൻ ഇന്നലെ കുറച്ച് പാര പോലത്തെ കുറച്ച് സാധനം പോയി വാങ്ങിച്ചു. അത് വെച്ചൊരു കറി വെച്ചു. കപ്പ കറി വെച്ചു. കുറേ നാളുകൾക്ക് ശേഷം കപ്പ കറി വെച്ചു. ഇന്ന് അതിനുള്ള സമയമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ്. ബാക്കി കുറേ റിയാക്ഷൻ വീഡിയോ മൊത്തം മലറിലാണ്. ഓവർ റിയാക്ഷനാണ്. കണ്ടു കഴിഞ്ഞ് പൊന്നിച്ചവരൊക്കെ ചേച്ചിയുടെ കണ്ടു തുടങ്ങിയത് മുതലാണ് വീണ്ടും റിയാക്ഷൻ വീഡിയോ കാണണമെന്ന് തോന്നിയതണേ. ആണോ ജോസറ്റി? താങ്ക് യു. ഗുഡ് മാം. ഞാനും ചെയ്യുന്നുണ്ട് അങ്ങനെ തന്നെ. ആണോ? ഇഞ്ചീതു പായക കള്ളച്ചീതി പായക മറക്കമെന്ന് തോന്നൂ ഇല്ലയേ. എനിക്ക് കുറേ പേര് കൊണ്ടുവന്നിട്ടേ ഇട്ടിട്ട് റിയാക്ട് ചെയ്യുമെന്ന് വെച്ചു. നിങ്ങൾ ഈ റിയാക്ഷൻ വീഡിയോ എനിക്കെതിരെ ഇട്ടില്ലേ, ഏതെങ്കിലും ഒരാൾ ഒരു എന്താ പറയണേ, അവിടെയും ഇല്ല ഇവിടെയും ഇല്ലാത്ത രീതിയിലൊരു ന്യൂട്രലായി നിന്ന് എന്നെ വിമർശിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ ഞാൻ റിയാക്ട് ചെയ്യാം. നമുക്ക് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം അതിൻ്റെ കോൺടെസ്റ്റ് എന്തായിരുന്നു എന്നും ഞാൻ എന്തിനാണ് പറഞ്ഞതെന്നൊക്കെയുള്ള നമുക്ക് വേണമെങ്കിൽ അവർക്കൊരു ഇത് കൊടുക്കാം. അല്ലാതെ ഇവിടെയൊക്കെ ഇരുന്ന് കുറേ കൂറകൾ ഇവരൊരു ലൂപ്പിലിരുന്ന് കൊണ്ട് നമ്മളെ ആക്രമിച്ചാൽ അതിന് നമ്മൾ താരത്തെ രോമത്തിൻ്റെ വില പോലും കൊടുക്കേണ്ടെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായം അതാണ്. പോയി ചാകാൻ പറ. ഇവറ്റുള്ള ആരാണ്? എന്നെ ജഡ്ജ് ചെയ്യാനും മാത്രമുള്ള എന്ത് ക്വാളിറ്റിയാണ് ഇവറ്റുകൾക്കുള്ളത്? ഞാൻ പറഞ്ഞത് നങ്ങേലിയുടെ കമൻറ്റ്, നങ്ങേലിയെ ബേസ് ചെയ്തിട്ട് ഒരു കമൻറ്റിനെ അത്രയും വൾഗറായിട്ട് എടുത്ത് വെച്ച് സ്റ്റേറ്റ് ചെയ്ത അതിനെയാണ് ഞാൻ പറഞ്ഞത്. പലരും പറഞ്ഞു 2023 എടുത്തു. അവൾ 2023 ഇട്ടതുപോലെ എനിക്കിവിടെ എന്തൊരുണ്ട വരാൻ. പക്ഷേ ഇത്തരത്തിൽ ചെയ്തിട്ട് ഇന്നത്തെ ആൾക്കാർ, അതായത് നമ്മളെ ഒരു ജനറേഷൻ ഉണ്ട്. ഇവർ പറയുന്ന കണക്ക് ഇതിന് മുമ്പ് ജെൻസിക്ക് മുമ്പ് ഒരു ജനറേഷൻ ഇവിടെ ഉണ്ട്. അവർക്ക് ഇവിടെ ജീവിക്കണ്ടേ?
നിങ്ങൾ ജീവിച്ചു, ഞങ്ങൾക്കും ജീവിക്കണം. അതേപോലെ നിങ്ങൾ അങ്ങോട്ട് ചാടി കയറും, ചവിട്ടി കുത്തും, കുറെ തെറി വിളിക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മൗനമാവണമെന്ന് പറയുന്നത് ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. തിരിച്ച് നല്ലത് തരും, അത്രയേ ഉള്ളൂ. പണ്ടത്തെ കാലമല്ല, പണ്ടത്തെ പോലെ അല്ല എന്നൊക്കെ പറഞ്ഞാൽ അത് പണ്ടുള്ളവരിവിടെ ചത്ത എല്ലാവരും ഇരിപ്പില്ലേ? അങ്ങനെയൊന്നുമില്ല. ഞങ്ങളൊക്കെ ജീവിച്ച രീതി. ഇപ്പം ഞാൻ ഈ ഇടയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴത്തേക്ക് അവിടെ ഒരാൾ പരാതി തരാൻ വന്നിട്ടുണ്ടായിരുന്നു. മണിയണ്ണൻ എന്നാണ്. മണിയണ്ണൻ പരാതി കൊടുക്കുന്ന എൻ്റെ ഒരു അടുത്ത കൂട്ടുകാരിയുടെ സഹോദരൻ്റെ മകൻ്റെ എതിരെയാണ്. അവനെന്തോ കഞ്ചാവ് കേസിലങ്ങോട്ട് പിടിക്കപ്പെട്ടപ്പം ഈ തൂഫാൻ്റെ എന്തോ ഒരു ആളാണ് അത് എന്തോ ഇൻഫർമേഷൻ കൊടുത്തതിൻ്റെ പേരിലാണ് ഇവനെ വീട്ടിൽ കയറി പിടിക്കുക, അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ തൊട്ട അയലത്തായതുകൊണ്ട് മണിയണ്ണനെ ഇവർ അങ്ങ് തെറിയെന്ന് മാത്രമല്ല പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൂടെ പച്ച തെറി എഴുതിയിടുക, ആ കൊച്ചിനെ അയാളെ അങ്ങ് കൊല വിളിക്കണം. ഈ മണിയണ്ണൻ സത്യത്തിൽ ആരാന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നതിലുള്ളവർക്ക് ചോദിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ആള് പിന്നെ വണ്ടി ഓടിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ കാറുണ്ട്, ഡ്രൈവർ വരാത്ത ദിവസം അല്ലെങ്കിൽ നമുക്ക് ഞായറാഴ്ച ദിവസം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ 1 day പേയ്മെന്റ് കൊടുത്താൽ ചേട്ടൻ വരും. നമുക്കൊക്കെ ഭയങ്കര റെസ്പെക്റ്റ് ആണ്. അത് എന്തുകൊണ്ടാണ് ഞാൻ തൊഴിലും കൂടെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിൽ ബേസ് ചെയ്തല്ല നമ്മൾ അയാളെ റെസ്പെക്ട് ചെയ്യുന്നത്. അദ്ദേഹം അത്രയും നാളവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി, മാന്യമായി ജീവിക്കുന്ന ഒരു വ്യക്തി, ഒരു രീതിയിലുള്ള മോശപ്രവൃത്തിയിലില്ലാത്ത ഒരു വ്യക്തി എന്നുള്ള രീതിയിലും നമ്മുടെ ഉമ്മയുടെയൊക്കെ വയസ്സുള്ള ഒരാൾ എന്ന രീതിയിൽ നമുക്കൊരു റെസ്പെക്റ്റാണ് പുള്ളിയോട്. അല്ലെങ്കിൽ ഉമ്മയൊക്കെ അത്രയും റെസ്പെക്റ്റോടെ മണിയനെ വിളിക്കി എന്നൊക്കെ പറയുന്ന ഒരു ഇതിലാണ് നമ്മുടെ ഓർമ്മകളിൽ അദ്ദേഹം ഉള്ളത്. ആ മനുഷ്യന് ഇത്രയും തൊട്ടി വർത്താനം പറയാൻ ആ പിള്ളേർക്ക് സാധിക്കുന്നത് ഭയങ്കര, എനിക്കതങ്ങോട്ട് ഉൾക്കൊള്ളാൻ വയ്യ. ഇന്നത്തെ കാലഘട്ടത്തിലെ പിള്ളേർക്ക് ആരെയാണ് പറയണത്, എന്താണ് പറയണത് എന്നുള്ളത് ഒരു ബോധവുമില്ല. കഥ പറയല്ല, കമന്റ് വായിക്കും. നിന്റെ കമന്റ് ഇത്രയും നേരം ഞാൻ വായിച്ചില്ലേ? ശരിക രണ്ടും കൽപ്പിച്ചെന്നാണല്ലോ പറയണം. ഞാൻ ചെയ്തത് അങ്ങനെ തന്നെ. പ്ലക്കമ്മ ആരെന്നാണ് എനിക്കറിയില്ലായിരുന്നു. കുക്കുടെ പറയുന്ന പ്ലക്കമ്മ ഞങ്ങൾക്ക് അറിയത്തില്ല, ചിന്നക്കട വെടി ഞങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ അറിയണ്ട. ഞാൻ പറഞ്ഞു തന്നെ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ബഹുമാനം എന്താണെന്ന് അറിയത്തില്ല. രണ ഫാത്തിമയെ കണ്ടില്ലേ? ആരെങ്കിലും ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഉത്തരവാദി ആരെന്നറിയാമോ? തള്ളയാണ്. ഈ എൻ്റെ കൂട്ടുകാരി അവളെയാണ് ഞാൻ പറയുക. കാരണം അവളുടെ ആ സഹോദരൻ്റെ മകനല്ലേ, പറഞ്ഞു വിലക്കിക്കൂടെ? നമ്മുടെ ജനറേഷനിലുണ്ടായിരുന്ന അത്രയും റെസ്പെക്റ്റീവ് ആയുള്ളൊരു വ്യക്തിയെ ഇമാതിരി മക്കൾ അവമാനിക്കുമ്പോൾ അത് പറഞ്ഞു വിലക്കേണ്ടതൊരു ഉത്തരവാദിത്തമല്ലേ? ചെയ്യുന്നുണ്ട്. അയാൾ പോയി പറഞ്ഞോണ്ടേ CIFIR ഇട്ട് ഞാനവിടെ ഇരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് അറിയുന്ന വ്യക്തിയാണ്, അത്രയും മര്യാദയാണ് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് അയാളോട് എന്ന്. അത് അയാളുടെ പദവിയോ ജാതിയോ ഒന്നും നോക്കിയിട്ടല്ല. ആ വ്യക്തി അത്രത്തോളം പ്രിയപ്പെട്ടവരാണ് നമുക്ക്. ഞങ്ങളുടെ ജനറേഷൻ അവിടെ എക്സിസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ റെസ്പെക്ട് ചെയ്യുന്ന വ്യക്തികളെ നിങ്ങൾ ജനറേഷൻ റെസ്പെക്ട് ചെയ്തില്ലെങ്കിൽ അടിച്ച് കാരണം പോയിക്കാൻ ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് ജീവിക്കണം, നിങ്ങൾ മാത്രം ജീവിച്ചാൽ പോരാ. നിനക്കൊക്കെ തുണി ഊരി നടക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, അത് വല്ല സിറ്റിയിലൊക്കെ പോയി കിടന്ന് കാണില്ല. ഞങ്ങളുടെ ഏരിയയിലോട്ട് വന്നിട്ട് ഇതുപോലെയൊക്കെ കാണിച്ച് അടി 4 പരിക്ക് തരും. ഞങ്ങളുടെ കുട്ടികൾ ഇതിൽ അട്രാക്റ്റ് ആയി അതിനകത്ത് വന്ന് എനിക്ക് പാഷൻ ടെക്നോളജി പഠിക്കുന്ന പിള്ളേരെ തന്നെ കണ്ടുകൂടാ. ഈ ഒരു സാധനം കണ്ട ശേഷം എൻ്റെ വീട്ടിലെങ്ങനെ ആരെങ്കിലും പഠിക്കണമെന്ന് പറഞ്ഞാൽ തന്നെ അടി പറ്റിക്കും ഞാൻ. അമ്മാതിരിയായി എനിക്ക്. ആണോ? മക്കൾ നല്ല രീതിയിൽ വളരണമെന്ന് ആഗ്രഹിക്കുന്നവർ കുറെ പഴയ രീതിയിൽ നിന്നും അഡാപ്റ്റ് ചെയ്ത് ന്യൂജനായിട്ട് ജീവിക്കണം. അതിലാണ് കാര്യം. കംപ്ലീറ്റ് ന്യൂജനായാൽ കൈവിട്ടു പോകും. ചേച്ചിയുടെ എല്ലാ വിഷയവും പക്കാണ്. അത്രയേ ഉള്ളൂ. നമ്മളിവിടെ എനിക്കുണ്ടായിരുന്ന ആ ഒരു ലെവൽ ഓഫ് സ്വാതന്ത്ര്യമൊന്നും മീൻസ് എൻ്റെ കുട്ടികൾക്കുള്ള സ്വാതന്ത്ര്യമൊന്നും എനിക്ക് അത്രയൊന്നും കിട്ടിയിട്ടൊന്നുമില്ലായിരുന്നു. സീരിയസ്ലി എല്ലാത്തിനും ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. ബട്ട് എനിക്കിപ്പോഴും എനിക്കതിനകത്തൊരു അയ്യോ എന്നെ അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്തല്ലോ എന്നൊരു പ്രയാസം എനിക്കില്ല കേട്ടോ. ഒരുപക്ഷെ അന്ന് നമുക്ക് അറിവില്ലാത്തൊരു പരുവത്തിൽ ആ റെസ്ട്രിക്ഷൻ അവർ തന്നിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ ഏറ്റവും വഴിവെച്ച ആൾക്കാരായിട്ടുണ്ടാകും. പിന്നീട് നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ പിന്നീട് ആലോചിക്കുന്നതും അതാണ്. ഞാൻ ചോദിക്കാറുണ്ട്, ഇപ്പം പഠിത്തത്തിൽ മോശമായതിനാണ് ഇളയതിനെ പിടിച്ച് കെട്ടിച്ചു കൊടുത്തത്. ഞാൻ അമ്മയുടെ തപ്പഴേ പറഞ്ഞു, കെട്ടിക്കല്ലേ, അവൾ പഠിച്ചു തീരട്ടെ എന്ന് പറഞ്ഞു. അവസാനം പുള്ളി മരണപ്പെട്ട് കുട്ടി തിരിച്ച് വീട്ടിൽ 2 കുട്ടികളെ കൊണ്ടുവന്നപ്പോൾ അന്തം വിട്ടുപോയി. അന്ന് ഞാൻ കളിയാക്കിയതാണ്. അതിനെ പഠിക്കാൻ വിട്ടിരുന്നെങ്കിൽ, അത് പഠിച്ചില്ല, അതുകൊണ്ട് പറഞ്ഞു കൊടുക്കണം. പഠിത്തമാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ കരിയറാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മളെ മാതാപിതാക്കൾക്ക് പറ്റത്തില്ലേ? പറഞ്ഞു കൊടുക്കണം. പിന്നെ നമ്മുടെ മൂല്യബോധങ്ങളുണ്ട്, നമുക്കൊരു സംസ്കാരമുണ്ട്. നിങ്ങൾ വിദേശത്തോട്ട് പോകും, 2026 നിങ്ങൾ 2080-കളിലാകട്ടെന്ന്. 2080-കളിലായിട്ട് നിങ്ങൾ പബ്ലിക് സ്പേസിൽ കിടന്നുകൊണ്ടുണ്ടാക്കുമോ? അച്ഛനും അമ്മയും കളിക്കുമോ? ഇല്ലല്ലോ. അങ്ങനെ എവിടെ ചെയ്താലും അത് ക്രൈം തന്നെയല്ലേ? ജട്ടി മാടി ഇടുന്നതാണ് പുരോഗമനം എന്ന് ചിന്തിക്കുന്ന ഒരു വൃത്തികെട്ട സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. അത് പറഞ്ഞപ്പോൾ ഉടനെ വള്ളം കളി പോലും വന്നിരുന്നുകൊണ്ട് എന്നെ തെറി വിളിക്കുന്നു. എടി വള്ളത്തി മേലി ആ ഏരിയ കണ്ടുവരുന്നു തന്നെ. ഞാൻ പിന്നെ പകുതിയെ പറഞ്ഞോളൂ തന്നെ. അത് 100% സത്യമാണ് കേട്ടോ. ന്യൂജൻ പിള്ളേരെല്ലാവരും അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല. അവർ എന്നെ മനസ്സിലാക്കുന്ന ഒത്തിരി പേരുണ്ട്. നമ്മളിപ്പോൾ വീട്ടിലെ കുട്ടികൾക്ക് ഒരു കാൽസ്രേ ഇടലും അതിൻ്റെ കൂടെ ഒരു ബനിയൻ ഇടുന്ന ഒരു ടൈമുണ്ട്.
അപ്പോൾ അതൊക്കെ വീട്ടിൽ ചിലർ കുറച്ച് മുതിർന്നവരുമല്ലൊക്കെ ഞാൻ പക്ഷേ അത് പറഞ്ഞു കൊടുക്കും. അതൊക്കെ അവരുടെ ഫ്രീഡം അല്ലേ. കുറച്ച് അങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല, ഒരു വൾഗാരിറ്റിയും അതിനകത്തില്ല. അതൊക്കെ ഉപയോഗിച്ചാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. പക്ഷേ എന്താ പറയുന്നത്, ഇതൊക്കെ നിങ്ങൾ ഒറിജിനൽ ഇതിൽ വന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. ഈ ഫേക്ക് ID വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല. പിന്നെ ഞാൻ ചാകാൻ ആഗ്രഹിക്കാൻ എൻ്റെ സ്വത്തൊന്നും നിനക്ക് കിട്ടത്തില്ല. അതിന് 2 ആമ്പിള്ളേരുണ്ട്. ഞാൻ ചത്തുപോയാലും എൻ്റെ സ്വത്തുക്കളൊക്കെ പോകുന്ന എൻ്റെ മക്കൾക്കാണ്. നീ ഓർത്ത് വിഷമിക്കേണ്ട. പിന്നെ എന്നെ അങ്ങോട്ട് ഒതുക്കിയിട്ട് നിനക്കൊക്കെ എന്തെങ്കിലും നേടാന്ന് വെച്ചാൽ എൻ്റെയൊക്കെ നല്ല ഒന്നാം തരം ആസിഡ് ഒഴിച്ചു തരും സാമാനത്തിൽ. ഇതുപോലത്തെ വേലത്തരങ്ങൾ കാണിച്ചുകൊണ്ട് വന്ന് ഈ ഡ്രസ് കോഡ് എന്ന് പറയുന്നത് ഒരു കംഫർട്ടാണ്. നമ്മുടെ കംഫർട്ടിനാണ് നമ്മൾ ഡ്രസ്സ് ഇടുന്നത്. ആ കംഫർട്ട് പാലിച്ച് പോകുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ ഇതല്ലല്ലോ. അത് മാത്രമല്ല, അതിന് വിലക്കിയവരെ വത്തയ്ക്കാ സമരം. എന്തൊരു കുത്തയ്ക്കാ സമരം? ഇതൊക്കെ ഒരു സമരം എന്തിനാണ്? പിന്നെ ഇവിടെ പട്ടാളക്കാർക്കെതിരെ ഒരു സമരം ഉണ്ടായിരുന്നു. സ്ത്രീകളെല്ലാം കൂടെ വിവസ്ത്രരായി പോയി നിന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. കാരണം മക്കളെ ബലാത്സംഗം ചെയ്യുന്നവർക്ക് മറുപടി അങ്ങനെ കൊടുക്കാൻ പറ്റൂ. അത് നല്ല മറുപടിയാണ്. അതൊക്കെ ഒരു സമരം തന്നെയാണ്. അല്ല വത്തയ്ക്ക സമരം, ചുംബണ സമരവും അന്ന് പിണറായി വിജയൻ പറഞ്ഞ എന്തുവാണ്? ഇതൊക്കെ മുറിക്കകത്ത് ചെയ്യേണ്ടതൊക്കെ മുറിക്കകത്ത് തന്നെ ചെയ്യണമെന്ന് നടുറോട്ടി ഒന്നുണ്ടല്ലോ ചെയ്യുന്നത്. ചുംബണ സമരം സമരത്തിന്റെ മാതൃകകളാണ്. വേറെ ഒന്നും സമരമായിട്ട് തോന്നിയില്ലേ? ചുംബണിക്കണേണ സമരം. നാളെ MDMA സമരം എന്ന് പറയുമല്ലോ വെറ്റുകൾ. പബ്ലിക് സ്പേസ് ചെയ്യുന്നുണ്ട് MDMA അടിച്ച് സമരം പറയുമല്ലോ. പക്ഷേ അതൊക്കെ ചോദിക്കും. അപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. ഇനി ലൈവിൽ വരുമ്പോൾ അപായ ഇട്ട് വരുമോ? ഇനി മേലിൽ എൻ്റെ ചാനലിലേക്ക് ഫേക്കിൽ പോലും നീ വരാതിരിക്കൂ പ്ലീസ്. ഗെറ്റ് ലോസ്റ്റ്. പ്ലക്കമ്മ എന്തൊക്കെയോ ബ്ലാ 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 പുലമ്പുന്നുണ്ടല്ലോ. കടിയാണ്. എന്ത് ചെയ്യാൻ പറ്റും? ആരും എടുക്കുന്നില്ല, ആരും അടുപ്പിക്കുന്നില്ല, ആരും ഇൻവൈറ്റ് ചെയ്യുന്നില്ല. ഞാൻ ജീവിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. മനസ്സിലായില്ലേ? സ്വപ്നങ്ങളാണ്. 5 പേര് കെട്ടണം, 5 പേര് പണിയണം എന്നൊക്കെ, അങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ തോന്നും. പണ്ട് ഒരു മഹർഷി തപസ്സിലിരുന്നിട്ട് തിരിച്ചു വന്നിട്ട് ഭാര്യയുടെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മഹർഷി വന്ന് ചോദിക്കുന്ന, ഭാര്യ നിനക്ക് എന്താണ് വേണ്ടത്? നിന്റെ ആഗ്രഹം എന്താണ്? എനിക്ക് 5 ഭർത്താക്കന്മാരുടെ ബലത്തോടു കൂടി എന്നെ പ്രാപിക്കണം എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതൊക്കെ ഒരു ഐഡിയോളജിയാണ്. അങ്ങനെയൊക്കെ തോന്നും. ആ തോന്നലാണ് സാരികയ്ക്കുള്ളത്. നമുക്ക് ഇങ്ങനെ 5 പേരൊക്കെ ഒന്നിച്ച് കയറിയാൽ കൊള്ളാമെന്നുള്ള ഒരു തോന്നലാണ് ഇരിക്കുന്നത്. ഞാൻ നിന്നെ നിരാശപ്പെടുത്തുന്നില്ല. നീ MDMA കുക്കി സുനയോട് പറ. സുന അതിൻ്റെ ഏജന്റാണ്. ആവശ്യം പോലെ ആണുങ്ങളെ കൊണ്ടുതരും. അതിൽ പല രീതിയിലുള്ള ആൾക്കാരും ഉണ്ടാകും. അവർ കൊണ്ടുതരും കേട്ടോ. എടീ ഷെഫീനെ, നീ ഞങ്ങളുടെ ജാമിദ ടീച്ചറിനെ കുറിച്ച് മോശം പറഞ്ഞവളല്ലേ? നിന്റെ നാക്കിൽ കാന്താരി അരച്ച് തേക്കും കളിക്കല്ലേ? ശരിക്കും ജാമിദ ടീച്ചറല്ലടാ അവള്, ജാമിദ പ്ലീച്ചർ. ഇന്ന് മിക്കവാറും കുട്ടികൾ ഫ്രീഡം എന്ന് പറയുന്നത് പാതി നഗ്നരായി നടക്കുക എന്നതാണ്. എത്ര പറഞ്ഞാലും കേൾക്കാൻ അവർ തയ്യാറല്ല. അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം നമുക്കും ഉണ്ടായിരുന്നു. നമ്മുടെ സൊസൈറ്റിയിലും അങ്ങനെയൊക്കെ ഉണ്ട്. കുറച്ച് മോഡേൺ ഡ്രസ്സ് ഇടുന്നതിന് വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും തർക്കമില്ല. പക്ഷെ അതാണ് ഫ്രീഡം എന്ന് വിചാരിക്കുന്നിടത്താണ് പ്രശ്നം. പ്ലക്കമ്മയ്ക്ക് പെൺകുട്ടികളാണ് നോട്ടം. വൃത്തികെട്ടവൾ. അല്ല, അതും പ്രാക്ടിക്കലാണ്. ഷുനയ്ക്ക് അങ്ങനെയുമുണ്ട്. ഷുന അങ്ങനെ കൊണ്ടുകിടന്ന് കൊടുക്കാൻ നോക്കിയ ഒരാളാണ്. രക്ഷപ്പെട്ട് അങ്ങനെ എൻ്റെ അടുത്ത് എന്നെ സഹായിച്ചു, എന്നെ കെട്ടുമോ, എന്നെ കയറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ടല്ലോ അവിടെ പോയി കെട്ടിപ്പിടിച്ച് കിടക്കണത്. അതിനെയും കൊണ്ടുകിടന്ന് ഇങ്ങനെ കൊടുക്കാൻ നോക്കിയതാണ്. മൊത്തം പഞ്ചായത്ത് കുസുകൾ. നമ്മളൊന്നും പറയാൻ പോണ്ട. പിക്കമ്മി നിന്നെ കാണാൻ പ്ലക്കിനായ ആളുകൾ വന്നു. ഷെഫീന, നിൻ്റെ വീഡിയോ സൂപ്പറാണ്. ധൈര്യമായി മുന്നോട്ട് പോവുക. താങ്ക് യു. അപ്പോൾ വന്നവരെല്ലാവരുടെ ശബ്ദം എത്രയും നോക്കട്ടെ. എനിക്ക് എൻ്റെ ശബ്ദം കൂടിയില്ലെങ്കിൽ എനിക്ക് സമാധാനമില്ല. എല്ലാത്തിനെയും പിടിച്ച് ദൂരക്കളെ. ഞാൻ കുറേ പേരെ എടുത്ത് വെച്ച് കളഞ്ഞതിൽ കുറേ പേര് ഞാൻ ഉപേക്ഷിച്ചു. കുറേ പേരെ. ഹായ്. അപ്പോൾ ശരി, എല്ലാവരും പോയി കിടന്നുറങ്ങിയ സമയം ഒരുപാടായി. ഇനി എനിക്ക് വയ്യ മടുത്തു. നെക്സ്റ്റ് സൺഡേ കാണാം. അപ്പോൾ വന്നവർക്കും നിന്നവർക്കും എല്ലാവർക്കും എൻ്റെ ശുലാൻ, എല്ലാവർക്കും എൻ്റെ ശലാം, എല്ലാവർക്കും യാതി തന്നെ. ഗുഡ് നൈറ്റ്. ഓക്കെ, ടാറ്റാ, ബൈ.